Hello all. So this is your MTP1 for auditing for the upcoming Jan 26 exams. Myself Nitin Sethumadhavan, your faculty for auditing at Supply Commerce Academy. ശരി, അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു RTP വീഡിയോ ചെയ്തിട്ടുണ്ട്. Now this is your MTP1. Okay, within 2-3 days MTP2 കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. Now MTP1 ഡിസ്കഷൻ ഇതിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് സ്റ്റാൻഡേർഡ് കൂടിയതാണ് കമ്പയർ ടു ദി RTP ഓഫ് Jan 26. Jan 26ൻ്റെ ഓഡിറ്റിംഗ് RTP വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും. ഇറ്റ് വാസ് വെരി സിമ്പിൾ, വളരെ ബേസിക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ RTPയിലെങ്കിൽ. MTP1 ടഫ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കുറേയൊക്കെ ഒരു ജനറൽ ക്വസ്റ്റ്യൻസിൻ്റെ രീതിയിലാണ് ഇതിൻ്റെ പോയേക്കുന്നത്, നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് പോയേക്കുന്നത്. നമുക്ക് പിൻ പോയിന്റ് ചെയ്തിട്ട് ഒരു ഏരിയയിലത്തെ മാത്രം ആൻസർ ആണ് ഇത് എന്ന് പറയുന്ന ആൻസേഴ്സും അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഉണ്ട്. ബട്ട് അതല്ലാത്ത കുറച്ച് ജനറലായിട്ട് കൺസെപ്റ്റ് അറിഞ്ഞ് അപ്ലൈ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻസ് വരാറില്ല. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ MTP1. ആൻഡ് MCQ കേസ് സ്റ്റഡീസ് ആർ ഓൾസോ ലിറ്റിൽ ബിറ്റ് ട്രിക്കി. നമ്മുടെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, RTP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ട് ഇത്തവണത്തെ MTPയിൽ. ആൻഡ് yes, it brings me back to the memories of Jan 25 also. Jan 25-ത്തെ ആ അറ്റംപ്റ്റിന് മുമ്പും ഇതേപോലെ തന്നെയാണ് സംഭവിച്ചിരുന്നത്. RTP വാസ് വെരി സിമ്പിൾ, MTP വാസ് സ്റ്റാൻഡേർഡ്, MTP2 മോഡറേറ്റ് ആയിട്ട് വന്നു. ആൻഡ് വി ഓൾ നോ ഹൗ ദി എക്സാംസ് വെയർ ഇൻ ദ Jan 25 അറ്റംപ്റ്റ്. ക്ലാസ്സിൽ നിന്നിട്ടുള്ള കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നില്ല ക്ലാസ്സിൽ. സോ യെസ്, ലൈക്ക് ഐ ഓൾവേസ് സേ, യു പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ. ഓക്കെ, Jan 26 തൊട്ട് നല്ലപോലെ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കുക. വി കാൺട്ട് ആൻറ്റിസിപ്പേറ്റ് ഹൗ ദി ICS is going to put the questions. Prepare for the worst case scenario, so you'll get the best result. അതേ പറയാനുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ യെസ്, MTP1ൻ്റെ ആൻസർ ഡിസ്കഷൻ. സോ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ഇപ്പോൾ കാണാനാണെങ്കിൽ നിങ്ങൾക്ക് PDF അല്ലെങ്കിൽ അവൈലബിൾ ആണല്ലോ സൈറ്റിൽ തന്നെ. എന്തുകൊണ്ടൊരു ആൻസർ വന്നു ആ ഒരു ആസ്പെക്റ്റ് കൂടി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് കേസ് സ്റ്റഡി MCQs. കേസ് സ്റ്റഡി MCQസിൽ യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് CA അരുൺ. ഒരു ചാർട്ട് അക്കൗണ്ടൻറ്റ് സ്റ്റാറ്റ്യൂട്ട് ഓഡിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് നേരെ പോവാം. ലൈക്ക് വി ഓൾവേസ് ഡു. ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കേസിലോട്ട് വരാം. ആ ഒരു രീതിയാണ് നമ്മളിപ്പോഴും പിന്തുടരുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കഥ വായിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആസ് പെർ SA 500, ഓക്കെ, ആസ് പെർ SA 500 വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് ഓഡിറ്റ് എവിഡൻസ്. ഓഡിറ്റ് എവിഡൻസ് വെച്ചാൽ എന്താണ്? SA 500-ത്തെ ഓഡിറ്റ് എവിഡൻസിൻ്റെ ഡെഫിനേഷൻ അറിയാവുന്ന ഒരാൾക്കറിയാം. ഓഡിറ്റ് എവിഡൻസ് ഇസ് ബേസിക്കലി എനി ഇൻഫർമേഷൻ വിച്ച് ഇസ് യൂസ്ഡ് ബൈ ദി ഓഡിറ്റർ ഇൻ അറൈവിംഗ് അറ്റ് ദി ഒപ്പീനിയൻ ഓൺ വിച്ച് ദ റിപ്പോർട്ട് ഇസ് ബേസ്ഡ്. ബേസ്ഡ് ഓൺ നേച്ചർ, ബേസ്ഡ് ഓൺ ക്യാരക്ടർ, ബേസ്ഡ് ഓൺ സോഴ്സ്, അതൊക്കെ ഏതൊക്കെ ടൈപ്പ് ആവുന്നതൊക്കെ നമുക്കറിയാം ഇല്ലേ? സോ അങ്ങനെ നോക്കുമ്പോൾ ഏത് ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ? ഓപ്ഷൻ സി നോക്കിയേ. ദ ഇൻഫർമേഷൻ യൂസ്ഡ് ബൈ ദി ഓഡിറ്റർ ഇൻ അറൈവിംഗ് അറ്റ് ദി കൺക്ലൂഷൻ ഓൺ വിച്ച് ദ ഒപ്പീനിയൻ ഇസ് ബേസ്ഡ് ഇൻക്ലൂഡിംഗ് ബോത്ത് ഇൻഫർമേഷൻ അക്കൗണ്ടിംഗ് കോഴ്സ്. സോ പരിപൂർണ്ണമായിട്ടുള്ള കംപ്ലീറ്റ് ആൻസർ ഓപ്ഷൻ സിയിൽ വന്നിട്ടുണ്ട്. ആ ഓപ്ഷനിലൊന്നും വലിയ ഡൗട്ട് വരേണ്ടതില്ല നിങ്ങൾക്കാർക്കും. ലൈക്ക് ഓഡിറ്റ് എവിഡൻസിൻ്റെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പഠിക്കുന്ന ഡെഫിനേഷൻ ഇതൊക്കെ എന്താണ് ഓഡിറ്റ് എവിഡൻസ്. ഇൻ ദ സിനാരി ഓഫ് പ്രീതി ടെക്സ്റ്റൈൽസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റം ഇസ് ക്ലാസിഫൈഡ് ആസ് ഇൻഫർമേഷൻ കണ്ടെയ്നിങ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. ഓക്കെ, ഇത് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പല്ല, പക്ഷേ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞൊരു 4-5 അറ്റംപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 1-2 തവണകളിൽ ഒരു RTPയിലും ഒരു പാസ്റ്റ് എക്സാമിലൊക്കെ ആയിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അവർ MCQസിലാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു സെറ്റ് ഓഫ് ഐറ്റംസ് വന്നിട്ട് ഇതിലേതാണ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് എവിഡൻസ് ആകുന്നത്, ഇതിലേതാണ് എക്സ്റ്റേണൽ സോഴ്സ് അല്ലാത്തത്, ഇതിലേതാണ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്, ഇതിലേതാണ് നോൺ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ആ രീതിയിലത്തെ ക്വസ്റ്റ്യൻസ്. കാരണം അഗെയിൻ SA 500-ൻ്റെ ബേസിക്സ് ആണ്. ഓഡിറ്റ് എവിഡൻസ് പറയുമ്പോൾ ബേസ്ഡ് ഓൺ നേച്ചർ, ക്യാരക്ടർ, സോഴ്സ് ഇതെല്ലാം അടങ്ങുന്നതാണ്. ഇതെല്ലാം ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് മാറാവുന്നതാണ്, റൈറ്റ്? അപ്പോൾ കുറച്ച് ഓപ്ഷൻസ്. അപ്പോൾ ഇതൊന്നും നോക്കി, ഇതൊക്കെ ജനറിക് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത്. അല്ലെങ്കിൽ ഓഡിറ്റ് എവിഡൻസിൽ ബേസ്ഡ് ഓൺ സോഴ്സ് ഇൻറ്റേർണൽ ആകാം, എക്സ്റ്റേണൽ ആകാമെന്ന് അറിയാം. ഇൻറ്റേർണൽ സോഴ്സസ് ഏതൊക്കെ ആകാം, പലതും ആകാമല്ലോ. അതൊരു നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് വെച്ചിട്ട് ആ സമയത്ത് ആൻസർ ചെയ്യേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ലെക്ചർ നോട്ട്സ് എഴുതാറുണ്ട് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് എവിഡൻസിൻ്റെ 2-3 എക്സാമ്പിൾ, എക്സ്റ്റേണൽ സോഴ്സിന് 2-3 എക്സാമ്പിൾ എന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ ബേസിക്കലി ഒരു ജനറൽ ലെവൽ ക്വസ്റ്റ്യൻസിൽ ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. കാരണം ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിലായിട്ട് പഠിക്കേണ്ടതില്ല ഒരു സ്റ്റുഡൻറ്റ്, അല്ലാണ്ട് തന്നെ ലോജിക് വെച്ച് ചെയ്യാൻ പറ്റും. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ക്ലാസിഫൈഡ് ആസ് വാട്ട്? ഇൻഫർമേഷൻ ഇൻ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൽ നിന്നും കണ്ടുവരുന്ന ഇൻഫർമേഷൻ ഇതിലേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ്സ് അല്ല, കൺഫർമേഷൻ ഫ്രം ട്രേഡ് റിസീവബിൾസ് അല്ല, ഡോക്യുമെന്റ് കൺട്രോളില്ല, സപ്ലയർ ഇൻവോയ്സും ലെഡ്ജറും അല്ലേ, അതല്ലേ അക്കൗണ്ടിങ് റെക്കോർഡ്സ്. ഓപ്ഷൻ ഡി 2D. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾസ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഗ്യാതേർഡ് ബൈ, ഓക്കെ ഇങ്ങനെ വെച്ചാലാണ് നമുക്ക് കാണാൻ പറ്റുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾസ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഗ്യാതേർഡ് ബൈ അരുൺ ഫോൾസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് അതർ ഇൻഫർമേഷൻ, അതായത് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിൽ വരുത്താവുന്നത് ഇതിലേതാണ്? റിവ്യൂയിങ് ദ കമ്പനീസ് ജേർണൽ എൻട്രി, ഒബ്റ്റൈനിങ് കൺഫർമേഷൻ ഫ്രം trade receivables, scrutinizing the worksheet for depreciation, examining contracts for major purchase. Which of the following examples of evidence gathered by Arun falls on the category of other information that authenticates the accounting records? Okay. എന്താണ് ഓതൻറ്റിക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രൂവ് ചെയ്യുക, അല്ലെ ഒരു കാര്യം റിയൽ ആണ് എന്ന് കൺഫേം ചെയ്യാൻ സഹായിക്കുന്ന ഇൻഫർമേഷൻ ഇതിലേതാണ്? സോ വിച്ച് ഓഫ് ദി ഫോളോയിങ്, ആ 4 ഓപ്ഷൻസിൽ വിച്ച് അതർ ഇൻഫർമേഷൻ വിൽ ഹെൽപ്പ് യു ഇൻ, ഇതെല്ലാം അതർ ഇൻഫർമേഷൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ കമ്പനിയുടെ ജേർണൽ എൻട്രി ഈസ് എൻ അക്കൗണ്ടിങ് റെക്കോർഡ്, ബട്ട് ട്രേഡ് റിസീവബിൾസിൽ നിന്നും കൺഫർമേഷൻ കിട്ടുന്നു, ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻ്റെ വർക്ക്ഷീറ്റ് നോക്കുന്നു, പർച്ചേസസിൻ്റെ കോൺട്രാക്ട് നോക്കുന്നു. ഇതിലേതാണ് ഒരു ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്ന ഫാക്ടർ, ഒരു കാര്യത്തിനെ കൺഫേം ചെയ്യാൻ സഹായിക്കുന്ന ഫാക്ടർ ഇതിലേതാണ് കണ്ടത് തോന്നുന്നത്? ട്രേഡ് റിസീവബിൾസ് ബാലൻസ് കൺഫർമേഷൻ നമുക്ക് എക്സ്റ്റേണൽ കൺഫർമേഷൻ റിക്വസ്റ്റ് പോലെ തരുന്നത്. റിട്ടേൺ ഒബ്റ്റൈനിങ് കൺഫർമേഷൻ ഫ്രം ട്രേഡ് റിസീവബിൾസ് SA 505 നമ്മൾ പഠിക്കുന്നില്ലേ, എക്സ്റ്റേണൽ കൺഫർമേഷൻസ് ഒക്കെ പഠിക്കുന്ന കൺസെപ്റ്റ് ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് റിട്ടേൺ റെസ്പോൺസ് ഫ്രം തേർഡ് പേഴ്സൺ ഔട്ട്സൈഡ് എൻറ്റിറ്റി. അങ്ങനെ തേർഡ് പേഴ്സൺ സ്ഥിരീകരിക്കുകയാണ്, യെസ് എനിക്ക് അങ്ങനത്തെ ബാലൻസ് കൊടുക്കാറുണ്ട്, എനിക്ക് ഇത്രയും പൈസ കൊടുക്കാറുണ്ട്, ആമ ഡെറ്റർ ആമ ക്രെഡിറ്റർ, ദ പേഴ്സൺസ് കൺഫേമിങ്. അതവിടെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻ അതാണ്. When the management of Preeti Limited requested auditor not to seek confirmation from overseas customer, what is the most appropriate? Again, SA 505 application question ആണ്. What happens when the client denies you access to the third party? External confirmation is one of the most reliable source of audit evidence as per SA 505. ബട്ട് എക്സ്റ്റേണൽ കൺഫർമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ സമ്മതം കൂടിയേ പറ്റൂ. ഈ തേർഡ് പേഴ്സൺ, നമ്മുടെ ക്ലയൻറ്റിൻ്റെ പെർമിഷൻ കൂടാതെ തേർഡ് പേഴ്സണോട് കോൺടാക്ട് ചെയ്യാൻ പാടില്ല എന്നൊരു ആസ്പെക്ട് പറയുന്നുണ്ട്. വാട്ട് ഇഫ് ദ ക്ലയൻറ്റ് ഇസ് നോട്ട് അലോവിങ് അസ് ആക്സസ് ടു തേർഡ് പാർട്ടി? അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു എൻക്വയർ ദ റീസൺസ് ഫോർ ദ സെയിം. എന്തുകൊണ്ടാണ് ഡിനൈ ചെയ്യുന്നത്, അതിൻ്റെ റീസൺസ് എൻക്വയർ ചെയ്യുക, ജസ്റ്റിഫയബിൾ ആണെന്ന് നോക്കുക. ഐഡൻറ്റിഫൈ ഹൗ മച്ച് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻവോൾവ് ഇൻ ദിസ് പർട്ടിക്കുലർ കേസ് ആൻഡ് ദെൻ പെർഫോം ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഓപ്ഷൻ? ഓപ്ഷൻ സിയിലോട്ട് നോക്കുക. എൻ്റെ തൊണ്ട ഫുള്ളേ ക്ലാസ് ആയിരുന്നു നമുക്കിന്ന്, അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിൻ്റെ ഒരു ചെറിയ കിച്ച് ആണ്, പ്ലീസ് എക്സ്ക്യൂസ് മീ. സോ വാട്ട് ഷുഡ് ദ ഓഡിറ്റർ ഡു? വാട്ട് ഈസ് ദ ഓഡിറ്റേഴ്സ് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ? ഇവാലുവേറ്റ് വെദർ വാലിഡ് ഗ്രൗണ്ട്സ് എക്സിസ്റ്റ് ഫോർ ദ റിക്വസ്റ്റ്. എന്തുകൊണ്ട് ഈ ക്ലയൻറ്റ് ഡിനൈ ചെയ്യുന്നു, തേർഡ് പേഴ്സണോട് ആക്സസ് ചെയ്യേണ്ടെന്ന് എന്തുകൊണ്ട് പറയുന്നു? വി നീഡ് ടു കൺസിഡർ ദ നേച്ചർ ടൈമിംഗ് എക്സ്റ്റെൻഡ് ഓഫ് ഫർദർ പ്രൊസീജിയേഴ്സ് വി ഹാവ് ടു ഡു. അപ്പോൾ യെസ്, റീസൺസ് മനസ്സിലാക്കുക ആൻഡ് മറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ നേച്ചർ ടൈമിങ്സിൻ്റെ ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയേഴ്സ് എത്രമാത്രം വേണം തീരുമാനിക്കുക എന്നൊരു വ്യൂ പോയിൻ്റാണ് SA 505. ഇത് ഡയറക്റ്റ്ലി പറയുന്ന സംഭവമാണ്. ക്ലയൻറ്റ് ഡിനൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ABC എന്ന് 3 പോയിന്റ് ഉണ്ട്. ആ 3 പോയിന്റിൻ്റെ ഇമ്പാക്റ്റ് ആണ് ഓപ്ഷൻ സിയിൽ വരുന്നത്. സോ ദാറ്റ് ഇസ് ദി ആൻസർ. എയിലും ബിയിലൊക്കെ പറഞ്ഞേക്കുന്നതൊക്കെ പൊട്ടത്തിട്ടല്ലേ? അക്സെപ്റ്റ് ദ റിക്വസ്റ്റ് വിത്തൗട്ട് ഫർദർ കൺസിഡറേഷൻ, റിഫ്യൂസ് ദ റിക്വസ്റ്റ്, അങ്ങനെയൊന്നുമില്ല. വി ഹാവ് ടു ഇവാലുവേറ്റ് വാട്ട് ഇസ് ദ റീസൺ ഫോർ ദ മാനേജ്മെന്റ് സെയിങ് സോ, ദെൻ വി ഹാവ് ടു ഗോ ഫോർ ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയർ. ആ ആസ്പെക്ട് വരണം. Which of the following audit verification procedure would be most appropriate for examining the director's foreign travel expense? ഏതൊരു ഡയറക്ടർ ഉണ്ട്, ആ ഡയറക്ടറിൻ്റെ ഫോറിൻ ട്രാവൽ എക്സ്പെൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഏറ്റവും ഉചിതമായിട്ട് നോക്കേണ്ട പ്രൊസീജിയർ എന്താണെന്ന്. ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദാറ്റ് ഓൾ ബിൽസ് should be in the name of the company and related to business, should verify whether expenditure qualifies as revenue expenditure, should verify that expenditure pertains to the current audit period, should verify whether the expenditure has valid documentation. ബേസിക്കലി ഇത് 4 നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഒരു എക്സ്പെൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ 4 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. സോ ഇതിൽ ഏതാണ് ആൻസർ എന്ന് അറിയാനായിട്ട് ഇവിടെ അപ്രോപ്രിയേറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയില്ലേ, എപ്പോഴും കേസ് സ്റ്റഡിയിൽ ഫുൾ കഥ വായിക്കേണ്ടി വരത്തില്ല. ബട്ട് സംടൈംസ് വി നോ ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ആ കേസ് സ്റ്റഡിയുടെ സ്പെസിഫിക് പാർട്സ് നോക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ ട്രാവൽ എക്സ്പെൻസും ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ്? അതെ, while auditing the travel expense, auditor observed several travel bills submitted by the director for foreign trips undertaken with family members. അപ്പോൾ നമ്മുടെ ഡയറക്ടർ ആൾ കളറാണ്, അയാൾ എന്ത് ചെയ്യണം, അയാളുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് അയാൾ കറങ്ങാൻ പോകുന്നുണ്ട്. ദ കമ്പനി ഹാഡ് റിയംബേഴ്സ് ദി എൻറ്റയർ എമൗണ്ട് ക്ലാസിഫൈങ് ഇറ്റ് ആസ് ബിസിനസ് പ്രൊമോഷൻ എക്സ്പെൻസ്. അതായത് ഇപ്പോൾ കമ്പനീസ് ആക്ടിലത്തെ സെക്ഷൻ വെച്ച് കൂട്ടുകയാണെങ്കിൽ 143 സബ്സെക്ഷൻ 1ൻ്റെ അകത്ത് ഡ്യൂട്ടി ടു ഇൻക്വയർ എന്നൊരു പോർഷൻ ഉണ്ടല്ലോ. ആ ഡ്യൂട്ടി ടു ഇൻക്വയറിൽ നമ്മൾ എൻക്വയറി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. വെദർ പേഴ്സണൽ എക്സ്പെൻസസ് ഹാസ് ബീൻ ചാർജ് ടു റവന്യൂ.
അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ക്ലയൻറ്റിൻ്റെ ഡയറക്ടേഴ്സിൻ്റെയൊക്കെ പേഴ്സണൽ എക്സ്പെൻസസിനെ, അവരുടെ ട്രാവൽ എക്സ്പെൻസിനെ ക്ലയൻറ്റിൻ്റെ ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ നമുക്കപ്പോൾ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, വി ഷുഡ് വെരിഫൈ ദാറ്റ് ഓൾ ബിൽസ് റിലേറ്റഡ് ടു ഫോറിൻ ട്രാവൽ ഷുഡ് ബി ഇൻ ദ നെയിം ഓഫ് ദ കമ്പനി. കമ്പനിയുടെ പേരിലാണോ, കമ്പനിയുടെ, ആൻഡ് ഈസ് ദാറ്റ് ട്രാവൽ റിലേറ്റഡ് ടു ബിസിനസ്, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആസ്പെക്ട്. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് കേസ് സ്റ്റഡി. C&AG എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ടോപ്പിക്കാണ്. സോ യെസ്, നമ്മുടെ അടുത്ത ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ചാപ്റ്റർ എന്നാണ് അടുത്ത കേസ് സ്റ്റഡി പോയേക്കുന്നത്. ഐ തിങ്ക് ദിസ് ക്വസ്റ്റൻ ഇസ് ഫ്രം ദാറ്റ് നമ്മുടെ എക്സ്പെൻഡിച്ചർ ഓഡിറ്റിൻ്റെ പ്രിൻസിപ്പിൾസിൽ റെഗുലാരിറ്റി ഓഡിറ്റ്, പ്രൊപ്രൈറ്റി, ആ ഒരു കൺസെപ്റ്റ് എന്നാണ് വന്നേക്കുന്നത്. ഇത് കേസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പെൻഡിങ് 10 lakhs on decorations and gift represents which breach under the principles of propriety. പ്രൊപ്പറൈറ്റിയിലത്തെ ഏത് കൺസെപ്റ്റാണ് ബ്രീച്ച് അയക്കുന്നത്? 10 ലക്ഷം രൂപ ഡെക്കറേഷൻസിന് വേണ്ടി ചിലവാക്കി എന്ന് പറയുന്നത്. സോ യെസ്, അനാവശ്യമായിട്ടുള്ള ദൂർത്ത്. പ്രൊപ്പറൈറ്റിയുടെ മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റിന് എന്താണ്? വി ഹാവ് ടു സീ വെദർ ആൻ എക്സ്പെൻഡിച്ചർ ഇസ് മോർ ദാൻ വാട്ട് ദി ഒക്കേഷൻ ഡിമാൻഡ്. അതാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് കഥ വായിച്ചു നോക്കട്ടെ. While auditing the government department's festival celebration expense, auditor noticed that the department spent 10 lakh on decorations, which appears excessive എന്ന് തന്നെ ക്വസ്റ്റ്യനിലും പറയുന്നുണ്ട്. അപ്പോൾ യെസ്, അപ്പോൾ അനാവശ്യമായിട്ടുള്ള ദൂർത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന ആസ്പെക്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ വിച്ച് പ്രിൻസിപ്പിൾ ഹാസ് ബീൻ ബ്രീച്ച്ഡ്? എക്സ്പെൻഡിച്ചർ ഷുഡ് പ്രൈമ ഫെസി ഒക്കേഷൻ ഡിമാൻഡ് ചെയ്തതിനേക്കാളും കൂടുതലാകുന്നു എന്നുള്ള ആസ്പെക്റ്റ് അവിടെ തെറ്റിക്കഴിഞ്ഞു. The chief engineer sanction of repair works worth 12 lakh on his personal residential quarter using department fund. ഡിപ്പാർട്ട്മെൻറ്റിലെ ഫണ്ട് ഉപയോഗിച്ചിട്ട് സ്വന്തം വീട്ടിലെ വർക്ക് എന്തോ റിപ്പയർ വർക്ക് എന്തോ ചെയ്തു. ദിസ് വയലേറ്റ്സ് വിച്ച് പ്രിൻസിപ്പിൾ? എക്സസൈസ് ഓഫ് പവേഴ്സ് ഫോർ പേഴ്സണൽ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു അല്ലേ. നമ്മുടെ എക്സ്പെൻഡിച്ചർ ഓഡിറ്റിലത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പറൈറ്റി. എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ലാസ്റ്റ് Jan 25 അറ്റംപ്റ്റിൽ തന്നെയാണ് വന്നേക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. Jan 25 May 25 തോന്നുന്നു കേട്ടോ. Jan 25 or May 25 ഏതോ ഒരു പ്രീവിയസ് അറ്റംപ്റ്റിൽ റീസെൻ്റ്ലി ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അതായത് ഒരു എക്സ്പെൻസ് കാണിച്ചിട്ട് ആ എക്സ്പെൻസ് ചെക്ക് ചെയ്യുന്നത് ഏത് ഭാഗമായിട്ടാണ്, ഓഡിറ്റ് ഓഫ് സാങ്ഷൻ ആണോ, ഓഡിറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഓർഡേഴ്സ് ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എക്സ്പെൻഡിച്ചറിൻ്റെ പ്രിൻസിപ്പിൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ICAI റീസെൻ്റ്ലി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ RTP ക്വസ്റ്റൻ നോക്കി വയ്ക്കുക, ഈ MTP ക്വസ്റ്റൻ നോക്കി വയ്ക്കുക. അപ്പോൾ ഇതിൽ യെസ്, വാട്ട് ഐ വാസ് സെയിങ് ഇസ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പറൈറ്റി. എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ചാപ്റ്ററിൽ തുടക്കത്തിൽ പറയുന്ന C&AGയുടെ റൈറ്റ്സ്, ഡ്യൂട്ടീസ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്കിൽ തന്നെ ആ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ടോപ്പിക് ഇസ് എക്സ്പെൻഡിച്ചർ ഓഡിറ്റ്. ഓഡിറ്റ് ഓഫ് റെസീപ്റ്റ്സും ഓഡിറ്റ് ഓഫ് ഇൻവെൻട്രി എന്നുള്ള ടോപ്പിക്കും കൂടി ഉണ്ട്. പക്ഷേ കൂടുതൽ ചോദിക്കുന്നത് എക്സ്പെൻഡിച്ചർ ഓഡിറ്റും അതിൻ്റെ പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. ആ പ്രിൻസിപ്പിൾസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ഈ പ്രൊപ്പറൈറ്റി എന്ന് വെച്ചാൽ. അതായത് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി അക്കോർഡിംഗ് ടു ഷുഡ് മീറ്റ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് വാട്ട് ഇറ്റ് മസ്റ്റ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ പബ്ലിക് ഫിനാൻഷ്യൽ മൊറാലിറ്റി. പബ്ലിക് ഫിനാൻഷ്യൽ മൊറാലിറ്റിക്ക് നിരക്കുന്നതാവണം ഈ എക്സ്പെൻസസ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഷുഡ് നോട്ട് ബി പ്രൈമ ഫെസി മോർ ദാൻ വാട്ട് ദി ഒക്കേഷൻ ഡിമാൻഡ്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊപ്പറൈറ്റി പറയുന്ന കാര്യമാണ്. ആൻഡ് എക്സ്പെൻഡിച്ചർ പ്രൊപ്പറൈറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് ആദ്യം നോക്കുന്നത് എന്തോ, ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ വാട്ട് ദി ഒക്കേഷൻ ഡിമാൻഡ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പേഴ്സൺ ഹൂ സാങ്ഷൻസ് ഇറ്റ്. അല്ലെങ്കിൽ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഒരു സ്പെസിഫിക് പേഴ്സണോ ക്ലാസ് ഓഫ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രം ആകരുത്. പക്ഷെ അതിന് എക്സെപ്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ യെസ്, ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ചീഫ് എഞ്ചിനീയർ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് വെച്ചിട്ട് സാങ്ഷൻ ചെയ്തേക്കുവാണ് റിപ്പയർസ് എക്സ്പെൻസ്, ബട്ട് ഇറ്റ് ഇസ് ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസ്. സോ യെസ്, ഹി ഈസ് എക്സസൈസിങ് ദ പവേഴ്സ് ഫോർ പേഴ്സണൽ അഡ്വാൻറ്റേജ്. ദാറ്റ് ഇസ് എ വയലേഷൻ ദാറ്റ് ഇസ് ഹാപ്പനിങ്. അടുത്ത ക്വസ്റ്റ്യൻ, പർച്ചേസ് ഓഫ് ലക്ഷറി ഓഫീസ് ഫർണിച്ചർ. ഓക്കെ, ലക്ഷറി ഫർണിച്ചർ വാങ്ങിക്കുന്നു. വെൻ എക്സിസ്റ്റിംഗ് ഫർണിച്ചർ വാസ് ഇൻ യൂസബിൾ കണ്ടീഷൻ indicates a failure to exercise what? Purchase of luxury office furniture when existing furniture was in usable condition primarily indicates a failure to exercise what എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് prudence expected in spending public money അനാവശ്യമായിട്ട് ചിലവാക്കുന്നു. അഗെയിൻ പ്രൊപ്പറൈറ്റി കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്. 8D. കാരണം എന്താണ്, ഓൾറെഡി ഫർണിച്ചർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫർണിച്ചർ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ലക്ഷറി ഫർണിച്ചർ വാങ്ങിക്കുന്നു. അനാവശ്യമായിട്ടുള്ള എക്സസ് സ്പെൻഡിങ് വിച്ച് ഫെയിലിയർ ഇസ് ഹാപ്പനിങ്.
prudence expected to in spending, അതായത് every public official should spend the public money with the same cautiousness that a person of normal prudence would exercise in respect of his own money. സ്വന്തം പൈസയാണെങ്കിൽ എത്ര കോൺഷ്യസ്ലി സ്പെൻഡ് ചെയ്യുമോ അതേ രീതിയിൽ വേണം പബ്ലിക് മണി ഡീൽ ചെയ്യാൻ. എവരി പബ്ലിക് ഓഫീസർ ഇസ് എക്സ്പെക്ടഡ് എക്സസൈസ് ദ സെയിം ലെവൽ ഓഫ് വിജിലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊപ്പറേറ്റീവിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ കോൺട്രവെൻഷൻ സംഭവിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി 8D ആണ് വരുന്നത്. Spending 3 lakh on a community welfare donation to a private housing society where several officers resides. ഇത് സ്പെസിഫിക് സെക്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി ആയിരിക്കും. അതായത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് മാത്രം താമസിക്കുന്ന ഏരിയയിൽ മാത്രമായിട്ട് വെൽഫെയർ കൊടുക്കുന്നു. ഇറ്റ് വയലേറ്റ്സ് വിച്ച് പ്രിൻസിപ്പിൾ ബെനിഫിറ്റിംഗ് എ സ്പെസിഫിക് സെക്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി വിത്തൗട്ട് പോളിസി ബാക്കിംഗ്. ഓപ്ഷൻ ബി വരുന്നത്. യെസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആൻസേഴ്സ്. ഈ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വയ്ക്കുക. 6B 7A 8D 9B ആണോ? 6B 7A 8D 9B. യെസ്, കറക്റ്റാണ്. ഓക്കെ, അടുത്ത കേസ് സ്റ്റഡി നമ്മുടെ ഗ്രേറ്റ് പോയിന്റ് ലിമിറ്റഡ് എന്നുള്ള മൂന്നാമത്തെ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നത് എന്താണ്? ഓക്കെ, ഒരു ജനറൽ ക്വസ്റ്റ്യൻ പോലെ തോന്നുന്നുണ്ട്. അത് കേസ് സ്റ്റഡി ആണെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് ഏതാണെന്ന് കേസിൽ നിന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവരൊരു സിറ്റുവേഷൻ, നല്ല കേസ് സ്റ്റഡി ആണെന്ന് തോന്നുന്നു. ഓക്കെ, യു ക്യാൻ സീ ദിസ് ഡിഫറൻസ് വെരി മച്ച് വെൻ യു കമ്പയർ ദീസ് ക്വസ്റ്റ്യൻസ് വിത്ത് ദി RTP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് ഈ ക്വസ്റ്റ്യൻസിന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഇലിസ്ട്രേറ്റ്സ് ദ കൺസെപ്റ്റ് ഓഫ് ഓഡിറ്റ് റിസ്ക്? ഓക്കെ, അവരൊരു സിറ്റുവേഷൻ വന്നിട്ട് ഓഡിറ്റ് റിസ്ക് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ഓഡിറ്റ് റിസ്ക്? ഓഡിറ്റ് റിസ്ക് വെച്ചാൽ FSL മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കെ നമ്മൾ തെറ്റായിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നു. റിസ്ക് ദാറ്റ് ഓഡിറ്റ് എക്സ്പ്രസസ് ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ എസ്പെഷ്യലി വെൻ ദി FS is മെറ്റീരിയൽ മിസ്റ്റേറ്റ്. അപ്പോൾ FSL മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കെ തെറ്റായിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഗിവിങ് എ ട്രൂ ആൻഡ് ഫെയർ ഒപ്പീനിയൻ അല്ലേ. FSL മിസ്റ്റേറ്റ്മെന്റ്സ് ഉള്ളപ്പോൾ നമ്മൾ മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുത്താൽ അത് കറക്റ്റ് ഒപ്പീനിയൻ ആണല്ലോ. FSL മിസ്റ്റേറ്റ്മെന്റ്സ് ഉള്ളപ്പോൾ തെറ്റായിട്ടുള്ള ഒപ്പീനിയൻ എന്ന് വെച്ചാൽ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണോ ആൻസർ വരിക? ഓപ്ഷൻ യു ക്യാൻ ഡയറക്ട്ലി പിൻ പോയിന്റ് ദാറ്റ്. ഈ സെൻറ്റൻസ് തന്നെ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി, ദസ് ദാറ്റ് ഓഡിറ്റർ എക്സ്പ്രസസ് എ അൺമോഡിഫൈഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ വെൻ ദ FS are materially misstated. That is the answer. 11th question. The risk arising from the CEO and CFO's performance bonuses which creates pressure to overstate profit and lead to improper capitalization of the development expenditure is primarily an example of ROM at which level? Oh, very good question. നല്ല ക്വസ്റ്റൻ ആണ്. CEO ആൻഡ് CFOന് കൊടുക്കുന്ന പെർഫോമൻസ് ബോണസുകൾ കാരണം ആ കമ്പനിയിൽ പ്രോഫിറ്റ് ഓവർസ്റ്റേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ അക്കൗണ്ടിങ് തെറ്റാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ വാട്ട് ലെവൽ ഓഫ് റിസ്ക് ഡു വി ഹാവ്? ഇസ് ഇറ്റ് അറ്റ് ദി അസേർഷൻ ലെവൽ ഓർ ഇസ് ഇറ്റ് അറ്റ് ദി FS ലെവൽ? സോ പ്രോഫിറ്റ്സും P&Lത്തെ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ലൈക്ക് P&Lത്തെ പ്രോഫിറ്റ് എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ബാലൻസ് ഷീറ്റിലത്തെ ഒരു ഐറ്റം ഇൻടാഞ്ചിബിൾസ് എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. വായിക്കുമ്പോഴേ ഇറ്റ് ഗിവ്സ് എ സ്മോൾ ഇൻഡിക്കേഷൻ ഇത് FSലത്തെ ഒരു പാർട്ടിൽ മാത്രമല്ല, മൾട്ടിപ്പിൾ പാർട്സ് ആർ ഗെറ്റിംഗ് എഫക്റ്റഡ് ലൈക്ക് P&Lത്തെ പ്രോഫിറ്റ്, ബാലൻസ് ഷീറ്റിലത്തെ ഡെവലപ്മെൻറ്റ് അല്ലേ, മറ്റേ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലത്തെ ഡെവലപ്മെൻറ്റ് എക്സ്പെൻസ് ക്യാപിറ്റൈസ് ചെയ്യുന്ന സാധനം. അപ്പോൾ 1-2 ഏരിയാസ് എഫക്റ്റ് ആവുന്നുണ്ട്. സോ ദി എൻറ്റയർ FS ഇസ് ഗെറ്റിംഗ് എഫക്റ്റഡ് എന്നുള്ളൊരു ക്ലൂ ക്വസ്റ്റനിലുണ്ട്. ടു കൺഫേം ദാറ്റ് യു ക്യാൻ റീഡ് ദ കേസ് സ്റ്റഡി ഹിയർ. കേസ് സ്റ്റഡിയിൽ നോക്കിയാൽ CEO ആൻഡ് CFO ഇവരെ പറ്റി എന്താ പറയുന്നത്? CEO and CFO are entitled to significant performance bonus which is linked directly to the company's reported net income. അപ്പോൾ കമ്പനിക്ക് കൂടുതൽ ഇൻകം P&L പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിന് നിശ്ചിത ശതമാനം ഇതിൻ്റെ CEOനും CFOനും എടുക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? P&L ഇറ്റ് ക്രിയേറ്റ്സ് എ റിസ്ക് അല്ലേ, അവിടെ ഒരു ഇൻഹെറന്റ് റിസ്ക് വരികയാണ്. ദർ ഇസ് എ ലൈക്ലിഹുഡ് ദാറ്റ് ദീസ് 2 people വിൽ ട്രൈ ടു ഓവർസ്റ്റേറ്റ് ദ പ്രോഫിറ്റ്. കാരണം പ്രോഫിറ്റ് കൂടുതൽ കാണിക്കും തോറും എങ്ങനെ പ്രോഫിറ്റ് കൂടുതൽ കാണിക്കുക? എക്സ്പെൻസസിനെ സപ്രസ് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്കിനെ ഓവർസ്റ്റേറ്റ് ചെയ്യുക, സെയിൽസ് ഓവർസ്റ്റേറ്റ് ചെയ്യുക. അങ്ങനെ ഇവർക്ക് പ്രോഫിറ്റ് കൂടുതൽ കാണിക്കും തോറും എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കമ്മീഷൻ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. So the audit team focused on the large licensing contracts. They discovered that one significant contract contributing 15% of the revenue was with a newly established entity which appeared to be a shell company. Further audit procedures revealed that the contract terms allowed Alpha System ആരാ? ക്ലയൻ്റ് ആണെന്ന് തോന്നുന്നു. Alpha Systems a right of return on the software license for any reason. ആൽഫയാണ് നമ്മുടെ ഇപ്പോൾ ഈ മറ്റേ ഷെൽ കമ്പനി എന്നുള്ളൊരു ക്ലയൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്ലയൻറ്റിന് ടോട്ടൽ
Okay, listen. The audit team focused on a large licensing contract. They discovered that one significant contract. നമ്മുടെ ക്ലയൻറ്റിൻ്റെ പേരാണ് ഗ്രേറ്റ് പോയിന്റ് ലിമിറ്റഡ്. ഓക്കെ, ഗ്രേറ്റ് പോയിന്റ് ലിമിറ്റഡ് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് നമ്മളുടെ ക്ലയൻറ്റ്. ഈ ക്ലയൻറ്റിന് എന്തുണ്ട്? യുവർ ക്ലയൻറ്റ് ഇസ് സെല്ലിങ് സോഫ്റ്റ്വെയർ ടു മെനി പീപ്പിൾ. അങ്ങനെ സോഫ്റ്റ്വെയർ കൊടുക്കുന്ന ഒരുത്തനാണ് ഈ ആൽഫ സിസ്റ്റം. ആൻഡ് ഇൻഫാക്ട് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒരു വർഷത്തെ ടോട്ടൽ വരുമാനത്തിൻ്റെ 15% ആൽഫയിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ദിസ് ആൽഫ അപ്പിയേഴ്സ് ടു ബി എ ഷെൽ കമ്പനി. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സിഇഒയും CFOയും കളിക്കുന്നതായിരിക്കാം. യുവമാർക്ക് കൂടുതൽ പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കമ്മീഷൻ കിട്ടും. കൂടുതൽ പ്രോഫിറ്റ് കാണിക്കണമെങ്കിൽ കൂടുതൽ സെയിൽസ് കാണിക്കണം. കൂടുതൽ സെയിൽസ് കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു ആൽഫ സിസ്റ്റത്തിന് സാധനം വിറ്റു എന്ന് പറഞ്ഞിരിക്കുക. സോഫ്റ്റ്വെയർ ആൽഫ സിസ്റ്റം എന്നുള്ളൊരു ആൾക്ക് പാർട്ടിക്ക് സോഫ്റ്റ്വെയർ വിറ്റു എന്നാണ് ഈ കേസിൽ പറയുന്നത്. ആൻഡ് ആൽഫ സിസ്റ്റം അപ്പിയേഴ്സ് ടു ബി എ ഷെൽ കമ്പനി, അതായത് റിയൽ കമ്പനി അല്ലാന്ന്. Further audit procedure revealed that the contracts with this Alpha Systems, that the contract terms allowed Alpha Systems a right of return on the software license for any reason within 12 months, and Great Point Limited sales team has provided a side letter guaranteeing a full refund if the license was unused. Also, a substantial amount of development expenditure which should have been expense ചെയ്യേണ്ട ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലത്തെ റിസർച്ച് പോർഷനെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? വാസ് ഇംപ്രോപ്പർലി ക്യാപിറ്റലൈസ്ഡ്. ഓക്കെ, ഒബ്വിയസ്ലി, കാരണം എക്സ്പെൻസ് കുറച്ച് സെയിൽസിനെ കൂട്ടിയാലല്ലേ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ. ഓവർ സെറ്റിംഗ് ദ റിപ്പോർട്ടഡ് പ്രോഫിറ്റ്. സോ യെസ്, മൾട്ടിപ്പിൾ ആസ്പെക്ട് ഓഫ് ദി FS ഇസ് ഗെറ്റിംഗ് എഫക്റ്റഡ് ബിക്കോസ് ഓഫ് ദാറ്റ്. മറ്റേ CEO CFOന് ഇത് എക്സാം ഹോളിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് കത്തി ഇത്രയും കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. ഇറ്റ് വിൽ ടേക്ക് ലിറ്റിൽ ബിറ്റ് പ്രാക്ടീസ്. ഫസ്റ്റ് ടൈം വായിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ട് വെറുതെ പോയിട്ട് ചുമ്മാ MTP മഗ്ഗപ്പ് ചെയ്യുന്ന പോലെ വായിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതിയേക്കുന്നത്, ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവത്തില്ല. വാട്ട് ലെവൽ ഓഫ് ROM വി ഹാവ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് ദി FS ലെവൽ. പെർവേസീവ് ആണ് കാര്യങ്ങൾ. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു എഫക്ട് ജസ്റ്റ് വൺ അസേർഷൻ ഓർ വൺ അക്കൗണ്ട് ബാലൻസ്. FS ലെവലിൽ പ്രശ്നമുണ്ട്. സോ ദി ഓവറോൾ FS ലെവൽ 11A is the answer. അടുത്തത് ദി ആക്ട് ഓഫ് ക്ലാസിഫൈങ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആസ് ഇൻടാഞ്ചിബിൾ അസെറ്റ് ഇൻസ്റ്റെഡ് ഓഫ് എക്സ്പെൻസ്. റവന്യൂ ആയിട്ട് കാണിക്കുന്ന സാധനത്തിനെ ക്യാപിറ്റലൈസ് ചെയ്തു. RF പ്രിൻസിപ്പിൾ എന്ന് വിളിക്കും. അത് ഫൗണ്ടേഷൻ ലെവൽ ക്വസ്റ്റൻ ആണ്. ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ മിസ്റ്റേറ്റ്മെൻറ്റ് കൺസേണിങ് ചാർജിങ് ഓഫ് എൻ ഐറ്റം ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു റവന്യൂ. RF പ്രിൻസിപ്പിൾ എന്ന് വിളിക്കും ഇതിനെ. RF പ്രിൻസിപ്പിൾ. യെസ്, ഓപ്ഷൻ ഡി. അതൊക്കെ ബേസിക് ക്വസ്റ്റൻ ആണ്. നൗ യെസ് കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ കേസ് സ്റ്റഡി ക്വസ്റ്റൻസ് കഴിഞ്ഞു. അടുത്ത വന്നിട്ട് ജനറൽ MCQs ആണെന്ന് തോന്നുന്നു. CA Meena is a statutory auditor of Glow. Her husband has recently joined the company as CFO. ഓക്കെ, അപ്പോൾ ഓഡിറ്ററിൻ്റെ ഭർത്താവ് ഒരു ഓഡിറ്റ് ചെയ്യുന്ന ക്ലയൻറ്റ് എൻറ്റിറ്റിയിൽ CFO ആയിട്ട് ജോയിൻ ചെയ്തു. ഇവർ ഈ RTPയിലും അതെ MTPയിലും അതെ നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ ത്രെട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ കമ്പനീസ് ആക്ടിനെ ടോട്ടലി വയലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ബിക്കോസ് ഒരിക്കലും കമ്പനീസ് ആക്ട് പ്രകാരം ഇറ്റ് ഇസ് നോട്ട് ഗോൺ ടു ഹാപ്പൻ. 141 സബ്സെക്ഷൻ 3 ക്ലോസ് F ഡിസ്ക്വാളിഫിക്കേഷൻ വരും. യു ഷുഡ് ബി ഡിസ്ക്വാളിഫൈഡ് ഇഫ് യുവർ റിലേറ്റീവ് ഇസ് എ കീ മാനേജറൽ പേഴ്സൺ. അപ്പോൾ മീന ഇഫ് ഷീ ഈസ് ഓഡിറ്റർ ഓഫ് ഗ്ലോ ലിമിറ്റഡ്, മീനയുടെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ റിലേറ്റീവ് ആണ്. റിലേറ്റീവിന് എങ്ങനെ CFO ആവാൻ പറ്റും? ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ബട്ട് ദെൻ ദേ ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ദാറ്റ് ആസ്പെക്ട്. അവർ കമ്പനീസ് ആയിട്ട് ശ്രദ്ധിക്കുന്നില്ല. ICAയിൽ ഈ ക്വസ്റ്റൻ സെറ്റ് ചെയ്തേക്കുന്ന ആൾ ദേ ജസ്റ്റ് വാണ്ട് ടു നോ വാട്ട് വെദർ ആ ത്രെട്ട് ടു ഇൻഡിപെൻഡൻസ് നിനക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഒബ്വിയസ്ലി ഇൻഡിപെൻഡൻസ് ത്രെട്ട് വരും, അതിൽ സംശയമൊന്നുമില്ല. സോ ഐ വാണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് 2 things. ഇവിടെ ഒരു കാര്യം ഇസ് ത്രെട്ട് ടു ഇൻഡിപെൻഡൻസ്. SA 200 ഇൻഡിപെൻഡൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് മൈൻഡ് ഉണ്ട്, അപ്പിയറൻസ് ഉണ്ട്, അത് തിയറി. പിന്നെ ഇൻഡിപെൻഡൻസ് എന്തെല്ലാം ത്രെട്ട് വരാൻ ചാൻസ് ഉണ്ട്, ആ ത്രെഡ്സിനെതിരെ ഇത് സേഫ് ഗാർഡ് വയ്ക്കും. ഇത് ഐ തിങ്ക് ദിസ് ഇസ് ദി മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ഇൻ ദി എൻറ്റയർ സിലബസ്. എല്ലാ ഓഡിറ്റ് പേപ്പർ നോക്കിയാലും ഒന്നുകിൽ RTP അല്ലെങ്കിൽ MTP അല്ലെങ്കിൽ പാസ് എക്സാം ഡെഫിനറ്റ് ആയിട്ട് എവറി അറ്റംപ്റ്റ് ആഫ്റ്റർ അറ്റംപ്റ്റ് വന്നുകൊണ്ടേയിരിക്കുന്ന ടോപ്പിക് ഇസ് നമ്മളുടെ ഈ പറയുന്ന ത്രെഡ്സ് ടു ഇൻഡിപെൻഡൻസ് ആണ്. അപ്പോൾ യു നോ ദാറ്റ് ഇസ് വൺ ഏരിയ യു ഹാവ് ടു സ്ട്രോങ്ലി റിവൈസ്. അതൊക്കെ തുടക്കത്തിലേ അങ്ങ് സെറ്റാക്കി വെക്കുക. അതൊന്നും ലാസ്റ്റിലോട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഈ ടോപ്പിക്കൊക്കെ. കാരണം ജസ്റ്റ് ചെറിയ ടോപ്പിക്കാണ്, അത് പഠിക്കാൻ എളുപ്പമാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. ആൻഡ് യു ഗെറ്റ് ഈസി മാർക്ക്. ഒറ്റ മാർക്ക് അടുപ്പിച്ച് ഒറ്റയടിക്ക് കിട്ടും. ആൻഡ് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇസ് ICA MTPയിലെ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ they can make mistakes. Like this question is not logical at all. You can't have your relative as a key managerial person in the company. Okay, അപ്പോൾ യെസ് അതൊന്ന് പറഞ്ഞേ ഉള്ളൂ. അത് ഞാൻ പറയുന്നതിന് കാരണമുണ്ട്. അത് കുറച്ച് ഡിസ്ക്രിപ്റ്റീവോട് വരുമ്പോൾ മനസ്സിലാവും. ICA can make mistakes. ഓക്കെ, കാരണം ഈ ക്വസ്റ്റൻ കണ്ടു, ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ കമ്പനീസ് ആയിട്ടുണ്ട്. Now CA Meena is a statutory auditor. Her husband recently joined the company as a CFO.
CA മീന ഹാസ് അൺഡ്യൂ ഡിപ്പെൻഡൻസ് ഓൺ പ്രൊഫഷണൽ ഫീ. അപ്പോൾ ഫെമിലിയാരിറ്റി ത്രെട്ട് ഉണ്ട്. ഭർത്താവ് അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ത്രെട്ട് വരാൻ ചാൻസ് ഉണ്ട്? ഫെമിലിയാരിറ്റി ത്രെട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ മീന ഹാസ് ഡിപ്പെൻഡൻസി ഓൺ ദ പ്രൊഫഷണൽ ഫീസ് ഓൺ ദ കമ്പനി. ഈ ക്ലയൻറ്റ് അല്ലാണ്ട് വേറെ ക്ലയൻറ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഷീ ഈസ് ഓൾസോ പ്രൊവൈഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസസ്. കമ്പനീസ് ആക്ടിൽ അത് അലൗഡ് ആണ്. 144 പറയുന്ന അത് അലൗഡ് അല്ലല്ലോ. ഷീ ഈസ് ഓൾസോ പ്രൊവൈഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസസ്. ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസ് എന്ന് വെച്ചാൽ സെക്ഷൻ 144 പറയുന്ന സ്പെസിഫൈഡ് സർവീസസ് ആണ്. ആൻഡ് ഓഡിറ്റർ ആയിരിക്കെ 144 സർവീസസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫിക്കേഷൻ വരുമെന്ന് 141 സബ്സെക്ഷൻ 3 ക്ലോസ് ഐയിൽ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ തന്നേക്കുന്നതെന്ന് അറിയില്ല. മേ ബി ഇത്തരം ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം. മേ ബി ഇത്തരം ഇൻഡിപെൻഡൻസ് ത്രെട്ട് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഓഡിറ്റർ ഡിസ്ക്വാളിഫൈഡ് ആകുന്നത്. ആ ഒരു ലോജിക്കിലായിരിക്കും ഇതിൻ്റെ പൈസ ഉദ്ദേശിക്കുന്നത്. എനിവേസ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് പറയുമ്പോൾ അവിടെ സെൽഫ് റിവ്യൂ ത്രെട്ടും ഉണ്ട്. അപ്പോൾ ഫെമിലിയാരിറ്റിയും സെൽഫ് ഇൻട്രസ്റ്റും സെൽഫ് റിവ്യൂ ത്രെട്ടും. ഓപ്ഷൻ ഡി 3 ത്രെട്സ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് പ്ലാനിംഗ് ഓഫ് എൻ ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ട്ണർ റിയലൈസസ് ദാറ്റ് കോംപ്ലക്സ് വാല്യുവേഷൻ ഇഷ്യൂസ് വിൽ അറൈസ്. അക്കോർഡിംഗ്ലി എ വാല്യുവേഷൻ എക്സ്പേർട്ട് ഇസ് എൻഗേജ്ഡ് ഏർലി ഇൻ ദ ഓഡിറ്റ് പ്രോസസ്. അപ്പോൾ പ്ലാനിംഗ് സമയത്ത് എക്സ്പേർട്ടിനെ കൊണ്ടുവരുന്നു. വിച്ച് ബെനിഫിറ്റ് ഈസ് ബീങ് ഡെമോൺസ്ട്രേറ്റഡ് ഹിയർ? ഓഡിറ്റ് പ്ലാനിൻ്റെ SA 300 അഡ്വാൻറ്റേജസിൽ പറയുന്നൊരു പോയിന്റ് ഉണ്ട്. മറ്റേ ഇറ്റ് ഹെൽപ്സ് ടു കോർഡിനേറ്റ് ദ വർക്ക് ഓഫ് എക്സ്പേർട്സ് ആൻഡ് ദ എൻഗേജ്മെന്റ് ടീം മെമ്പേഴ്സ്. ആ കോർഡിനേഷൻ ആസ്പെക്റ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം ഒരു കോംപ്ലക്സ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് എക്സ്പേർട്ടിനെ കൊണ്ടുവരുന്നു. സോ വിച്ച് ബെനിഫിറ്റ് അസിസ്റ്റിംഗ് ഇൻ ദ കോർഡിനേഷൻ ഓഫ് ദ വർക്ക് ഡൺ ബൈ എക്സ്പേർട്സ്. അത് തന്നെയാണ് ഇവിടുത്തെ ആസ്പെക്ട്. അഡ്വാൻറ്റേജിൽ പറഞ്ഞ പോയിന്റ് അത് മാത്രമേ ഉള്ളൂ. റിസോൾവ് പൊട്ടൻഷ്യൽ പ്രോബ്ലം. ഇവിടെ പൊട്ടൻഷ്യൽ പ്രോബ്ലത്തിൻ്റെ കാര്യം മതിയല്ലോ. ഒരു കോംപ്ലക്സ് വാല്യുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ആണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പ്രസിഡന്റ് ആക്ഷൻസ് പൊസിഷൻ ഓഫ് എൻഗേജ്മെന്റ് ടീം അല്ല. ഇറ്റ്സ് പ്രോപ്പർ കോർഡിനേഷൻ പോയിന്റ് ആണ്. During the audit of FAN Private Limited, the auditor finds that the company has defaulted on the loan repayments and is unable to pay the creditors on time. The MCQ അല്ലേ? MCQ ആണ്. The auditor is having doubts over the going concern status of the company. Management refuses to make any assessment of its going concern. We are unable to obtain evidence about the management's use of going concern. We are unable to obtain evidence. Management ചെയ്യുന്നില്ല. We'll have to modify the opinion. What implication does this have on the audit report? Modify ചെയ്യുക. ഇഷ്യൂ ഡിസ്ക്ലെയിമർ ഓർ ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ബി അല്ലെ? SA 570 ബേസ് ക്വസ്റ്റൻ ആണ്. മാനേജ്മെന്റ് ഗോയിങ് കൺസേൺ അസംഷൻ നടത്തുന്നില്ല, അല്ലെങ്കിൽ നടത്തിയതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഓപ്ഷനെ അൺമോഡിഫൈഡ് ഇനി കൊടുക്കാൻ പറ്റത്തില്ല, മോഡിഫൈ ചെയ്യേണ്ടി വരും. ഇത് കീ ഓഡിറ്റ് മാറ്ററിൽ പറയുന്ന കാര്യമല്ല. ബിക്കോസ് സംതിങ് വിച്ച് റിക്വയർസ് മോഡിഫിക്കേഷൻ കാൺ ബി സെഡ് മിയർലി ഇൻ ദ കീ ഓഡിറ്റ് മാറ്റേഴ്സ്. സോ യെസ്, മോഡിഫൈ ചെയ്യണം. നോ ഇമ്പാക്റ്റ് ഒന്നും പറയേണ്ട ആവശ്യമല്ല. ഇറ്റ് ഇസ് ബി. വി ഹാവ് ടു മോഡിഫൈ, ഗിവ് എ ഡിസ്ക്ലെയിമർ ഓർ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആസ് ദ കേസ് മേ ബി. That is the question. So നമ്മുടെ കേസ് സ്റ്റഡി MCQസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? യെസ്. സോ നൗ മൂവിങ് ഓൺ ടു ദ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് ഓഫ് ദ MTP. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, okay, what is the question? Explain under what circumstances should an auditor design and perform test of controls to obtain sufficient appropriate evidence about the operating fitness of relevant controls. Okay. Under which circumstances should an auditor design and perform test of controls? SA 330 based question ആണ്. And SA 330 ഒക്കെ frequently asked topic അല്ല. And you know when IC brings these questions, ഈ ടോപ്പിക് ഒക്കെ കൊണ്ടുവരുന്നത് അറ്റംപ്റ്റ് ഒന്ന് ടഫ് ആക്കുന്ന അറ്റംപ്റ്റുകളാണ്. Jan 25 had this. Okay. SA 330 പറയുന്നുണ്ട്, ഇൻ വിച്ച് സിറ്റുവേഷൻസ് വിൽ ദി ഓഡിറ്റർ പെർഫോം TOC. ഓഡിറ്റർ TOC ചെയ്യുന്നപ്പോഴാണ്. ഓഡിറ്റർ TOC ചെയ്യുന്ന മെയിൻലി 2 സിറ്റുവേഷൻസിലല്ലേ. ഇൻ ലാർജ് എൻറ്റിറ്റീസ് വെയർ ഇൻ എ ഹ്യൂജ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അത്തരം സിറ്റുവേഷൻസിൽ ഡയറക്റ്റ് TOD പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ വി സ്റ്റാർട്ട് വിത്ത് TOC. ആൻഡ് ബേസ്ഡ് ഓൺ ദ ഇഫക്റ്റീവ്നെസ് ഓഫ് കൺട്രോൾസ് വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ TOC, വി വിൽ ഡിസൈൻ ദ എക്സ്റ്റെൻഡ് ഓഫ് പ്രൊസീജിയേഴ്സ്. കൺട്രോൾസ് വീക്കായ സ്ഥലങ്ങളിൽ കൂടുതൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യും, ആൻഡ് വൈസ് വേഴ്സ. Also, നമ്മളുടെ we have an expectation, that reasonable expectation that the client is using what internal controls. Clientന്റെ internal controls plays a very important role in the financial reporting. Client internal controls ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, and we want to rely on the controls in this audit. അതായത് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? TOC ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾസോ ലാർജ് എൻറ്റിറ്റീസിൽ ഈ പറയുന്ന TOD പോസിബിൾ അല്ലാത്ത സിറ്റുവേഷൻസിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? TOC. ഇത് എവിടെ പറയുന്നതാണ്? SA 330 പറയുന്ന ടോപ്പിക്കാണ്. ഐ വിൽ ഷോ യു ദാറ്റ് ഏരിയ. SA 330 നമ്മുടെ മെറ്റീരിയൽ എടുക്കുക. SA 330 വിൽ ബി ഇൻ പേജ് നമ്പർ 50 ശേഷം തോന്നുന്നു.
Just a second, I will show you that area in our book. Material. Okay. Essay 330 comes where? Okay, yeah. Page number 47 ഈ ടോപ്പിക് പറയുന്നുണ്ട്. These are the audit procedures. Test of controls are the audit procedures to evaluate the effectiveness of controls. നോക്കിയേ ഈ ടോപ്പിക് ഈ ഒരു ഏരിയ നോക്കിയേ, ഈ ഏരിയ നോക്കിയേ. The auditor shall design and perform TOC to obtain sufficient appropriate evidence regarding the effectiveness of controls when രണ്ട് situations. The auditor's assessment of ROMM includes an expectation that controls are operating free. Client internal controls use ചെയ്യുന്നുണ്ട്. Auditor's assessment of ROMM includes the expectation that the controls are operating. That is, audit intends to rely on the effectiveness of controls. നമുക്ക് ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗമായിട്ട് ഫർദർ പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗമായിട്ട് കൺട്രോൾസ് റിലൈ ചെയ്തേ പറ്റൂ. കൺട്രോൾസിനെ, കാരണം ദ ക്ലയൻറ്റ് ഇസ് യൂസിങ് ലോട്ട് ഓഫ് കൺട്രോൾസ്. ക്ലയൻറ്റിൻ്റെ പല ആക്ടിവിറ്റീസും ഓട്ടോമേറ്റഡ് ആണ്, ഇന്റേണൽ കൺട്രോൾസ് വർക്കിംഗ് ആണ്, ഇന്റേണൽ കൺട്രോൾ ബേസ്ഡ് ആയിട്ടാണ് അവൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സംഭവിക്കുന്നത്. സോ നമുക്ക് ആ കൺട്രോൾസിനെ റിലൈ ചെയ്യണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാണ്ട് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, റിലൈ ചെയ്യാൻ പറ്റത്തില്ല. കൺട്രോൾസ് തരുന്ന ഡേറ്റ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു ചെക്ക് ദ കൺട്രോൾസ്, റൈറ്റ്? ഓർ അടുത്ത സിറ്റുവേഷൻ, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് അലോൺ കനോട്ട് പ്രൊവൈഡ് സഫീഷ്യൻ അപ്രോപ്രിയേറ്റ് എവിഡൻസ് അറ്റ് ദി അസസ് ലെവൽ. ലൈക്ക് ബാങ്ക് ഓഡിറ്റ് ഒക്കെ ലാർജ് എൻറ്റിറ്റീസ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് അലോൺ we can't do. So start with TOC, then move towards what? ഇത്. And ഇതെന്തിനാണ് ചെയ്യുന്നത്? In designing and performing TOC, we shall obtain more persuasive audit evidence, greater the reliance you place on the controls. A higher level of assurance may be sought about the effectiveness of controls when the approach primarily consists of TOC. പിന്നെ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് എന്തൊക്കെ ചെയ്യും അതൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ചോദിക്കുന്നത് എന്താണ്? The question is MTP 1 Jan 26. What is the question? എക്സ്പ്ലെയിൻ അണ്ടർ വാട്ട് സർക്കംസ്റ്റൻസസ്. ഈ രണ്ട് സർക്കംസ്റ്റൻസസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന TOC ചെയ്യേണ്ടത്. ആൻഡ് ഡിസ്കസ് ദ ടൈപ്പ് ആൻഡ് ലെവൽ ഓഫ് ഓഡിറ്റ് എവിഡൻസ് റിക്വയർഡ് ടു സപ്പോർട്ട് ദി ഓഡിറ്റേഴ്സ് കൺക്ലൂഷൻ. നമുക്ക് പെർസ്വേസീവ് എവിഡൻസ് വേണം. ഓൾസോ എക്സ്പ്ലെയിൻ ദ ലെവൽ ഓഫ് അഷുറൻസ് വി സീക്ക് റിഗാർഡിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് കൺട്രോൾസ്. ഓക്കെ, സെയിം തിങ് ഉള്ളി, പെർസ്വേസീവ് എവിഡൻസ് കിട്ടേണ്ടത് അല്ലേ? ഓക്കെ, ആൻസർ നോക്കാം നമുക്ക്. ദി ഓഡിറ്റർ ഷുഡ് ഡിസൈൻ ആൻഡ് പെർഫോം TOC ഇനി ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് സിറ്റുവേഷൻസ്. We intend to rely on the effectiveness of controls for the purpose of risk assessment, and also or substantive procedures alone cannot provide sufficient evidence. Now, in designing TOC, the auditor shall obtain more persuasive evidence greater the reliance you place on the internal controls. ഇപ്പോൾ കണ്ടിട്ടുള്ള സെയിം സെൻറ്റൻസ് നമ്മുടെ മെറ്റീരിയൽ ഞാൻ കാണിച്ചിട്ടുള്ള സെയിം സെൻറ്റൻസ് ആണത്. This includes examining system logs, testing automated controls, etc. Because ആ കേസിൽ പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ ഒരുപാട് ഓട്ടോമേഷൻസ് വല്ലതും ഉണ്ടെന്ന്. A higher level of assurance may be sought about the effectiveness of controls when the approach primarily consists of TOC. അവിടെ എക്സാക്ട്ലി ടെക്സ്റ്റ് ബുക്കിലത്തെ സെയിം സെൻറ്റൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്ക് നോക്കിയാൽ എ ഹയർ ലെവൽ ഓഫ് അഷുറൻസ് മേ ബി സോട്ട് അബൌട്ട് ദ ഓപ്പറേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് കൺട്രോൾസ് വെൻ ദി അപ്രോച്ച് കൺസിസ്റ്റ് പ്രൈമർലി ഓഫ് TOC, ആൻഡ് ഇൻ പർട്ടിക്കുലർ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഒബ്റ്റെയിൻ എവിഡൻസ് ഫ്രം എനി അതർ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ നമുക്ക് മോർ വി വാണ്ട് ടു റിലൈ ഓൺ ദ ഇന്റേണൽ കൺട്രോൾസ് ഓഫ് ദ ക്ലയൻറ്റ്, മോർ ലെവൽ ഓഫ് അഷുറൻസ് വി വാണ്ട് അബൌട്ട് ദ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്, വർക്കിംഗ് ഓഫ് ദ കൺട്രോൾസ്. In designing and performing test of controls, we shall obtain persuasive evidence. We shall obtain more persuasive evidence greater the reliance we place on control. Same thing. Okay ആണോ? ഈ ഒരു ആസ്പെക്റ്റ് ആണ് ആ ക്വസ്റ്റിൻ്റെ രണ്ടാമത്തെ റീജിയനിൽ അവർ ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ് Jan 26 MTPയിലത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1B. ഓക്കെ, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വന്നേക്കുന്നത് നമ്മുടെ essay 300ത്തെ preliminary engagement activity. Identify the 3 main preliminary engagement activities that the auditor and his team must perform as part of planning process. Planning processന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യനിൽ CA is overseeing the planning process. Before finalizing strategy, he is focusing on PEA. He needs to ensure that relationship with the client can be continued. Acceptance and continuance of client relationship. Engagement team remains independent. Compliance with ethical requirements including independence, and the terms of engagement are clearly documented. Agreeing to the terms of engagement. അപ്പോൾ essay 220 രണ്ട് കാര്യങ്ങളും ടോട്ടൽ ഒരു കാര്യം കൂടി ചേർന്നിട്ട് PEA ആവുന്നു. essay 300 ഐഡന്റിഫൈ ദ 3 മെയിൻ എൻഗേജ്മെന്റ് ആക്ടിവിറ്റി. ആ 3 പോയിന്റ്സ് എഴുതാം. essay 300 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദ കണ്ടിന്യൂൻസ് ഓഫ് ക്ലയന്റ് റിലേഷൻഷിപ്പ്. ലിസ്റ്റ് ദ മാറ്റേഴ്സ് ദ ഫേം ഷുഡ് കൺസിഡർ. അപ്പോൾ SQC റിക്വയർമെന്റ് വന്നിട്ടുണ്ട്. ഹൗ ടു ചെക്ക് ദ ഇന്റഗ്രിറ്റി ഓഫ് ദ ക്ലയന്റ്, അതായത് പ്രിൻസിപ്പൽ ഓണേഴ്സിന്റെ ബിസിനസ് റെപ്യൂട്ടേഷൻ നോക്കുക. വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദ ബിസിനസ് ഓപ്പറേഷൻസ്, എനി ഇൻഡിക്കേഷൻ ദ ദേ ഹാവ് ഇൻവോൾവ് ഇൻ എനി മറ്റേ മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസ്, എനി ഇൻഡിക്കേഷൻസ് ഓഫ് റെസ്ട്രിക്ഷൻസ് ഓഫ് ദ സ്കോപ്പ് ഓഫ് ദി ഓഡിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടോപ്പിക്സ് എവിടെ പറയുന്നുണ്ട്, നമ്മുടെ SQC 1 പറയുന്നുണ്ട്. essay 220 SQC ടോപ്പിക്സിൽ SQCയിൽ വരുന്ന ടോപ്പിക്കാണ് ഇതൊക്കെ. ഓക്കെ ആണോ? ദിസ് ഇസ് SQC 1 ടോപ്പിക്. കാരണം ഫേം ചെയ്യേണ്ട കാരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ SQC ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എനിക്ക് തോന്നുന്നില്ല വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. സ്ട്രേറ്റ് ഫോർവേഡ് ഡയറക്റ്റ് ഇതേപോലത്തെ പോയിന്റ്സ് യു ക്യാൻ സീ ഇൻ ദ മെറ്റീരിയൽ. ദർ ഇസ് നോ ഇഷ്യൂ. ഇവിടെ ഡൗട്ട് വരാൻ പോകുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ 1C.
അഗെയിൻ SA 500 ബേസ്ഡ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. SA 500 റെലവൻസ് എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് അബൌ വാട്ട് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് റെലവൻസ്. എന്തോ റെലവൻസ് വെച്ചാൽ പെർസ്വേസീവ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് വേണമെങ്കിൽ നമുക്ക് സഫീഷ്യൻറ്റും അപ്രോപ്രിയറ്റും റെലവൻറ്റും ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് വേണമെന്ന് അറിയാം. സഫീഷ്യൻസി മെഷർ ഓഫ് ക്വാണ്ടിറ്റി, അപ്രോപ്രിയൻസ് മെഷർ ഓഫ് ക്വാളിറ്റി. ആൻഡ് ഇവിടെ ചോദിച്ചിരിക്കുന്ന റെലവൻസ് ഇസ് ദ ലോജിക്കൽ കണക്ഷൻ ആൻഡ് ഇൻഫർമേഷൻ ഹാസ് വിത്ത് ദി ഒബ്ജക്റ്റീവ് അണ്ടർ കൺസിഡറേഷൻ. വൈ ദി ഓഡിറ്റർ ഷുഡ് കൺസിഡർ ബോത്ത് റെലവൻസ് ആൻഡ് റിലയബിലിറ്റി വൈൽ ഫോമിംഗ് ദി ഒപ്പീനിയൻ എന്നാൽ മാത്രമേ പെർസ്വേസീവ് ആകത്തുള്ളൂ. സി ഇത് ജനറൽ ക്വസ്റ്റൻ ആണ്. ലൈക്ക് ഇതൊന്നും SA 500 ഓഡിറ്റ് എവിഡൻസ് എന്താണെന്ന് പറയാം. ഒപ്പീനിയൻ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഇറ്റ്സ് നെവർ ആർബിട്രറി, ഇറ്റ് ഇസ് ഓൾവേസ് ബേസ്ഡ് ഓൺ പെർസ്വേസീവ് ആയിട്ടുള്ള എവിഡൻസ്. പെർസ്വേസീവ് എവിഡൻസ് കിട്ടണമെങ്കിൽ ദി എവിഡൻസ് വി കളക്ട് ഷുഡ് ബി സഫീഷ്യൻ അപ്രോപ്രിയേറ്റ് ആൻഡ് റെലവൻറ്റ്. റെലവൻസ് വെച്ചാൽ എന്താണ്, അതെല്ലാം ഇതിൽ പറയാവുന്ന ടോപ്പിക്. ഇതിന് ആൻസർ നോക്കിയേ. റെലവൻസ് ഡീൽസ് വിത്ത് ദ ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദി പ്രൊസീജിയേഴ്സ് ആൻഡ് ദി അസേർഷൻസ്. ഇൻ ദി ഗിവൺ കേസ് ടെസ്റ്റിംഗ് ദി അക്കൗണ്ട്സ് പേയബിൾ മേ ബി റെലവൻറ്റ് when verifying over statement etc. Okay. The direction and purpose of testing affect the relevance of audit evidence. Question in the trade payables in the check in Samir is conducting an audit of ABC Limited. While testing the accounts payable, the audit team decided to examine the trade payables second Samir. Auditor decided to examine the recorded balances appearing in the books. Okay, books check cheyan. How the engagement partner pointed out that this may not be sufficient to detect possible understatements. He advised the team to test subsequent disbursements, unpaid invoices, supply statements എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം റെലവൻ്റ് ആണ്. ബിക്കോസ് അണ്ടർസ്റ്റേറ്റ്മെൻറ്റിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഇതെല്ലാം ചെക്ക് ചെയ്യണം. എൻഗേജ്മെൻറ്റ് പാർട്ണർ പറഞ്ഞാൽ തെറ്റില്ല. അങ്ങനെയൊക്കെ എഴുതി വയ്ക്കുക. ആ കേസ് ആ ക്വസ്റ്റിനെ അവരെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുക. ബേസിക്കലി റെലവൻസ് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. ഇറ്റ് ഇസ് എ ലോജിക്കൽ കണക്ഷൻ ഇൻഫർമേഷൻ ഹാസ് വിത്ത് ഒബ്ജക്റ്റീവ് അണ്ടർ കൺസിഡറേഷൻ. എന്നിട്ട് ഈ ക്വസ്റ്റിൽ ഈ ചെയ്തേക്കുന്ന കാര്യങ്ങൾ റെലവൻ്റ് ആണോ, അപ്പോൾ ആ ക്വസ്റ്റിലത്തെ എന്താണ് സിറ്റുവേഷൻ അത് അതേപോലെ തന്നെ കോട്ട് ചെയ്യാം. ഇൻ ദി ഗിവൺ കേസ് ടെസ്റ്റിംഗ് ദ റെക്കോർഡഡ് അക്കൗണ്ട്സ് പേയബിൾ മേ ബി റെലവൻറ്റ് വെൻ വെരിഫൈങ് ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ബട്ട് ഫോർ ഡിറ്റക്ടിങ് അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ബാക്കിയെല്ലാം ചെക്ക് ചെയ്യണം. പിന്നെ എന്തിനാണ് റെലവൻസ് റിലയബിലിറ്റി നോക്കുന്നത്? പെർസ്വേസീവ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടും. ഓഡിറ്റർ മസ്റ്റ് കൺസിഡർ ബോത്ത് റെലവൻസ് ആൻഡ് റിലയബിലിറ്റി. റെലവൻസ് ആൻഡ് റിലയബിലിറ്റി മാത്രമല്ല, ഏതും കൂടി ഉണ്ട്, സഫീഷ്യൻസി നോക്കണം. As the quality of audit evidence depends on these factors, relevance ensures that the evidence logically relates to the assertion. Repeat വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. Only evidence that is both relevant and reliable can provide a sound base for expressing opinion. General question. Persuasive ആയിട്ടുള്ള എവിഡൻസ് അല്ലേ, നമുക്ക് ആ കാര്യം ഡയറക്റ്റായിട്ട് പറഞ്ഞാൽ മതി. പെർസ്വേസീവ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് കിട്ടണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് സഫീഷ്യനും അപ്രോപ്രിയേറ്റും റെലവൻറ്റും ആകണമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. WXY is a trading company that maintains large quantity of inventory. SA 501 ആവാൻ ചാൻസ് ഉണ്ട്. During the audit year, some inventory belonging to the company were stored with a third party. At the same time, warehouse also contained goods received on consignment basis. Okay. നമ്മുടെ ചില സ്റ്റോക്ക് തേർഡ് പാർട്ടിയുടെ കയ്യിലാണ്, പിന്നെ തേർഡ് പാർട്ടിയുടെ കുറേ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ എന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ. ഓഡിറ്റർ വാണ്ട് ടു വെരിഫൈ വെദർ ദ ഇൻവെൻട്രി ബാലൻസ് ഇൻക്ലൂഡ് ഇൻ ദി FS ഇസ് കംപ്ലീറ്റ്. ഇത് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ആണ്. ചാപ്റ്റർ നമ്പർ 5 ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റത്തിൽ ഇൻവെൻട്രി ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. ഇൻവെൻട്രിയുടെ കംപ്ലീറ്റ്നെസ് ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ടു എക്സ്പ്ലെയിൻ വാട്ട് ദ കംപ്ലീറ്റ്നെസ് അസേർഷൻ ഫോർ ഇൻവെൻട്രി റിക്വയർസ് ആൻഡ് സ്റ്റേറ്റ് ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അത് ഡയറക്റ്റ് ഉണ്ടാ, അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള 4-5 പോയിന്റ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന ടോപ്പിക്കാണ്. നമുക്ക് ഈ ഇടയ്ക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ചിട്ട്. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്റർ എങ്ങനെ ഡീൽ ചെയ്യാം. ആ റീൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എല്ലാ RTP NTPയിലും ഒക്കെ പറയുന്ന ടോപ്പിക് ഉണ്ട്. ഈ സംഭവം ക്ലാസ്സിലും പറഞ്ഞതാണ്. നമുക്ക് 3-4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസേ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൽ. ആകെപ്പാട് അത്രയും വെറൈറ്റി ഉള്ളൂ അതിൽ ചോദിക്കാൻ പോകുന്നത്. അതിലിപ്പോൾ മെയിനായിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതുപോലെ 4-5 മാർക്കിന് വരാവുന്ന ടോപ്പിക്കാണ്. ഏതെങ്കിലും അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം ചോദിക്കുക. അതായത് ആ ചാപ്റ്ററിൽ മൊത്തം 14 ഐറ്റത്തിൽ ആദ്യത്തെ 10 എണ്ണം, ആ 10 എണ്ണത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നിൽക്കുന്നത്. അതിലൊരെണ്ണമാണ് ഇൻവെൻട്രി. ഓക്കെ, ആദ്യത്തെ 10 ഐറ്റത്തിന് ആണ് അസേർഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. യൂഷ്വലി റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, എക്സിസ്റ്റൻസും വാല്യുവേഷനുമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ഇൻവെൻട്രിയിൽ നിങ്ങളുടെ ക്ലാസ് ഇരുന്നിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കംപ്ലീറ്റ്നെസ്സിൻ്റെ പോയിന്റും കൂടി ടെക്സ്റ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇൻവെൻട്രിയിൽ എപ്പോഴും ഈ കംപ്ലീറ്റ്നെസ് ആസ്പെക്ട് ഇടയ്ക്കിടയ്ക്ക് അഫക്റ്റ് ആവുന്ന സംഭവമാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഈ 10 ഐറ്റത്തിൻ്റെയും ഈ അസേർഷൻസ് 4 ഐറ്റംസ് ഇങ്ങനെ 4 പോയിന്റ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു സ്റ്റേ ഇൻ യുവർ മെമ്മറി. നിങ്ങൾ തന്നെ എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ആ 10 ഐറ്റത്തിന്, ആ ചാപ്റ്ററിൽ 10 ഐറ്റത്തിൻ്റെയും ഈ പറയുന്ന 3-4 അസേർഷൻസ് അത് മെയിനായിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക, അതെങ്ങനെ ചെക്ക് ചെയ്യുന്നുള്ള ഒരു 4-5 പോയിന്റ് എഴുതി റെഡിയാക്കണം എന്ന് എപ്പോഴും പറയുന്ന ടോപ്പിക്കാണ്. അത് വലിയ പാടൊന്നും വരത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷെയർ ക്യാപിറ്റലാണോ പ്രോപ്പർട്ടി പ്ലാൻ ഡോക്യുമെൻറ്റ്സ് ആണോ ഓർമ്മയില്ല, ഏതിൻ്റെയോ ചിലതിൻ്റെയൊക്കെ ചില പ്രൊസീജിയേഴ്സ് ഒരേ അസേർഷൻ അല്ല, ഒരേ സമയം ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയർ
മൾട്ടിപ്പിൾ അസേഷൻസിനെ കവർ ചെയ്യും. അപ്പോൾ ഈ 4 പ്രൊസീജിയർ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നിലധികം അസേഷൻസ് കവറായി പോകും. ഇപ്പോൾ പഠിക്കാൻ ആക്ച്വലി വലിയ സീനില്ല. നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക. ഇത് നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 5-ത്തെ ടോപ്പിക്കാണ്. ഞാനത് കാണിച്ചു തരാം. നമ്മുടെ ICA മെറ്റീരിയലിൽ ചാപ്റ്റർ നമ്പർ 5 ആണ് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ്. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റത്തിൽ ഈ ഇൻവെൻട്രി പേജ് നമ്പർ 5.50 കിടക്കുന്നുണ്ട്. ഈ ഇൻവെൻട്രിക്കകത്ത് ഇൻവെൻട്രീസിൻ്റെ കംപ്ലീറ്റ്നെസ് എങ്ങനെ ചെക്ക് ചെയ്യും? ദിസ് ഇസ് ദ ഏരിയ വിച്ച് ഇസ് ആസ്ക്ഡ് നൗ. MTP 1 ഓഫ് Jan 26 വന്നിട്ടുള്ളത് ഇതാണ്. We have to confirm whether the inventory held by only the inventory held by the entity has been recorded in the FS and do not include the inventory that belong to third party. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യുക? We can perform analytical procedures, compute the inventory turnover ratio, perform vertical analysis, compare budget expectation. നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം സംഭവങ്ങൾ എഴുതിയാൽ മതി പിള്ളേരെ. ഇതെല്ലാം കൂടി ഇതേപോലെ ടെക്സ്റ്റ് ബുക്ക് ഫുൾ കാണാൻ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ 137 പേജാണ്. ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ്. നിങ്ങൾക്ക് പേജ് നമ്പർ ഇവിടെ തെളിഞ്ഞു വരത്തില്ല അല്ലേ? ഇല്ല, ഇത് മൊത്തം 137 പേജ് ഉണ്ട് ഈ ചാപ്റ്റർ. നോക്കണ്ട, ഇങ്ങനെ പഠിക്കുക. പെർഫോം അപ്പോൾ എങ്ങനെയാണ് കംപ്ലീറ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്തു നോക്കാം. ബൈ കമ്പയറിംഗ് ദ ബഡ്ജറ്റ്സ്, പ്രീവിയസ് ഇയർ ഫിഗേഴ്സ്, ഡൂയിങ് ടെസ്റ്റ് ട്രെൻഡ് അനാലിസിസ് എക്സെട്ര. എക്സാമിൻ ദ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റിലേറ്റഡ് ഇൻവെൻട്രി സച്ച് ആസ് ഇൻവെൻട്രിയുടെ വെയിറ്റും അതർ മെഷർമെൻറ്റ്സിൻ്റെയും ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവൻ്റെ ഇൻവെൻട്രി ഏതൊക്കെയാണെന്ന് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ. എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്, ആ റെക്കോർഡ് ചെയ്തേക്കുന്ന സാധനം തന്നെയാണ് അവിടെ കാണുന്നത്. ഈ റെക്കോർഡ്സിൽ കാണുന്ന ഈ ക്വാണ്ടിറ്റിയും സ്പെസിഫിക്കേഷൻസും ഇല്ലാത്ത വല്ല സാധനം അപ്പുറത്തുണ്ടോ? അതാണ് നമ്മൾ കൺഫേം ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ പെർഫോം ദ പർച്ചേസ് ആൻഡ് സെയിൽസ് കട്ട് ഓഫ്, ട്രേസ് ദ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് എക്സെട്ര. വിത്ത് റെസ്പെക്ട് ടു ടാഗ്ഡ് ഇൻവെൻട്രി പെർഫോം ടെസ്റ്റ് ഫോർ ഒമിറ്റഡ് ട്രാൻസാക്ഷൻസ്. എന്തെങ്കിലും ഒമിഷൻസ് വന്നിട്ടുണ്ടോ? വെരിഫൈ ക്ലറിക്കൽ ആക്യുറസി, റിക്കൺസൈൽ ദ ഇൻവെൻട്രി വിത്ത് ദ റെക്കോർഡ്സ്, റിക്കൺസൈൽ ഫിസിക്കൽ കൗണ്ട്സ് വിത്ത് ജനറൽ ലെഡ്ജർ, റിക്കൺസൈൽ ഇൻവെൻട്രി. ഏതെങ്കിലും ഒരു 4-5 പോയിന്റിൽ മിനിമം പഠിച്ചു വെക്കണം. മിക്കവാറും ഇത് തന്നെയായിരിക്കും അവർ എഴുതിയേക്കുന്നത് കേട്ടോ. ഇതേ പോയിന്റ്സ് തന്നെയായിരിക്കും അവിടെയും ആൻസറിൽ വന്നിരിക്കാൻ ചാൻസ് ഉള്ളത്. ലെറ്റ് മീ സീ വാട്ട് ഇസ് ദി ആൻസർ. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, പെർഫോം ഓഡിറ്റ് പ്രൊസീജിയർ വെരിഫൈ ദ കംപ്ലീറ്റ് ഇൻവെൻട്രി, പെർഫോം സെയിം സംഭവം. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്ത് നോക്കുക. എക്സാമിൻ ദ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സച്ച് ആസ് വെയിറ്റും അതർ മെഷർമെൻറ്റ്സും ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ പർച്ചേസ് ആൻഡ് സെയിൽ കട്ട് ഓഫ് ചെയ്ത് നോക്കുക. ടാഗ്ഡ് ഇൻവെൻട്രിയിലാണെങ്കിൽ ടെസ്റ്റ് ദ ഒമിറ്റഡ് ട്രാൻസാക്ഷൻ. പിന്നെ മറ്റേ 3 റിക്കൺസൈൽ 1. സെയിം തിങ് they have done the same thing only. 9 പോയിന്റ് ഉണ്ട്. 9 പോയിന്റ് ഒന്നും പഠിച്ചാൽ നല്ലത്. പക്ഷേ എത്ര എന്ന് വെച്ചാൽ പഠിക്കുന്നത്? അതായത് ഇൻവെന്ററി ജസ്റ്റ് 1 ഐറ്റം. ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, റിസർവ്സ് ഉണ്ട്, PPE ഉണ്ട്, ഇൻടാഞ്ചിബിൾസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, റിസീവബിൾസ് ഉണ്ട്, അഡ്വാൻസ് ഉണ്ട്, ബോറോയിങ്സ് ഉണ്ട്. 10 ഐറ്റംസ് എന്നുണ്ട്. ഈ 10-11 ഐറ്റത്തിൻ്റെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ അങ്ങനെ ചെക്ക് ചെയ്യും, കംപ്ലീറ്റ്നെസ് ചെക്ക് ചെയ്യും, വാല്യൂഷൻ ഒക്കെ ചെക്ക് ചെയ്യും. ഓരോന്നും ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം അതാ പറയും, മിനിമം ഒരു 4-5 പോയിന്റ്സ്. നിങ്ങൾ ആ ലിസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് യു ക്രിയേറ്റ് എ ലിസ്റ്റ്. ആ ലിസ്റ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടേ ആ പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരു ടോപ്പിക്. എപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ ടോപ്പിക്കാണ്. യു ഹാവ് ടു ഡു ദാറ്റ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് ചെയ്തേ പറ്റൂ. പാസ് ആവണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകുമ്പോഴത്തേക്കും വി ഹാവ് ദ 2B. ഇപ്പോൾ ചെയ്ത് 2A ആയിരുന്നല്ലേ. ഓക്കെ, 2Bയിലോട്ട് വരുമ്പോഴത്തേക്കും വി ഹാവ് വാട്ട്? ബാങ്ക് ഓഡിറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻഡ് ഈ ക്വസ്റ്റ്യനിൽ ഒരു സീൻ വരുന്നുണ്ട്, ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, ഐ വിൽ ടെൽ ദാറ്റ്. ഡ്യൂറിംഗ് ദി ഓഡിറ്റ് ഓഫ് SITU bank, auditor reviews the loan portfolio and comes across the account of Neemtree Infrastructure. Neemtree എന്നത് നമ്മുടെ ഒരു ക്ലയൻറ്റ്, നീം, which has outstanding balance of 10 കോടി. 1 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ലക്ഷമാണ്. അപ്പോൾ 10 കോടി എന്ന് പറയുമ്പോൾ 1000 lakh ആണ്. ദിസ് ഈസ് ദി ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. 1000 ലക്ഷം. 10 കോടി. 1 കോടി എന്ന് വെച്ചാൽ 100 ലക്ഷമാണ്. ഓക്കെ, the latest valuation report by an RBI approved valuer indicates that realizable value of the security available. ഈ 1000 ലക്ഷം അവൈലബിൾ ആയിട്ടുള്ള ലോണിനെതിരെ എത്ര സെക്യൂരിറ്റിയുടെ വാല്യൂ എത്രയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്? 80 lakh ഉള്ളൂ. ദ വാല്യൂ ഓഫ് ദ സെയിം സെക്യൂരിറ്റി ഡ്യൂറിംഗ് ദ പ്രീവിയസ് RBI ഇൻസ്പെക്ഷൻ വാസ്, അതായത് ഒറിജിനൽ വാല്യൂ ഓഫ് സെക്യൂരിറ്റി, ഈ ലോൺ കൊടുത്ത സമയത്ത് ഒറിജിനൽ വാല്യൂ ഓഫ് സെക്യൂരിറ്റി വാസ് 6 CR. ഇപ്പോൾ മേ ബി വേറെയും കൊലാട്രൽസ് ഉണ്ടാവും. കാരണം ഒരിക്കലും 10 കോടിയുടെ ലോണിന് 6 കോടി ആയിരിക്കത്തില്ല സെക്യൂരിറ്റി. വേറെയും സെക്യൂരിറ്റീസ് ഉണ്ടാവും. ഒരുപാട് സെക്യൂരിറ്റി ഉള്ളതിൽ 1 സെക്യൂരിറ്റി ഇസ് ദിസ് ഓൺലി. ഒരു സെക്യൂരിറ്റി എന്നുള്ളത് 6 കോടി. 6 കോടി എന്ന് പറയുമ്പോൾ 600 ലക്ഷം. ഈ 600 ലക്ഷത്തിൻ്റെ സെക്യൂരിറ്റിയാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചേക്കുന്നത്? ഇറോഡ് ചെയ്തിട്ട്
എത്ര അയക്കുന്നത്? 80 lakh അയക്കുന്നത്. ഡു യു സീ ദാറ്റ്? ഓക്കെ ആണോ? കാണാൻ വരുന്നുണ്ടാവോ? നമ്മളുടെ 600 ലക്ഷത്തിൻ്റെ സാധനമാണ് ഇപ്പോൾ എങ്ങോട്ട് അയക്കുന്നത്? 80 ലക്ഷം അയക്കുന്നത്. സോ അവിടെ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. The question is going to be this: what would be the appropriate provisioning treatment? ഇത് ഇറോഷൻ ഇൻ ദ വാല്യൂ ഓഫ് സെക്യൂരിറ്റി എന്നുള്ള പോയിന്റാണ്. ഇറോഷൻ ഇൻ ദ വാല്യൂ ഓഫ് സെക്യൂരിറ്റീസ് എന്നുള്ളൊരു ഏരിയയിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഉണ്ട്. അതായത് രണ്ട് റൂൾസ് ഉണ്ട് ഇവിടെ പഠിക്കാനായിട്ട്, അല്ലേ? ഒന്നാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ലോണിനെതിരെ ഒരു സെക്യൂരിറ്റി, ഓക്കെ, ബാങ്ക് ഒരു ലോൺ കൊടുത്തിട്ടുണ്ട്, ബാങ്ക് ഹാസ് an advance against a security. Now what happens is, if the security value erodes, now two situations happen. ഫസ്റ്റ് സിറ്റുവേഷൻ വെച്ചാൽ, സെക്യൂരിറ്റിയുടെ ഒറിജിനൽ വാല്യൂ എത്രയാണോ, ഈ ലോൺ കൊടുക്കുന്ന സമയത്ത് ബാങ്ക് ഇത്ര രൂപയുടെ സെക്യൂരിറ്റി വേണം എന്ന് പറയുമല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ വസ്തുക്കൾ ബാങ്കിന് കൊടുക്കുമ്പോൾ ബാങ്ക് അതിൻ്റെ വാല്യൂ അസസ് ചെയ്തിട്ട് ശരി, ഈ അസറ്റ് ഇരിക്കട്ടെ, പകരം ലോൺ എടുത്തോ, നമ്മൾ കൊടുക്കുമല്ലോ. കാരണം RBI അല്ലെങ്കിൽ ബാങ്കിൻ്റെ OG വാല്യുവേഷൻ എത്രയാണോ അതിൻ്റെ ആ ഒറിജിനൽ വാല്യൂവിൻ്റെ 50% താഴേക്ക് പോയി സെക്യൂരിറ്റിയുടെ വാല്യൂ. ദാറ്റ് ഇസ് ദ സെക്യൂരിറ്റി ഇറോഡ്സ്. ഓക്കെ, വാല്യൂ ഓഫ് സെക്യൂരിറ്റി, ഇഫ് ദ വാല്യൂ ഓഫ് സെക്യൂരിറ്റി ഇറോഡ് ടു എ വാല്യൂ which is less than the security value erodes to a value less than the 50% mark. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെക്യൂരിറ്റിയുടെ വാല്യൂ 100 ലക്ഷമാണെങ്കിൽ 100ന്റെ 50% എത്രയാ? 50. 50-നേക്കാളും താഴേക്ക് സെക്യൂരിറ്റിയുടെ വാല്യൂ പോയി, അഥവാ ഇറോഷൻ 50%-നേക്കാളും കൂടുതൽ സംഭവിച്ചു. ഇഫ് എ സെക്യൂരിറ്റി ഇറോഡ്സ് മോർ ദാൻ 50% ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ എന്ന് പറയാം. അല്ലെങ്കിൽ ഇഫ് ദ സെക്യൂരിറ്റീസ് വാല്യൂ ഇറോഡ്സ് ടു എ വാല്യൂ ലെസ് ദാൻ 50% വാല്യൂ മാർക്ക്, അങ്ങനെയാണെങ്കിൽ അത്തരം സെക്യൂരിറ്റിക്ക് എതിരെയായിട്ടുള്ള ലോണിനെ ഡയറക്ട്ലി ഡൗട്ട്ഫുൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ അത് സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? 600 ലക്ഷത്തിൻ്റെ സെക്യൂരിറ്റി ഉള്ള ഒരു സാധനം, 600 ലക്ഷമാണ് ഒറിജിനൽ വാല്യൂ ഓഫ് സെക്യൂരിറ്റി, അതിൻ്റെ 50% എത്രയാണ്? 300 ലക്ഷം. ഇപ്പം എത്രയേ ഉള്ളൂ? 80 ലക്ഷം. അപ്പോൾ 50% കൂടുതൽ താഴേക്ക് പോയിട്ടില്ലേ? ഡൗട്ട്ഫുൾ ആണ്. അതാണ് ഇവർ ആക്ച്വലി ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒറിജിനൽ വാല്യൂ സെക്യൂരിറ്റിയൊക്കെ ചോദിച്ചേക്കുന്നത് ഈ ഒരു ആസ്പെക്ട് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മളല്ലേ, ഇപ്പം ഞാൻ നേരത്തെ മറ്റേ MCQ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, ICAI ക്യാൻ മേക്ക് പ്രിന്റിംഗ് മിസ്റ്റേക്സ്. ഇപ്പം നേരത്തെ നമ്മൾ കണ്ടല്ലോ, മറ്റേ കമ്പനീസ് ആക്ട് പ്രകാരം വയലേഷൻ എന്നൊരു കാര്യമാണ് അവർ സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട്, ഫെമിലിറ്റി ത്രെട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ യെസ്, ഇതുപോലൊരു മിസ്റ്റേക്ക് എന്താ ഇവിടെ ഉണ്ടെന്നാണ് ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ബിക്കോസ് ദർ ഇസ് അനദർ ഇഷ്യൂ ഹിയർ. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് 1000 lakh ആണല്ലോ. അതായത് മറ്റേ ഈ ഇറോഷൻ സെക്യൂരിറ്റിയുടെ രണ്ടാമത്തെ നിയമം, ഇഫ് ദ വാല്യൂ ഓഫ് സെക്യൂരിറ്റി if it reduced to a value less than 50% of its original value, doubtful ആവും. മറ്റൊരു നിയമം പറയുന്നുണ്ട്, ഇഫ് ദ ബാലൻസ് ആഫ്റ്റർ ഇറോഷൻ, ഓക്കെ, നമ്മുടെ if the value of security after erosion, if that balance is less than 10% in the outstanding in the borrower account. അതായത് ബാങ്ക് ലോൺ കൊടുത്തിട്ടുണ്ട്, അതിനെതിരെ സെക്യൂരിറ്റി മേടിച്ചിട്ടുണ്ട്, ബട്ട് ഈ സെക്യൂരിറ്റിയുടെ വാല്യൂ ഇപ്പോൾ ഹെവി ക്രഷിങ് ഇറോഷൻ സംഭവിച്ചു, ഭയങ്കരമായിട്ട് ഇറോഷൻ സംഭവിച്ചു. സച്ച് ദാറ്റ് എത്രയാണോ ഈ ലോൺ കൊടുത്തതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഇപ്പോൾ ബാങ്കിന് കിട്ടാൻ ബാക്കിയുള്ളത്, അതിൻ്റെ 10% പോലും ഇല്ല സെക്യൂരിറ്റി, നെഗ്ലിജിബിളായി. അങ്ങനെയാണെങ്കിൽ അത്തരം ലോണുകളെ, ഈ സെക്യൂരിറ്റിക്കെതിരെയുള്ള ഈ ലോണിനെ ഡയറക്റ്റായിട്ട് ലോസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണമെന്നും നമ്മളുടെ ഇൻകം റെക്കഗ്നിഷൻ അസറ്റ് ക്ലാസിഫിക്കേഷൻ RBI പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ 1000 lakh ആണ്, അതിൻ്റെ 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ലക്ഷമാണ്. ആ 10% ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ 10%-നേക്കാളും അതും പോയിട്ടുണ്ട്. ഇപ്പോൾ ഒറിജിനൽ വാല്യൂവിൻ്റെ 50%-നേക്കാളും താഴെ പോയി കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ, പക്ഷേ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിൻ്റെ 10%-നേക്കാളും താഴേക്ക് പോയി, ദാറ്റ് ഇസ് വേഴ്സ്റ്റ് കേസ് സിനാരിയോ. അതാണ് വേഴ്സ്റ്റ് കേസ് സിനാരിയോ. അത് സംഭവിക്കുകയാണെങ്കിൽ ലോസ്. അപ്പോൾ ഇവിടെ വാട്ട് ക്ലാസിഫിക്കേഷൻ ഷുഡ് ബി മെയ്ഡ്? ദിസ് ലോൺ, അതായത് ഈ 1000 ലക്ഷം ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ള നീംഡ് ലോൺ ലോസ് അസറ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് 100% പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം ഇസ് ദി ആൻസർ ഇൻ മൈ ഒപ്പീനിയൻ. ബട്ട് സാഡ്ലി ICAI മെറ്റീരിയൽ നമ്മുടെ MTPയിൽ ഇതിൻ്റെ ആൻസർ അവർ പറഞ്ഞേക്കുന്നത് ഡൗട്ട്ഫുൾ എന്നാണ്. പക്ഷേ ഐ ആം നോട്ട് അത് അവർ ആ ഒറിജിനൽ വാല്യൂവിന് 50% താഴേക്ക് പോകുന്നത് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ബട്ട് സെക്കൻഡ് കേസ് ഇങ്ങനത്തെ കൺസെപ്റ്റും കൂടി ഉണ്ട്, ദാറ്റ് യു കീപ്പ് ഇൻ മൈൻഡ്. നമ്മളത് പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ആൻഡ് ഇതിന് മുമ്പും പല RTP NTPയിൽ നമ്മൾ ക്ലാസ്സിൽ തന്നെ പാസ്റ്റ് എക്സാംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസിൻ്റെ 10% താഴെ പോയി കഴിഞ്ഞാൽ അത് ലോസ് ആണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ജസ്റ്റ് കൺസിഡർ ദ RBI's verbatim in this matter. അതായത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻകം റെക്കഗ്നിഷൻ അസറ്റ് ക്ലാസിഫിക്കേഷൻ ഗൈഡ് ലൈൻസ് നോക്കുക, അതിൻ്റെ ഒരു ലോജിക്ക് മൊത്തത്തിൽ നോക്കുക. ഒരിക്കലും ഒരു ലോണിന് ഒരേ സമയം 2 ക്ലാസിഫിക്കേഷൻസ് പോസിബിൾ അല്ലല്ലോ.
അറ്റ് എ ടൈം ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാവത്തുള്ളൂ. ആൻഡ് വി ഓൾവേസ് ഗോ ഫോർ ദ വേഴ്സ്റ്റ് കേസ് ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലോൺ, ഓക്കെ, ഒരു ബാങ്ക് ഒരു ലോൺ കൊടുത്തു. ആ ലോൺ ഇഫ് ഇറ്റ് ബിക്കംസ് ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 2 years, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് ഓവർ ഡ്യൂ ആയിട്ട് 2 years, അഥവാ NPA ആയിട്ട് 2 years ആയി. വാട്ട് ഹാപ്പൻസ്, വാട്ട് ഇസ് ദ ക്ലാസിഫിക്കേഷൻ ഫോർ എ ലോൺ വിച്ച് ഇസ് NPA ഫോർ 2 years? 2 വർഷമായിട്ട് NPA ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡൗട്ട്ഫുൾ കാറ്റഗറിയിൽ കൊണ്ടുപോകത്തില്ലേ? കാരണം ഇത് ഫസ്റ്റ് ഇയർ ഓഫ് ബിക്കമിങ് NPA ഇറ്റ് ഇസ് സബ്സ്റ്റാൻഡേർഡ്. ആഫ്റ്റർ 12 months ഓഫ് ബിക്കമിങ് സബ്സ്റ്റാൻഡേർഡ് ഇറ്റ് ഇസ് ഡൗട്ട്ഫുൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 2 വർഷമായിട്ട് NPA ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളതിനെ ഏതായിട്ട് ക്ലാസിഫൈ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 വർഷമായിട്ട് NPA ആണെങ്കിൽ ഒബ്വിയസ്ലി അത് സബ്സ്റ്റാൻഡേർഡ് കാറ്റഗറിയിലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റാൻഡേർഡ് കാറ്റഗറി ആവുന്ന എപ്പോഴാണ്? മോർ ദാൻ 90 days കഴിഞ്ഞാൽ അത്, ഇഫ് എ ലോൺ ഇസ് ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 90 days, അത് സബ്സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ 2 വർഷമായിട്ട് NPA ആണെന്ന് പറയുമ്പോൾ മോർ ദാൻ 90 days ഓഫ് ഓവർ ഡ്യൂ ആയല്ലോ. പക്ഷേ വേറെ RBI പറയുന്നുണ്ട് 90 days ഓവർ ഡ്യൂ ആയി കഴിഞ്ഞാൽ NPA ആവും, അപ്പോൾ സബ്സ്റ്റാൻഡേർഡ്. ബട്ട് ആഫ്റ്റർ ബീയിങ് 1 year ഓഫ് സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് 1 year നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഡൗട്ട്ഫുൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 വർഷമായിട്ട് NPA ആയിട്ട് നിൽക്കുന്ന സാധനത്തിന് നമ്മൾ പിന്നെ സബ്സ്റ്റാൻഡേർഡ് അല്ല, പിന്നെ നമ്മൾ ഡൗട്ട്ഫുൾ, ആ വേഴ്സ്റ്റ് കേസ് സിനാരിയോട്ട് ഇടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും ബാങ്ക് ഇത് എന്തിനാണ് ഈ അസറ്റ് ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ മാറ്റുന്നതിൻ്റെ ഉദ്ദേശം എന്നാണ്, അതിനനുസരിച്ച് പ്രൊവിഷൻസ് കൂട്ടി ഇടണം. കാരണം ബാങ്കിനെ സംബന്ധിച്ചിട്ട് നോ റിസ്ക് പോളിസിയാണ്. നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരേ ബോറോവറിന് NPA ക്ലാസിഫിക്കേഷൻസ് ബോറോവർ വൈസ് പറഞ്ഞാലേ, ഒരേ ബോറോവറിന് 4 ലോൺ കൊടുത്തു, അതിൽ 3 പ്രോപ്പർ റീപേയ്മെൻ്റ് ഉണ്ട്, 1 റീപേയ്മെൻറ്റ് പോകുമ്പോൾ റീപേയ്മെൻറ്റ് ഉള്ളതിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യും? NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. വൈ? ബിക്കോസ് വി വാണ്ട് ടു ക്രിയേറ്റ് മോർ പ്രൊവിഷൻസ്, ആൻറ്റിസിപ്പേറ്റ് ഫോർ ദ ഫ്യൂച്ചർ ലോസസ്. ഇപ്പോൾ നമ്മൾ ഡ്രോയിങ് പവർ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് എത്രയാണോ, നമ്മുടെ കസ്റ്റമറിന് എത്രയാണോ, ക്ലയൻറ്റിന് എത്രയാണോ സ്റ്റോക്ക് ഉള്ളത്, ആ സ്റ്റോക്കിൽ നിന്നും നമ്മൾ ആദ്യം ഒബ്സൊലീറ്റ് ഡാമേജ് സ്റ്റോക്ക് മൈനസ് ചെയ്യും. ഇവന് എത്ര ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ആ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്യും. കാരണം ഇൻ ദി ഇവന്റ് ഓഫ് ബിക്കമിങ് NPA നമുക്ക് മുമ്പേ ആ ക്രെഡിറ്റേഴ്സ് വന്നാലും ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ സ്റ്റോക്കിൽ നിന്ന് മൈനസ് ചെയ്യും. എന്നിട്ട് ബാലൻസ് കിട്ടുന്നതിൽ നിന്നും വീണ്ടും ഒരു മാർജിൻ, സേഫ്റ്റി മാർജിൻ മൈനസ് ചെയ്യും. ഇത്രയും നോ റിസ്ക് പോളിസി ഉള്ളൊരു സ്ഥാപനം ആണ് ബാങ്ക്. ആ ബാങ്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവർ കൊടുത്ത ലോണിൻ്റെ 10% പോലും സെക്യൂരിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഡൗട്ട്ഫുൾ ആയിട്ടല്ലല്ലോ ക്ലാസിഫൈ ചെയ്യുക. സോ ഇപ്പോൾ ഇവിടെ ICയുടെ ആൻസർ പ്രകാരം ഇഫ് ഇറ്റ് വാസ് ഡൗട്ട്ഫുൾ, ഒന്ന് ആലോചിച്ച് നോക്കുക, അത് ഡൗട്ട്ഫുൾ ആയിരുന്നു. ലോസ് ആണ് വേണ്ടത് ഇൻ മൈ ഒപ്പീനിയൻ, ബട്ട് അത് ഡൗട്ട്ഫുൾ ആണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒന്ന് വിചാരിച്ച് നോക്കിയേ, ഒറിജിനൽ വാല്യൂൻ്റെ, ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കുക, ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ 40%, ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ 45% ഉള്ള സെക്യൂരിറ്റീസ് ഉള്ള സിറ്റുവേഷൻസിലും ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ 10%-നേക്കാളും താഴെയാവുന്ന ഇത്തരം സിറ്റുവേഷൻസിലും ഒരേ പ്രൊവിഷൻ ആകുന്നത് അൺഫെയർ അല്ലേ? ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ 10%-നേക്കാളും താഴേക്ക് പോയി കഴിഞ്ഞാൽ വി കാൺട്ട് മേക്ക് ഇറ്റ് അറ്റ് പാർ വിത്ത് അതർ സിറ്റുവേഷൻസ്. സെക്യൂരിറ്റിയുടെ ഒറിജിനൽ വാല്യൂൻ്റെ 50% താഴ്ന്നിട്ടുള്ളൂ എന്നതിൻ്റെ ബേസിസിൽ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ എം ടെല്ലിങ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിലോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ലോജിക്ക്. കാരണം ഒരേ അസറ്റിന് ഒരു ലോൺ അക്കൗണ്ടിന്, ബാങ്കിനെ സംബന്ധിച്ചിട്ട് ലോൺ അസറ്റാണ്, അതിന് ഒരേ സമയം 2 ക്ലാസിഫിക്കേഷൻ പ്രാക്ടിക്കൽ അല്ല. അത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞപ്പോൾ 2 years ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഗോ ഇൻ ദ മറ്റേ ഡൗട്ട്ഫുൾ കാറ്റഗറി, D1 D2 ആ ക്ലാസിഫിക്കേഷൻ. അല്ലാണ്ട് ഓവർ ഡ്യൂ ആയിട്ട് 90 days കഴിഞ്ഞല്ലോ, അതുകൊണ്ട് സബ്സ്റ്റാൻഡേർഡ് തന്നെ ഇരിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല. സബ്സ്റ്റാൻഡേർഡിൻ്റെ പീരീഡ് കഴിഞ്ഞാൽ വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഉണ്ടെങ്കിൽ ആ വേഴ്സ്റ്റ് കേസ് സിനാരിയോയുടെ സ്പെസിഫിക് ക്ലാസിഫിക്കേഷനോട്ടാണ് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ വേഴ്സ്റ്റ് കേസ് സിനാരിയോട്ടാണ് പോയേക്കുന്നത്. സോ യെസ്, ലെറ്റ് us not just waste more time in this area. സോ ഇവിടെ MTPയിലത്തെ ICയുടെ ആൻസർ ഡൗട്ട്ഫുൾ ആണ്, ബട്ട് വൈ ഇറ്റ് ഷുഡ് ബി ലോസ് എന്നുള്ളൊരു റീസണാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ടുണ്ട്, ഗായത്രി ടെക്സ്റ്റൈൽസ്. ഗായത്രിയുടെ കേസ് എന്താണ്? അവിടെ ഈ പറഞ്ഞ ലോസ് അസറ്റിൻ്റെ ലോജിക്ക് അതേപോലെ വന്നിട്ടുണ്ട്. ഗായത്രി ഹാസ് എൻ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ ഓഫ് 5 കോടി, അതായത് 500 ലക്ഷത്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഉണ്ട്. ആൻഡ് അതിൻ്റെ 10% 50 ലക്ഷത്തിനേക്കാളും താഴ്ന്നിട്ടാണ്, 500ൻ്റെ 10% 50-നേക്കാളും താഴ്ന്നിട്ടാണ് എന്ത് വന്നേക്കുന്നത്? വാല്യൂ സെക്യൂരിറ്റി വന്നേക്കുന്നത്. സോ യെസ്, അപ്പോൾ എന്ത് സംഭവിച്ചു? ഇറ്റ് ഷുഡ് ബി ക്ലാസിഫൈഡ് ആസ് എ ലോസ്, 100% പ്രൊവിഷൻ. അവിടെ കൃത്യമായിട്ട് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. If the realizable value security as approved by the RBI is less than 10% of the outstanding, then the security, that loan should be classified as a loss asset. അപ്പോൾ യെസ്, അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നീം ട്രീനെ അവർ ഡൗട്ട്ഫുൾ ആയിട്ട് കാണിച്ചിട്ട് അതിനനുസരിച്ച് പ്രൊവിഷൻ ഇടണമെന്നും ഗായത്രി ടെക്സ്റ്റൈൽസിനെ ലോസ് ആക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. ഇൻ മൈ ഒപ്പീനിയൻ ബോത്ത് ആർ ലോസ് അസറ്റ്. ലെറ്റ് us just agree to disagree here. It is what it is. ഓക്കെ ആണോ?
2C is very direct question. 2C എന്താണ്? An audit firm SPR is preparing the detailed audit plan for a new client, Rajeshwari Limited. The overall strategy has been established. Engagement partner emphasizes that plan must sufficiently be detailed to guide the entire engagement team. Okay. What is the question? Regarding the development of plan, outline the 3 descriptions that SA 300 requires must be included in the audit plan. Also briefly explain that the audit plan is more detailed than strategy and give an example of how the timing of planning about audit procedure might evolve during the course of the audit. Okay. അപ്പോൾ ഇറ്റ് ഹാസ് എ മറ്റേ സ്പെസിഫിക് ആയിട്ടൊരു ഡയറക്റ്റ് ആൻസറും ഉണ്ട് ഇതിൽ. പിന്നെ അവർ കുറച്ച് ലാസ്റ്റിലോട്ടൊന്നും ജനറിക് ആയിട്ടൊരു എക്സാമ്പിൾ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ SA 300 നമ്മൾ സ്ട്രേറ്റ് സ്പെസിഫിക് ടോപ്പിക്കാണ്. SA 300 പറയുന്ന ടോപ്പിക്കാണ് ഓഡിറ്റ് പ്ലാൻ കണ്ടെയ്ൻസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ്, ഇല്ലേ, നമ്മൾ ഓഡിറ്റ് തുടങ്ങിയതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്ലാനിൽ പറയുന്നത്. സോ ഓഡിറ്റ് തുടങ്ങിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. സോ ഓഡിറ്റ് പ്ലാൻ വിൽ കണ്ടെയ്ൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് the nature timing extent NTE of the RAP you will perform as per 315, the NTE of the FAP you will perform as per 330, and also the NTE of any other procedures you have to perform as per any other SA. So whatever procedures you have to perform, procedures neke nature timing extent ഏതിൽ കാണിക്കണം? SA 300 പ്ലാനിൽ തന്നെ ഡിസ്ക്രൈബ് ചെയ്യണം. So that is first part of the question. Also briefly explain that audit plan is more detailed than strategy. Obviously, strategy gives the overall broad nature, timing, direction of audit, whereas plan explains how to achieve the strategy. So plan is always more detailed than strategy. Audit plan proceeds after the strategy. So plan ആണ് കൂടുതൽ detailed. അതൊക്കെ വേണമെങ്കിൽ പറയാം. Audit plans out the procedures are to be performed, timing of the procedures, etc. The audit plan is more detailed than strategy and includes the nature dimension of audit procedures. Planning for these audit procedures takes place over the course of the audit. എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ഒന്നുമില്ല, ജനറൽ ആയിട്ടുള്ള ഈ ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അതായത് പ്ലാനിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണം, അതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ആൻസർ. അതിനുശേഷം പ്ലാൻ എന്തുകൊണ്ട് മോർ ഡീറ്റെയിൽഡ് ആണ്? ബിക്കോസ് സ്ട്രാറ്റജി എങ്ങനെ അച്ചീവ് ചെയ്യണമെന്ന് പറയാനാണ് പ്ലാൻ. ഓഡിറ്റ് സ്ട്രാറ്റജിയിൽ മറ്റേ ക്ലാസിക് സെൻസ് ഉള്ളൂ. സ്ട്രാറ്റജി ഈസ് ഫോർ ദി ബ്രോഡ് നേച്ചർ ടൈമിംഗ് ഡയറക്ഷൻ, അത് മെൻഷൻ ചെയ്യുന്നതാണ്. വേറസ് പ്ലാൻ ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ടൈമിംഗ്സ് ഓഫ് പ്രൊസീജിയേഴ്സ്. നമ്മുടെ 2 ക്ലാസിക് സെൻസില്ലേ, സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർ ടൈമിംഗ് ഡയറക്ഷൻ ഓഫ് ഓഡിറ്റ്, പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർ ടൈമിംഗ് എക്സ്റ്റെൻഡ് ഓഫ് പ്രൊസീജിയേഴ്സ്. സോ സ്ട്രാറ്റജി എങ്ങനെ അച്ചീവ് ചെയ്യുന്നതാണ് പ്ലാൻ. അതുകൊണ്ട് സ്ട്രാറ്റജിനേക്കാളും എപ്പോഴും ഡീറ്റെയിൽഡ് ആയിരിക്കും പ്ലാൻ. പിന്നെ അവരെന്തൊരു എക്സാമ്പിൾ ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ഹൗ പ്ലാനിങ് മൈറ്റ് ഇവോൾവ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദി ഓഡിറ്റ്. അതിൻ്റെ എക്സാമ്പിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് പ്ലാനിങ് ഇസ് നെവർ എ ഡിസ്ക്രീറ്റ് activity, it is rather a continuous and iterative process എന്നൊക്കെ പറയുന്നത്. It's always because of the unforeseen events we have to modify this plan accordingly and strategy management change out. Planning for example, planning of the auditor's risk assessment procedures occurs early in the audit process. However, plan ശേഷം further procedures ചെയ്യുന്ന സമയത്ത് however, planning the nature terms of specific further procedure depends on the outcome of this RAP. നമ്മളുടെ റിസ്ക് അസസ്മെന്റ് അനുസരിച്ചിട്ടാണ് ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യുക. വി മേ ബിഗിൻ ആഫ്റ്റർ ദി ബിഗിനിങ് ഓഫ് ദി ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ സം ട്രാൻസാക്ഷൻസ് അക്കൗണ്ട് ബാലൻസ് ഡിസ്ക്ലോഷേഴ്സ്. In addition, the auditor may begin the execution of further audit procedures for some class of transaction before planning all the remaining further audit procedure. ഓക്കെ, അവർ പ്രത്യേകിച്ച് മറ്റേ പ്ലാനിൽ വരുന്ന ചേഞ്ച് ഒന്നും പറയുന്നില്ല. റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സിനെയും ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സും രണ്ടും നമ്മൾ പ്ലാൻ ചെയ്യണം. RAP എന്ന് വെച്ചാൽ ഇനീഷ്യൽ ഫേസിൽ ഓഡിറ്റ് തുടക്ക സ്റ്റേജിൽ നമ്മൾ RAP ആദ്യം പ്ലാൻ ചെയ്യും. RAPക്ക് അനുസരിച്ചിട്ട് പിന്നീട് FAP ചെയ്യാൻ തുടങ്ങുമ്പോൾ അതും പ്ലാൻ ചെയ്യും. അവരത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ പ്ലാനിങ് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ദ പ്ലാനിങ് ഇസ് ഡൺ ഫോർ RAP, ദെൻ ദ പ്ലാനിങ് ഇസ് ഡൂയിങ് ഫോർ FAP. അവരത്രേ പറയുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, പ്ലാനിങ് ഓഫ് ദി ഓഡിറ്റേഴ്സ് RAP occurs early in the audit process. However, planning the NTE of FAP depends upon the risk of the RAP. RAP ചെയ്തിട്ടാണ് പിന്നീട് റിസൾട്ട് അനുസരിച്ച് FAP ചെയ്യുന്നത്. In addition, auditor may begin the execution of FAP for some transactions etc. before planning all the remaining further FAP. FAP തന്നെ ആദ്യം ചില പ്രൊസീജിയേഴ്സ് ആദ്യം ചെയ്യും, പിന്നീട് ചെയ്യും. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക, അല്ലാണ്ട് വേറെ ലോജിക് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് അതിലൊന്നും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇഷ്യൂ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആ ഒരു ബാങ്കിൻ്റെ ക്വസ്റ്റ്യൻ മാത്രമാണ് ഒരു എനിക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയുള്ള ക്വസ്റ്റ്യൻ. ലൈക്ക് ഇറ്റ് ഷുഡ് ബി ആക്ച്വലി ലോസ് ആണെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഇഫ് എ ക്വസ്റ്റ്യൻ കംസ് ഇൻ ദ എക്സാം, അപ്പോൾ അത് പറയാമല്ലോ. ഇപ്പോൾ അതാണ് ഏറ്റവും റെലവൻറ്റ്. യു റൈറ്റ് ലോസ് ഓൺലി, അത് കുഴപ്പമൊന്നുമില്ല. അതിന് മാർക്ക് എന്തായാലും നഷ്ടപ്പെടില്ലെന്ന് ഗ്യാരണ്ടീഡ് ആയിട്ട് എഴുതി പറയാം. ഓക്കെ, കാരണം ഇതിന് മുമ്പത്തെ പാസ്റ്റ് എക്സാംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതേപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസിൻ്റെ 10%-നേക്കാളും താഴേക്ക് വരുമ്പോൾ അത് ലോസ് അസറ്റ് തന്നെയാണ്, അത് യാതൊരു ഡൗട്ടും വേണ്ട. ഓക്കെ, ലെറ്റ്സ് പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, വിച്ച് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 3A. സോ വാട്ട് വി ഹാവ് ഇൻ ദ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നു, during the audit of Kavita Limited, the auditor performs various audit procedures such as
ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, കൺഫർമേഷൻസ്, റീകൺഫർമേഷൻ, റീപെർഫോമൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. സം ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് supports the management's assertions whilst other information appears to so corroborative ആയിട്ടുള്ളതും കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. The auditor also considers the data obtained from entities accounting records from the previous year's audit. Accounting records previous year's time auditor refer ചെയ്യുന്നുണ്ട്. Explain how the auditor obtains sufficient appropriate. So this is the question. എങ്ങനെയാണ് sufficient appropriate audit evidence കളക്ട് ചെയ്യുക to form an opinion on the ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ഇതും അഗെയിൻ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല. ലൈക്ക് SA500 കൺസെപ്റ്റ് ജനറലായി പറയേണ്ടി വരും. സോ ഓഡിറ്റർ ഇവിടെ എൻക്വയറി, ഇൻസ്പെക്ഷൻ, ഒബ്സർവേഷൻ, റീകാൽക്കുലേഷൻ, റീപെർഫോമൻസ് പോലത്തെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. കോൺട്രഡിക്ടറി ഇൻഫർമേഷൻസും കൊറോബറേറ്റീവ് ഇൻഫർമേഷൻസും വാങ്ങിക്കുന്നുണ്ട്. അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ബേസിസിൽ ടെൽ മീ ദ ക്വസ്റ്റൻ ഇസ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ വെദർ ദി ഓഡിറ്റേഴ്സ് വിൽ ബി ഏബിൾ ടു ഒബ്റ്റെയിൻ പെർസ്വേസീവ് എവിഡൻസ്, സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. സോ അപ്പോൾ SA500 കോട്ട് ചെയ്യുക. SA500 ഒരുപാട് ക്വസ്റ്റൻസ് നമ്മുടെ ഈ MTP വന്നിട്ടുണ്ട്. ആദ്യം എന്താ ചെയ്യേണ്ടത്? As per SA500, what is audit evidence? Audit evidence is any information which is used by the auditor in arriving at the opinion on which the report is based. അത് പറയാം. അതിനുശേഷം ബേസ്ഡ് ഓൺ സോഴ്സ്, അത് ഇന്റേണൽ ആകാം, എക്സ്റ്റേണൽ ആകാം, ബേസ്ഡ് ഓൺ ക്യാരക്ടർ, ബേസ്ഡ് ഓൺ നേച്ചർ, ആ ഡിഫറെൻറ്റ് ടൈപ്സ് പറയാം. Now, whatever be the irrespective of the source, nature, character, the focus of the auditor is always towards getting persuasive evidence, and persuasiveness is considered to be achieved when the information we use is sufficient, appropriate and relevant. അത് ആ ഇൻട്രഡക്ഷൻ കാര്യങ്ങളൊക്കെ പറയുക. എന്നിട്ട് പറയുക ഓഡിറ്റർ ഒബ്റ്റെയിൻസ് ദീസ് ഓഡിറ്റ് എവിഡൻസസ് ബൈ പെർഫോമിംഗ് ദ procedures such as risk assessment procedures and further audit procedures. And while performing the RAPs and FAPs, auditor will be using techniques such as inspection, observation, recalculations, etc. as given in the question. അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. And also audit the information which we collect as audit evidence sometimes will be either information which confirms the evidences which the auditor already obtained, or sometimes information that contradicts the management assertion, or even sometimes lack of audit evidence is also to be considered as an audit evidence. സോ ഇതെല്ലാം ഓഡിറ്റർ ഇവിടെ കളക്ട് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസിലോട്ട് പോകേണ്ടത്, ബേസ്ഡ് ഓൺ ഓൾ ദി ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഹി ഡസ്. അതുകൊണ്ട് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റൻ SA500 ഓഡിറ്റ് എവിഡൻസിനെ പറ്റിയിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു ആൻസറിങ്ങാണ് ഇവിടെ വേണ്ടത്. നോക്കിയേ, ഇപ്പോൾ ഇവിടെയും ആദ്യം നോക്കി ഇവിടെ ആൻസർ നോക്കി, MTPയിലത്തെ ആൻസർ ആദ്യം എന്താ SA500 പ്രകാരം ഓഡിറ്റ് എവിഡൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് ഓഡിറ്റ് എവിഡൻസ് ക്യുമുലേറ്റീവ് ഇൻ നേച്ചറാണ് ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ പെർഫോമിംഗ് ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് മേ ഓൾസോ ഇൻക്ലൂഡ് ഇൻഫർമേഷൻ ഫ്രം പ്രീവിയസ് ഓഡിറ്റ്സിലത്തെ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് നോക്കാം, അതിൽ തെറ്റില്ല. ഓൾസോ ഇൻഫർമേഷൻ ദാറ്റ് മേ ബി യൂസസ് ഓഡിറ്റ് എവിഡൻസ് മേ ഹാവ് ബി പ്രിപ്പയർഡ് യൂസിംഗ് ദ വർക്ക് ഓഫ് മാനേജ്മെന്റ് എക്സ്പെർട്ട്. യെസ്, ആ കാര്യം കൂടി പറയാലോ. SA500 സ്റ്റാർട്ടിംഗ് പറയുന്നുണ്ട് സംടൈംസ് ഇൻഫർമേഷൻ വിച്ച് വി നീഡ് ആസ് ഓഡിറ്റ് എവിഡൻസ് വിൽ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ മാനേജ്മെന്റ് സ്റ്റാഫ്, ഓർ സംടൈംസ് ഇറ്റ് വിൽ ബി ഫ്രം ദ മാനേജ്മെന്റ് എക്സ്പെർട്ട്. നൗ SA500 നമുക്കറിയാം മാനേജ്മെന്റ് എക്സ്പെർട്ടിന്റെ വർക്ക് യൂസ് ചെയ്യുമ്പോൾ ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. അതെല്ലാം കൂടി എഴുതേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ സ്പെസിഫിക്കലി മാനേജ്മെന്റ് എക്സ്പെർട്ടിന്റെ വർക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ മാത്രം ആ ഫാക്ടേഴ്സ് പോയാൽ മതി. ഇതൊരു പെരിഫറൽ ലെവലിലാണ് ഇതിന് ആൻസറിങ് പോകുന്നത്. അതായത് മൊത്തത്തിൽ ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്തതിനെ പറ്റിയിട്ടും സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. Audit evidences will comprise both information that supports and corroborates the management assertion. Corroborate എന്ന് വെച്ചാൽ confirm, and also any information that contradicts such assertion. In addition, absence of information is also a type of audit evidence. And most of the auditors' work in forming the opinion consists of obtaining and evaluating audit evidence. അതിൻ്റെ ഭാഗമായിട്ട് ഈ എൻക്വയറി, ഒബ്സർവേഷൻ പോലത്തെ ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം while performing further audit procedure. Reasonable assurance is set to be achieved when we get sufficient appropriate evidence. Sufficient appropriate എന്ന് വെച്ചാൽ എന്താണ്? മറ്റേ ആ റിക്വയർഡ് ലെവൽ ഓഫ് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാം എവിഡൻസ് വേണം. അവർ ജസ്റ്റ് എല്ലാ പോയിന്റ്സും ടച്ച് ചെയ്ത് പോവുക. SA330 ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടെക്നിക്സ് എല്ലാം ചെയ്യുന്നത്. വി ഹാവ് ടു പെർഫോം ഫർദർ ഓഡിറ്റ് പ്രൊസീജിയർ ടു റിഡ്യൂസ് ദ റിസ്ക് ടു അക്സെപ്റ്റബിളി ലോ ലെവൽ. അത് കിട്ടുന്നത് എപ്പോഴാണ് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുക? മോർ ഓഡിറ്റ് എവിഡൻസ് കിട്ടുമ്പോൾ. ആൻഡ് SA200 ഒബ്ജക്റ്റീവും എന്താണ്? ഇതുപോലെ ഈ എല്ലാ ഇൻഫർമേഷൻസും വാങ്ങിച്ചിട്ട് റീസണബിൾ അഷുറൻസ് ഫോം ചെയ്തതിന് ശേഷം മാത്രം ഒപ്പീനിയൻ പറയാമെന്നുള്ളതാണ്. ആൻഡ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റും സ്കെപ്റ്റിസം എല്ലാം അപ്ലൈ ചെയ്തിട്ട് വേണം ഈ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യാൻ. അങ്ങനെ വളരെ ജനറൽ ആയിട്ട് 200 ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് 500 ഓഡിറ്റ് എവിഡൻസിൻ്റെ ഒരു ഫുൾ സ്പെസിഫിക് ആയിട്ടുള്ള പോർഷൻ അല്ല, ഓഡിറ്റ് എവിഡൻസിനെ സംബന്ധിക്കുന്ന ഒരു ഓവറോൾ ടോപ്പിക്സ് നമ്മുടെ നോട്ട് എങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ മെറ്റീരിയൽ ഇഫ് യു ടേക്ക് SA500 നമ്മുടെ മെറ്റീരിയലിൻ്റെ അകത്ത് പേജ് നമ്പർ ഇറ്റ് വിൽ ബി സംവെയർ അറൗണ്ട് 50 ആണോ? അല്ല, 50s കഴിഞ്ഞിട്ടാണ്. SA500 വരുന്നത് നമ്മുടെ മെറ്റീരിയൽ എവിടെയാണ്? 56ലാണ്. അതിൽ ഓഡിറ്റ് എവിഡൻസിൻ്റെ ഡെഫിനേഷനെ പറ്റിയിട്ടും the information which we use as audit evidence sometimes management's expert നിന്നും കിട്ടും. ഫാക്ടേഴ്സ് എഴുതേണ്ട ആവശ്യമില്ല. ഓർ സംടൈംസ് മാനേജ്മെന്റ് സ്റ്റാഫിൽ നിന്നായിരിക്കും കിട്ടുന്നത്.
ആൻഡ് ഓൾസോ സംടൈംസ് audit evidence will comprise of information that corroborates or contradicts or even absence of information പറയുന്നുണ്ട്. ആസ് പെർ എസ് 200 നമ്മൾ സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് റെലവൻറ്റ് എവിഡൻസ് മേടിച്ചു കഴിഞ്ഞാൽ പെർസ്വേസീവ് ആയി എന്ന് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ ജനറൽ ടൈപ്പ് രീതിയിൽ മാത്രമേ ഇതിൻ്റെ ആൻസറിങ് പോയിട്ടുള്ളൂ. പിന്നെ ഈ ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗമായിട്ട് RAPയും FAPയും ചെയ്യുമ്പോഴാണ് ഈ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. അതും ഇന്ന് ഗിവൺ ക്വസ്റ്റ്യൻ ഓഡിറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ജനറൽ ലെവലിലാണ് അതിൻ്റെ ആൻസറിങ് പോകുന്നത്. ഓക്കെ ആണോ? കമ്മിങ് ബാക്ക് ടു MTP1. സോ ദാറ്റ് ഇസ് യുവർ ആൻസർ ഫോർ 3A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3B. അപ്പോൾ ഈ ഒരു MTPയിൽ ഒരുപാട് ജനറൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. During the statutory audit of Orient Chemicals, auditor obtained understanding of the company's internal control system. He observed the following. Same employee was responsible for recording the supplier invoice. Inventory counts were conducted without independent verification. Certain approvals were bypassed. അപ്പോൾ കൺട്രോൾ ഫെയിലിയേഴ്സ് കാണുന്നുണ്ട്. ഇതെല്ലാം കൺട്രോൾ ഫെയിലിയേഴ്സ് അല്ലേ? ഓൾ ദീസ് ആർ കൺട്രോൾ ഫെയിലിയേഴ്സ്. ഒരേ എംപ്ലോയി തന്നെയാണ് പേയ്മെൻറ്റ് ഓതറൈസ് ചെയ്യുന്നതും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതും. ഇൻവെൻറ്ററി കൗണ്ട് നടത്തുന്ന സമയത്ത് വെരിഫിക്കേഷൻ, ഒരു പ്രോപ്പർ അതോറിറ്റി വെരിഫിക്കേഷൻ നടത്തുന്നില്ല. പിന്നെ പർച്ചേസസ് ഒന്നും അപ്രൂവൽസ് ഇല്ലാണ്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ കുറേ കൺട്രോൾ വീക്ക്നെസ്സസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഓഡിറ്റർ കൺസിഡേഴ്സ് ദീസ് ഡെഫിഷ്യൻസീസ് ആസ് സിഗ്നിഫിക്കൻറ്റ് ഡെഫിഷ്യൻസി. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ അറ്റൻഷനിലോട്ട് എത്തിക്കണം എന്ന ഓഡിറ്ററിൻ്റെ ജഡ്ജ്മെൻറ്റിൽ തോന്നുന്ന ഡെഫിഷ്യൻസീസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സിഗ്നിഫിക്കൻ്റ് എന്ന് വിളിക്കുക. ആൻഡ് അങ്ങനെയാണെങ്കിൽ സോ ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഓഡിറ്റേഴ്സ് ഒബ്ജക്റ്റീവ്? എസ് എ 265 പ്രകാരം. സോ ഇത് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്. എസ് എ 265 പ്രകാരം വാട്ട് ആർ ദി ഓഡിറ്റേഴ്സ് ഒബ്ജക്റ്റീവ് ആൻഡ് വാട്ട് ആർ ദി ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് റിഗാർഡിംഗ് കമ്മ്യൂണിക്കേറ്റിംഗ് ഓഫ് ദി ഡെഫിഷ്യൻസി. സോ യെസ്, ആസ് പെർ എസ് എ 265 നമുക്ക് എങ്ങനെ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം? വി ക്യാൻ ഫസ്റ്റ് റൈറ്റ് ബൈ സെയിങ് എന്താണ് ഡെഫിഷ്യൻസി? വാട്ട് ഇസ് എ ഡെഫിഷ്യൻസി? എ ഡെഫിഷ്യൻസി is said to exist when a control which is required to PDC is absent or it is implemented but it is not operating effectively. ഉണ്ട് പക്ഷെ വർക്ക് ചെയ്യുന്നില്ല. ഈ സിറ്റുവേഷൻസിലാണ് we say it's a deficiency. When such a deficiency or a combination of deficiency happens, we have to see whether it, in our judgment, if it appears that it merits the attention of the DCWG. അതായത് FS-നെ ബാധിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ it becomes a significant deficiency. സിഗ്നിഫിക്കൻ്റ് ഡെഫിഷ്യൻസിയുടെ എക്സാമ്പിൾസ് എന്നുള്ള ടോപ്പിക്ക് 265 ഉണ്ട്. അത് നോക്കി വെക്കണം. അത് എക്സാം ടഫ് ആക്കുന്ന സമയങ്ങളിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ബട്ട് ഈ ക്വസ്റ്റനിൽ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, അതല്ല ചോദിച്ചേക്കുന്നത്. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ്? ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് എസ്സേസ് ഇതുപോലെ സിഗ്നിഫിക്കൻ്റ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. സോ how to do that? What are the auditor's responsibility? In writing, letter of weakness എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഐഡൻറ്റിഫൈഡ് സിഗ്നിഫിക്കൻ്റ് ഡെഫിഷ്യൻസീസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആൻഡ് വാട്ട് ആർ ദി കണ്ടൻസ് ഓഫ് എൻഗേജ്മെൻറ്റ് ദിസ് ലെറ്റർ ഓഫ് വീക്ക്നെസ്? ലെറ്റർ ഓഫ് വീക്ക്നെസ്സിൻ്റെ കണ്ടന്റ് എന്താണ്? Give a description of all the identified deficiency along with their potential effect, plus also include sufficient information to enable the management to understand the context of communication. അപ്പോൾ ഈ പോയിന്റ്സ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? അവർ ഒബ്ജക്റ്റീവ് ഇസ് ടു കമ്മ്യൂണിക്കേറ്റ് അപ്രോപ്രിയറ്റ്ലി ടു മാനേജ്മെൻറ്റ് ആൻഡ് ഡിസിപ്ലിൻ ദ ഡെഫിഷ്യൻസീസ് ഐഡൻറ്റിഫൈഡ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഡെഫിഷ്യൻസീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ യൂസ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് ടു ഡിറ്റർമിൻ വിച്ച് ഡെഫിഷ്യൻസീസ് ആർ ഗോയിങ് ടു മെറിറ്റ് ദി അറ്റൻഷൻ ഓഫ് ദ ഡിസിപ്ലിൻ. അപ്പോൾ എല്ലാ ഡെഫിഷ്യൻസീസും അല്ല, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി അല്ലേ? ദോസ് ഡെഫിഷ്യൻസി വിച്ച് ഇൻ അവർ ജഡ്ജ്മെൻറ്റ് വി ബിലീവ് ഇസ് it is of sufficient importance to merit the attention of TCWG. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിഗ്നിഫിക്കൻറ്റ് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ അങ്ങനത്തെ സിഗ്നിഫിക്കൻറ്റ് ഡെഫിഷ്യൻസി ആണോ എന്ന് നോക്കുക ആൻഡ് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്? if we have identified such deficiency, we have to communicate in writing to them. Communication in writing significant deficiencies is very important. Give a description of and explanation of the potential effect of that deficiency and also sufficient information to explain the context of communication. Okay, yes, 265 direct question വന്നിട്ടുണ്ട്. Next 3C. ABC Limited is a government company, okay, whose statutory audit is being carried out by auditors appointed by C&AG. So statutory auditors appointed by C&AG number 139 subsection 5 വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? കമ്പനീസ് ആക്ട് 135 അപ്പോയിൻമെന്റ് ഓഫ് എ സബ്സിക്യൂട്ടറി ഓഡിറ്റർ ഓഫ് എ ഗവൺമെന്റ് കമ്പനി. ഫസ്റ്റ് ഓഡിറ്റേഴ്സ് ആവണമെങ്കിൽ 137 ആവണം. പക്ഷേ അതിന് ന്യൂലി എസ്റ്റാബ്ലിഷ് കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. സോ ABC മീൻസ് എ ഗവൺമെന്റ് കമ്പനി. ഡ്യൂറിംഗ് ദി ഓഡിറ്റ് C&AG കൺസിഡേഴ്സ് ഇറ്റ് നെസസറി ടു കണ്ടക്ട് എ ടെസ്റ്റ് ഓഡിറ്റ്. ടെസ്റ്റ് ഓഡിറ്റിന്റെ സെക്ഷൻ ഏതാണ് പിള്ളേരെ? 143 സബ്സെക്ഷൻ 7. കമ്പനീസ് ആക്ടിന്റെ 143 സബ്സെക്ഷൻ 5, 6, 7 ഈ 3 സെക്ഷൻസ് C&AGയുടെ പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്ഷൻസ് ആണ്. 143(5) വന്നിട്ട് പറയുന്നുണ്ട് ദ C&AG ഷാൽ give directions to the auditors who appoint under 139(5) or 7. 139(5) 7 C&AG ഗവൺമെന്റ് കമ്പനിയിൽ അപ്പോയിന്റ് ചെയ്യുന്ന സബ്സിക്യൂട്ടറി ഓഡിറ്റേഴ്സ് ഓർ ഫസ്റ്റ് ഓഡിറ്റേഴ്സിന് ഡയറക്ഷൻസ് കൊടുക്കുവാനും ആ ഡയറക്ഷൻസിനെതിരെ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ റെസ്പോൺസ് സ്വീകരിക്കുവാനും C&AGക്ക് പവർ ഉണ്ട്. അതാണ് 143(5). ആൻഡ് ഇഫ് C&AG requires
C&G can, by such person he may authorize in this behalf, conduct a supplementary audit by such person. CA-കാരനാവണമെന്നില്ല. ഈ 139(5)ലും 7ലും സംഭവിച്ചിട്ടുള്ള CA-കാരൻ ചെയ്തിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിന് പുറമെ 143(6) പ്രകാരം ഒരു അഡീഷണൽ സപ്ലിമെൻ്ററി ഓഡിറ്ററിനെയും നമുക്ക് C&Gക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. ഓൾസോ ഇത് സപ്ലിമെൻ്ററി ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് 60 ദിവസത്തിനകത്ത് ഒന്നുകിൽ സപ്ലിമെൻ്ററി ഓഡിറ്ററിനെ കൊണ്ടുവരാം എന്ന് 143(6)(a) പറയുന്നു, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി കമൻസ്, അതായത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിൻ്റെ റിപ്പോർട്ടിലോട്ട് C&Gക്ക് അയാളുടേതായിട്ടുള്ള ഒബ്സർവേഷൻസും കമൻസും എഴുതി ചേർക്കാം. അത്തരം കമൻസ് എഴുതി ചേർത്ത് കഴിഞ്ഞാൽ അത് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കോപ്പി ആർക്കൊക്കെയാണോ കൊടുക്കുന്നത് അവർക്കെല്ലാം അയച്ചു കൊടുക്കേണ്ടതാണ് എന്ന് 143(6)(b) പറയുന്നുണ്ട്. പ്ലസ് 143(7) C&Gക്ക് ടെസ്റ്റ് ഓഡിറ്റും ചെയ്യാം. C&G ഓഫീസിൽ നിന്ന് നേരിട്ട് C&G റൂൾസ് പ്രകാരം സംഭവിക്കുന്ന ഓഡിറ്റിനാണ് ടെസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുക. സോ ഇവിടെ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഡ്യൂറിംഗ് ദി ഓഡിറ്റ് C&G is conducting the test audit. He issued specific directions also to the statutory auditors regarding the bookkeeping. After completion of statutory audit, auditors submit a copy of the report to C&G, who also added comments. അപ്പോൾ 143(7)ഉം 143 subsection 5ഉം 143 subsection 6ഉം ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. 6B ആണ് സംഭവിക്കുന്നത്. സപ്ലിമെൻ്ററി കമൻറ്റുകൾ ആഡ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുള്ളൂ, സപ്ലിമെൻ്ററി ഓഡിറ്ററിനെ കൊണ്ടുവരുന്നില്ല. എന്നിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസൈഡഡ് നോട്ട് ടു പ്രൊവൈഡ് എക്സ്പ്ലനേഷൻ or reply to the comments. C&Gയുടെ കമൻസിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് is not providing any explanations to the comments made by C&G. Based on the above, മാനേജ്മെൻറ്റ് എന്തെങ്കിലും കമൻറ്റ് റിപ്ലൈ കൊടുക്കേണ്ടതുണ്ടോ? അതായത് മാനേജ്മെൻറ്റ് C&Gക്ക് റിപ്ലൈ കൊടുക്കണം, പക്ഷെ അത് they don't have to show that in the board report or anything like that. ബോർഡ് റിപ്പോർട്ടിൻ്റെ അകത്ത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററോ സെക്രട്ടറിയൽ ഓഡിറ്ററോ എന്തെങ്കിലും അഡ്വേഴ്സ് കമൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള റെസ്പോൺസ് ബോർഡ് റിപ്പോർട്ടിൽ പറയണം. ബട്ട് C&G പറയുന്ന കമൻസിനൊന്നും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് റിപ്പോർട്ടിനകത്തൊന്നും എവിടെയും പറയേണ്ട ആവശ്യമില്ല. കമ്പനീസ് ആക്ടിൽ അങ്ങനത്തെ സെക്ഷൻ ഒന്നും ഇല്ല. Based on the above, explain the powers of C&G in relation to test audit of the government company and whether the board of directors. Okay, what are the powers of the C&G in relation to test audit? ടെസ്റ്റ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് പവേഴ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ അവിടെ ടെസ്റ്റ് ഓഡിറ്റ് മാത്രമല്ല, ഇവിടെ ടെസ്റ്റ് ഓഡിറ്റുമായി അതിൻ്റെ അനുബന്ധമായി നടക്കുന്ന പവേഴ്സ്, ഇപ്പോൾ 143(5)ൽ ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഉണ്ടെന്നും 143(6)B പ്രകാരം സപ്ലിമെൻ്ററി കമൻസ് കൊടുക്കാനും സപ്ലിമെൻ്ററി ഓഡിറ്റിനെ കൊണ്ടുവരാനും പവർ ഉണ്ടെന്നും വേണമെങ്കിൽ 143(7)ൽ നേരിട്ട് ടെസ്റ്റ് ഓഡിറ്റ് ചെയ്യാനുള്ള പവേഴ്സ് ഒക്കെ ഉണ്ടെന്നും ആ 3 സെക്ഷൻസും എഴുതേണ്ടി വരും. ആൻഡ് വെദർ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇസ് റിക്വയർഡ് ടു പ്രൊവൈഡ് എക്സ്പ്ലനേഷൻ, അതിൻ്റെ ആവശ്യമില്ല എന്നും പറയേണ്ടി വരും. സോ അതാണ് എൻ്റെ ആൻസർ വന്നേക്കുന്നത്. ഓക്കെ, വലിയ ആൻസറാണ്. ഞാൻ ഫുൾ വെറുതെ വായിക്കുന്നില്ല, കാരണം നിങ്ങൾക്കും PDF വായിക്കാവുന്നതാണ്. ഓക്കെ, സബ്സെക്ഷൻ 139 സബ്സെക്ഷൻ 5ഓ 7ഓ പ്രകാരം ഒരു ഗവൺമെൻറ് കമ്പനി ഓഡിറ്റർമാർ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 143(6) പ്രകാരം സപ്ലിമെൻ്ററി ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യവും 143(5) അവർ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ആ സെക്ഷൻ കൂടി അവിടെ പറയാം. 143(5) പ്രകാരം ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യാമെന്നും ഓഡിറ്റർമാർ ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഓഡിറ്റ് ചെയ്യാമെന്നും അതിൻ്റെ കോപ്പി കൊടുക്കണമെന്നും എല്ലാം പറയുന്നുണ്ട്. പിന്നെ C&G ഷാൽ ഓൾസോ കണ്ടക്ട് എ സപ്ലിമെൻ്ററി ഓർ ടെസ്റ്റ് ഓഡിറ്റ് ഓഫ് ദ കമ്പനീസ് അക്കൗണ്ട്. 143(6)(a) ആണ് സപ്ലിമെൻ്ററി ഓഡിറ്റ്, ടെസ്റ്റ് ഓഡിറ്റ് 143(7) ആണ്. ആ സെക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല് അവർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് മെൻഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം. ബൈ സച്ച് പേഴ്സൺ ഹി മേ ഓതറൈസ് ഇൻ ഹിസ് ബിഹാഫ്. ഓക്കെ 143(5) and 6 വരും. ആൻഡ് ഫൈനലി എന്താ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ഷാൽ സബ്മിറ്റ് എ കോപ്പി ഓഫ് ദ റിപ്പോർട്ട് ടു ദ C&G. അതൊക്കെ ഓക്കെ. ആൻഡ് C&G ഷാൽ ഹാവ് ദ റൈറ്റ് ടു കമൻറ്റ് അപ്പോൺ ദ കമൻറ്റ് ഓഫ് സപ്ലിമെൻ്ററി ഓഡിറ്റ് റിപ്പോർട്ട്. അതാണ് 143(6)(b). അങ്ങനെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി എല്ലാവർക്കും അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ബട്ട് സെക്ഷൻ 134 അത് ബോർഡ് റിപ്പോർട്ടിൻ്റെ സെക്ഷനാണ്, ഓതൻറ്റിക്കേഷൻ ഓഫ് എഫേഴ്സ് ആൻഡ് ബോർഡ് റിപ്പോർട്ട്. അതിൽ പറയുന്നുണ്ട് എന്താണ്, imposes a duty of the board of directors to give explanation or comments on every reservation, adverse remarks, disclaimer, etc. contained in the audit report and the secretarial audit report of the company secretary in practice. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിലോട്ടും CS-കാരൻ്റെ സെക്രട്ടറിയൽ ഓഡിറ്റ് റിപ്പോർട്ടിലത്തെയും അഡ്വേഴ്സ് റിമാർക്സിന് മാത്രമേ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ബോർഡ് റിപ്പോർട്ടിനകത്ത് 134 പ്രകാരം. ഇൻ ദി ആബ്സൻസ് ഓഫ് സിമിലർ പ്രൊവിഷൻസ് റിക്വയറിംഗ് ദ കമ്പനി ടു ഗിവ് റിസർവേഷൻസ് മെയ്ഡ് ബൈ ദ C&G, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇസ് നോട്ട് ബൗണ്ട് ടു ഗിവ് എനി ഇൻഫർമേഷൻസ് ഓർ എക്സ്പ്ലനേഷൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെക്രട്ടറിയൽ ഓഡിറ്റർ CS-കാരൻ്റെയും CA-കാരൻ്റെയും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിൻ്റെയും അഡ്വേഴ്സ് റിമാർക്സിന് മാത്രമേ റെസ്പോൺസ് ബോർഡ് റിപ്പോർട്ടിനകത്ത്, ബോർഡ് റിപ്പോർട്ടിൻ്റെ സെക്ഷനാണ് ഓതൻറ്റിക്കേഷൻ ഓഫ് എഫേഴ്സ് ആൻഡ് ബോർഡ് റിപ്പോർട്ടാണ് സെക്ഷൻ 134 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് C&Gയുടെ കമൻസിന് റെസ്പോൺസ് കൊടുക്കുന്നതിനെ പറ്റി പറയുന്നില്ല. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ. വണ്ടർ ഹോംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓൺസ് എ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഡിവൈഡഡ് ഇൻറ്റു സെവറൽ അപ്പാർട്ട്മെൻറ്റ്സ്. ഓക്കെ, നിൻ്റെ ക്ലയൻറ്റിന് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ട്, അതിൽ പല അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. വി ഡിസൈഡ് ടു അപ്ലൈ അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ഓക്കെ, മാത്തമാറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് റെൻ്റൽ ഇൻകം ചെക്ക് ചെയ്യുമായിരിക്കും ടു വെരിഫൈ ദ റെൻ്റൽ ഇൻകം.
ദി ഓഡിറ്റർ പ്രിഡിക്സ് ദ ടോട്ടൽ റെന്റൽ ഇൻകം, സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തു ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് അപ്പാർട്ട്മെന്റ്സ്, മന്ത്ലി റെന്റ് എക്സെട്ര. എക്സ്പ്ലെയിൻ ഹൗ ദിസ് അപ്രോച്ച് റെപ്രസെൻറ്റ്സ് ദ യൂസ് ഓഫ് എക്സ്പ്ലെയിൻ ഹൗ ദി ഓഡിറ്റേഴ്സ് അപ്രോച്ച് ഇൻ ദി അബോവ് കേസ്. ഓക്കെ, അപ്പോൾ ഈ നമ്പർ ഓഫ് അപ്പാർട്ട്മെന്റ്സും മന്ത്ലി റെന്റും ആവറേജ് വേക്കൻസി റേറ്റ് ഒക്കെ ഓഡിറ്റർ നോക്കുന്നു, അത് വെച്ചിട്ട് ടോട്ടൽ റെന്റ് ഇൻകം പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആണോ? തീർച്ചയായിട്ടും ഇത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആണ്. ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതിനെ അനലിറ്റിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നു? ബിക്കോസ് SA 520 പ്രകാരം analytical procedures involves the evaluation of the financial statements through the study of plausible relationship between financial and non-financial data. അപ്പോൾ നമ്പർ ഓഫ് അപ്പാർട്ട്മെന്റ്സ്, വേക്കൻസി റേറ്റ്, ഇതെല്ലാം നോൺ ഫിനാൻഷ്യൽ ഡേറ്റയാണ്. മന്ത്ലി റേറ്റ്സ്, റെന്റൽ ഇൻകം റേറ്റ്സ് ഒക്കെ, റെന്റൽ ഓരോ മാസവും ഓരോ അപ്പാർട്ട്മെന്റ് എത്ര റെന്റ്, അത് ഫിനാൻഷ്യൽ ഡേറ്റയാണ്. അത് വെച്ചിട്ട് എക്സ്പെക്റ്റഡ് റെന്റൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ എക്സ്പെക്ടേഷൻ ആക്ച്വൽ റെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ആസ് വാട്ട്? അനലിറ്റിക്കൽ പ്രൊസീജിയർ. സോ യെസ്, ഇൻ ദ ഗിവൻ കേസ് auditor is comparing all these financial non-financial parameters. He is trying to find any unusualities in the rental income, because if there is any unusuality or deviations identified in an analytical procedure, the results of the analytical procedure, after analyzing the result of substantive analytical procedure, we can decide the extent of further test of details that is required. അല്ലേ? SA 330 FAP സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സിൽ ആദ്യം അനലിറ്റിക്സ് ചെയ്യും. അനലിറ്റിക്സ് ചെയ്തിട്ട് അനലിറ്റിക്സിൽ നമ്മൾ എന്തെങ്കിലും ഡീവിയേഷൻസോ അൺയൂഷ്വാലിറ്റീസോ കണ്ടാൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? TOD ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അല്ലേ? SA 520 പറയുന്നുണ്ട്. And state the circumstances where substantive analytical procedures are more applicable. Substantive analytical procedures കൂടുതൽ ആപ്ലിക്കബിൾ ആവുന്ന എപ്പോഴാണ്? പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, ഡിസാഗ്രിഗേറ്റ് ആയിട്ടുള്ള ഡേറ്റ അവൈലബിൾ ആണെങ്കിൽ. ഇൻ ദ ഗിവൺ കേസ് ഇറ്റ് ഇസ് ദെയർ. അപ്പോൾ മന്ത്ലി റെന്റൽ ഇൻകം അത് എല്ലാ മാസവും മാറാത്ത പക്ഷം, നമ്പർ ഓഫ് അപ്പാർട്ട്മെന്റ്സ്, ഇതൊക്കെ പ്രഡിക്റ്റബിൾ ഇൻഫർമേഷൻസ്. ഫോർ എക്സാമ്പിൾ 10 അപ്പാർട്ട്മെന്റ് ഉണ്ട്, ഓരോ അപ്പാർട്ട്മെന്റിനും 50,000 രൂപ റെന്റ് എങ്കിൽ എത്രയായിരിക്കും? 50,000 × 10, 5 ലക്ഷം രൂപ മാസം വാടക കിട്ടണം. പക്ഷേ വർഷത്തിൽ 12 മാസവും പോയിട്ടില്ല, 8 മാസമായി റെന്റ് പോയിട്ടുള്ളൂ, 3 മാസം വേക്കൻ്റ് ആയി. അപ്പോൾ 50,000 × 10 × 8 ആയിരിക്കും ആനുവൽ റെന്റൽ ഇൻകം. അപ്പോൾ യെസ്, ഇങ്ങനെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാം. ഓൾസോ ഡിസ്കസ് ഹൗ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പ്രൊവൈഡ് പെർസ്വേസീവ് ഓഡിറ്റ് എവിഡൻസ്. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർസ്വേസീവ് എവിഡൻസ് എങ്ങനെ തരുന്നത്? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന്റെ റിസൾട്ടിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ബേസിസിൽ ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അൺയൂഷ്വാലിറ്റി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അൺയൂഷ്വാലിറ്റി വന്നു എന്നൊക്കെ നമുക്ക് എൻക്വയറിയും ഫർദർ പ്രൊസീജിയേഴ്സും ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് പെർസ്വേസീവ് എവിഡൻസിലോട്ട് എത്തുന്നത്. അഗെയിൻ ഇതും ഒരു ജനറൽ ക്വസ്റ്റ്യൻ പോലെ പറയാൻ പറ്റത്തുള്ളൂ. ഇത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ദിസ് ഇസ് ദി ആൻസർ എന്ന് പറയാൻ പറ്റത്തില്ല. SA 520 പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കുറേ കാണുന്നത്. ഓക്കെ, substantive analytical procedures refers to analytical procedures performed as part of substantive procedures. Analytical procedures are evaluation of the financial information through the study of relationship between financial and non-financial data. Analytical procedure also encompasses such investigation as is necessary to identify any fluctuations or deviations. In the given case, auditor estimates the total rental income by analyzing the non-financial information such as number of apartment, rental income, etc. and vacancy rate, and compares with the rental income. Okay, financial non-financial compare ചെയ്യുന്നുണ്ട്. This approach reflects a logical relationship between financial and non-financial data. അതുകൊണ്ട് ഇത് സബ്സ്റ്റാൻറ്റീവ് analytical procedure ആണ്. ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് എന്തുകൊണ്ടാണെന്ന് ഓഡിറ്റർ ചെക്ക് ചെയ്യും. Substantive procedures generally are more applicable to large volume of transactions that are predictable over time. That is the situation. അല്ലെ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ടൈപ്പ് ഓഫ് സിറ്റുവേഷനിലാണ് അനലിറ്റിക്സ് പോസിബിൾ ആവുന്നത്. സ്റ്റേറ്റ് ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആർ മോർ ആപ്ലിക്കബിൾ. അതിനാണ് എൻ്റെ ആൻസർ. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ ലാർജ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് വിച്ച് ടെൻസ് ടു ബി പ്രഡിക്റ്റബിൾ ഓവർ ടൈം. ഇതൊക്കെ SA 520 നമ്മുടെ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ തീരുവ പോലെ പറഞ്ഞ ടോപ്പിക്കാണ്. സിൻസ് റെന്റൽ ഇൻകം റിമെയിൻസ് കോൺസ്റ്റന്റ് ഓവർ ദ പീരിയഡ്, നമുക്കിവിടെ അനലിറ്റിക്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോ മാസം ഓരോ റെന്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന്റെ മെയിൻ ഉദ്ദേശം തന്നെ എന്താണ്? സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡിനെ ആക്ച്വൽസായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിലൂടെ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ പറ്റുക. അനലിറ്റിക്കൽ പ്രൊസീജിയർ ഇൻവോൾവ്സ് ദ പ്രൊഡിക്ഷൻ ഓഫ് ടോട്ടൽ റെന്റൽ ഇൻകം on a building divided apartments, number of apartments, etc. Analytical procedure involving, for example, the prediction of total rental income on a building divided apartments, taking the rental income, number of apartments, vacancy, etc. can provide persuasive evidence and may eliminate the need for further verification by means of test of details. Other analytical procedure persuasive evidence കിട്ടാൻ സഹായിക്കുമോ? Yes, based on the result of the analytics we can decide the extent of further test of details that is required. അതന്നെയാണ് അവർ എഴുതിയേക്കുന്നത്. I will show you the answers in my book. ബുക്ക് ഉള്ളവർക്ക് നോക്കാം. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ മെറ്റീരിയലിൽ പേജ് നമ്പർ 68 അതിൽ ആദ്യം അനലിറ്റിക്കൽ പ്രൊസീജിയറിൻ്റെ മീനിങ് ആണ് ഇവർ ആൻസറിൽ ആദ്യം പറഞ്ഞേക്കുന്നത്. എന്താണ് ഇവാലുവേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്നുള്ള പരിപാടിയൊക്കെ. അതിൻ്റെ ഭാഗമായിട്ട് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെന്തായിരുന്നു അനലിറ്റിക്കൽ പ്രൊസീജിയർ എപ്പോഴാണ് സൂട്ടബിൾ ആവുക? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് സൂട്ടബിൾ ഫോർ ലാർജ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ദാറ്റ് ടെൻഡ് ടു ബി പ്രെഡിക്റ്റബിൾ ഓവർ ടൈം എന്നൊരു കൺസെപ്റ്റ് അത് എവിടെയാണ് പറയുന്നത്? അനലിറ്റിക്കൽ പ്രൊസീജിയർ മോർ അപ്രോപ്രിയേറ്റ് അക്കൗണ്ട് ബാലൻസ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ്. എല്ലാ ടൈപ്പ് ഓഫ് റിലേഷൻ പറ്റത്തില്ല.
Substantive analytical procedures are generally adopted for those transactions that tend to be predictable over time. Here predictable ആയിട്ടുള്ള ഡിസാഗ്രി ആയിട്ടുള്ള ഡേറ്റ ഉണ്ട്, അതുകൊണ്ടാണ് അനലിറ്റിക്സ് സൂട്ടബിൾ ആയിട്ടുള്ളത്. ഇത് വെച്ചിട്ട് എങ്ങനെ പെർസ്വേസീവ് എവിഡൻസ് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എസ്സേയുടെ പല പല ഭാഗത്തു നിന്നായിട്ടാണ് ഇതിൻ്റെ ഈ ക്വസ്റ്റിന് ആവശ്യമായിട്ടുള്ള ആൻസേഴ്സ് വരുന്നത്. മനസ്സിലുണ്ടോ? ഇവാലുവേറ്റിംഗ് ദ റിസൾട്ട്സ് ഓഫ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിലായിരിക്കും ആ ലാസ്റ്റ് ടോപ്പിക് വരുന്നത്. Based on the assurance received by the auditor from substantive procedure, we can decide the extent of test of details. അപ്പോൾ നോക്കിയാൽ നമ്മുടെ SA 520 ബുക്കിലത്തെ പല പല ടോപ്പിക്സ് വേണമെങ്കിൽ ഇതും പറയാം. അനലിറ്റിക്കൽ പ്രൊസീജിയർ വിൽ ബി പെർഫോംഡ് ഇൻ എവരി സ്റ്റേജസ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ ത്രികാലങ്ങളിലുണ്ട്. ഇനിഷ്യൽ ഫേസിൽ RIPയുടെ ഭാഗമായിട്ട്, എക്സിക്യൂഷൻ ഫേസിൽ FIPയുടെ ഭാഗമായിട്ട്, ആൻഡ് കംപ്ലീഷൻ ഫേസിൽ ടു റീകൺഫേം ഓർ കൊറോബറേറ്റ് ദ ഫൈൻഡിങ്സ്. ഇതിലൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിൻ്റെ റിസൾട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ മറ്റ് പ്രൊസീജിയേഴ്സ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് പെർസ്വേസീവ് എവിഡൻസ് കിട്ടാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ ജനറിക് രീതിയിലാണ് അതിൻ്റെ ചോദ്യം പോകുന്നത്. Next question is ചാർജ് ചെയ്യാൻ വെക്കട്ടെ. ചാർജ് ചെയ്ത് ഒരു സെക്കൻഡ്. As per SQC1, the firm system of quality control പ്രകാരം firm system of quality control should include policies and procedures addressing each element. 6 elements ഉണ്ടല്ലോ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട് 6 elements ഉണ്ട്. In this context, describe the essential elements that a firm system of quality control should include and explain the importance of communicating these quality control policies to the firm's personnel. Okay, you don't have to explain the entire 6 policies. ആ 6 principles എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി. കാരണം 6 principles SQC പ്രകാരം ഫേം എന്ത് ചെയ്യണമെന്ന് 4 പോയിന്റ് വെച്ചിട്ട് 6 × 4 24 പോയിന്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ ഒരു എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ MTPയിലത്തെ മാർക്സ് നോക്കണ്ട. MTPയിലത്തെ മാർക്സ് പലപ്പോഴും കുറച്ച് ഇൻഫ്ലേറ്റഡ് ആണ്. എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ മേ ബി ഇറ്റ്സ് ഗോണ ബി ലൈക്ലി 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ. കാരണം MTPയിൽ പലപ്പോഴും 5 മാർക്ക് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് സെയിം ഡിറ്റോ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ട് 3 മാർക്ക് എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ യെസ്, ഇവിടെ ചോദിച്ചേക്കുന്നത് ഡിഫറെൻറ്റ് എലമെന്റ്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ. എന്തൊക്കെയാണ് ഡിഫറൻസ്? ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ്, മറ്റേ ethical requirements including independence, acceptance and continuance of client relationship, engagement performance monitoring. പറഞ്ഞാൽ വിട്ടുപോയല്ലോ. ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എത്തിക്കൽ റിക്വയർമെന്റ്സ് including independence നോക്കണം, acceptance and continuance of client relationship, ഹ്യൂമൻ റിസോഴ്സ്, എൻഗേജ്മെന്റ് പെർഫോമൻസ്, മോണിറ്ററിങ്. ആ 6 elements അതുതന്നെയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ദീസ് ആർ ദ 6 elements എന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ആസ് പെർ SQC1, ദ ഫേം സിസ്റ്റം ഓഫ് ക്വാളിറ്റി കൺട്രോൾ ഷുഡ് കവർ ദ ഫോളോയിങ് പോളിസീസ്. എന്നിട്ട് ഇതെന്തുകൊണ്ടാണ് നമ്മൾ പേഴ്സണലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്? എന്തിനാ പറഞ്ഞത്? SQC1 മെയിൻ ഒബ്ജക്റ്റീവ് ടു എൻഷുർ ദാറ്റ് എവറി എൻഗേജ്മെന്റ് ഇസ് ആസ് പെർ ദ പ്രൊഫഷണൽ ലീഗൽ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ആൻഡ് ഓൾസോ ടു എൻഷുർ ദാറ്റ് ദ റിപ്പോർട്ട്സ് ഇഷ്യൂഡ് ആർ അപ്രോപ്രിയേറ്റ്. അതല്ലേ മെയിൻ പർപ്പസ്. ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ക്വാളിറ്റി കൺട്രോൾ പോളിസീസ് should be documented and communicated to the firm's personnel. By communicating, the firm recognizes the importance of obtaining feedback. Therefore, the firm should encourage the personnel to communicate their views. അവർ ആ ഒബ്ജക്റ്റീവ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ക്വാളിറ്റി വരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ക്വാളിറ്റി കൺട്രോൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് should be documented and communicated to the personnel. By communicating, the firm recognizes the importance of obtaining feedback, etc. Therefore, the firm should encourage. Okay, yeah. ഒബ്ജക്റ്റീവ്സ് പറഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് SQC1 ആ ക്വാളിറ്റീസ് ഒക്കെ എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്? മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ടു എൻഷുർ ദാറ്റ് എവറി എൻഗേജ്മെന്റ് ഇസ് ആസ് പെർ PLR, പ്രൊഫഷണൽ ലീഗൽ റെഗുലേറ്ററി റിക്വയർമെന്റ്സ്, റിപ്പോർട്ട് ഇഷ്യൂഡ് ആർ അപ്രോപ്രിയേറ്റ്. അതൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ലതാണ്. ഡിസ്ക്രൈബ് ദി എസെൻഷ്യൽ കണ്ടന്റ്സ് ഓഫ് ബേസിസ് ഫോർ ഒപ്പീനിയൻ. SS 700 ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. SS 700 ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഡിഫറെന്റ് എലമെന്റ്സിൽ നമ്മുടെ ടൈറ്റിൽ, അഡ്രസ്സി, ഒപ്പീനിയൻ പാരഗ്രാഫ് കഴിഞ്ഞാൽ ഓൾവേസ് ഒപ്പീനിയൻ പാരഗ്രാഫ് വിൽ ബി ഫോളോഡ് ബൈ ദ ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫ്. ഹിയർ ദി ഓഡിറ്റർ ജസ്റ്റിഫൈങ് why he said the opinion he just expressed in the. Okay, എന്തുകൊണ്ട് ആ ഒപ്പീനിയൻ പാരഗ്രാഫിൽ ഈ ഒപ്പീനിയൻ പറഞ്ഞു എന്നതിൻ്റെ റീസൺസ് ആണ്. ഡിസ്ക്രൈബ് ദി എസെൻഷ്യൽ കണ്ടന്റ് ഓഫ് ദ ബേസിസ് ഫോർ ഒപ്പീനിയൻ സെക്ഷൻ ആൻഡ് എക്സ്പ്ലെയിൻ വൈ ദ സെക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 4 മാർക്കിൻ്റെ ചോദ്യം. ഇതിൽ എനിക്ക് തോന്നുന്നു ദേ ആർ ഓൺലി ആസ്കിങ് ഫോർ വാട്ട്. ഇത് SA 700 ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫ് ഷുഡ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് 4 പോയിന്റ് പറയുന്നുണ്ട്. അതായത് ഓൺ വാട്ട് ബേസിസ് ദി ഒപ്പീനിയൻ വാസ് സെഡ്, state the fact that the audit was conducted as per SA, refer to that part of the audit report where the auditor's responsibilities are explained, sufficient appropriate evidence കിട്ടിയതിന് ശേഷമാണ് ഈ എവിഡൻസ് പറഞ്ഞേക്കുക. ആ 4 പോയിന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫിന്റെ ടെക്സ്റ്റിൽ, നമ്മുടെ മെറ്റീരിയലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ എലമെന്റ്സിന് ശേഷം പിന്നീട് ക്വാളിഫൈഡ് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്ത് മാറ്റം വരും,
For example, if the opinion paragraph has a modified opinion, the name of the basis for opinion paragraph will be accordingly changed. Like qualified opinion ആണെങ്കിൽ basis for qualified opinion, മുകളിൽ പറഞ്ഞേക്കുന്ന adverse opinion ആണെങ്കിൽ താഴെ basis for adverse opinion. എന്നിട്ട് വാട്ട് ഗീവ് റൈസ് ടു സച്ച് മോഡിഫിക്കേഷൻ, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞൊരു പോയിന്റിൽ അത്രയും അതൊക്കെ ആക്ച്വലി ബേസിസ് ഫോർ ഒപ്പീനിയൻ paragraphൽ വരാമെങ്കിലും ഈ എസെൻഷ്യൽ കണ്ടൻസ് എന്ന് പറയുമ്പോൾ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ദ ജസ്റ്റ് ആസ്കിങ് ഫോർ ദ മെയിൻ 4 കാര്യങ്ങൾ. ഓക്കെ, ഇൻ ദി ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫ് നമ്മൾ എന്തൊക്കെ മാത്രം പറഞ്ഞാൽ മതി? സ്റ്റേറ്റ് ദാറ്റ് ദി ഓഡിറ്റ് വാസ് പെർഫോംഡ് ആസ് പെർ എസ്എ, refer to that section of the audit report where the auditor's responsibilities are given, include a statement that the auditor has performed the work with independence and ethical requirements as required by SA, state that auditor believed that the audit evidence obtained was sufficient and appropriate for the purpose of expressing the opinion. Sufficient and appropriate evidence കിട്ടിയതിന്റെ ബേസിസിലാണ് ഒപ്പീനിയൻ പറഞ്ഞിരിക്കുന്നത്. Thus the basis of opinion section provides important context about the auditor's opinion. ഇതൊക്കെ എത്രയേ പറയുന്നുള്ളൂ, എസെൻഷ്യൽ കണ്ടൻസ് ചോദിച്ചേക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ, സൺ മൂൺ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, ഓഡിറ്റർ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ഉള്ള ചാപ്റ്ററിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ എവിടെ ഇരിക്കട്ടെ, ബാക്കി പൊതുവേ ഞാൻ പറയുവാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിനകത്ത് മറ്റേ ഷെയർ ഹോൾഡിങ്സ് ലിമിറ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ആർക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി പറ്റും, ആരെ നിന്നൊക്കെ ബോറോ ചെയ്യാൻ വേണ്ടി പറ്റും, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ചാരിറ്റബിൾ പർപ്പസിന് പൈസ എത്ര മാത്രം കൊടുക്കാൻ വേണ്ടി പറ്റും, റിസർവ് ഫണ്ട് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്രയും തിയറി ഷോർട്ട് തിയറിയാണ്, അത് നോക്കി വെക്കുക. പിന്നെ മൾട്ടി സൈഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അകത്ത് പറയുന്ന സെക്ഷൻ 77, 78, 79 മറ്റേ സ്പെഷ്യൽ റിപ്പോർട്ട്, ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ, എൻക്വയറി എന്നുള്ള ടോപ്പിക്സ്, അത് നോക്കി വെക്കുക. ഇതാണ് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ചാപ്റ്ററിൽ ആ ലാസ്റ്റ് ഭാഗത്ത് ലാസ്റ്റ് മിനിറ്റ് എന്തായാലും നോക്കിയിരിക്കേണ്ട കോർ ഏരിയ. ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനകത്ത് ഈ സ്പെഷ്യൽ റിപ്പോർട്ട് ഓഡിറ്റർ എപ്പോഴാണ് കൊടുക്കുക, രജിസ്ട്രാറിന് എപ്പോഴാണ് സ്പെഷ്യൽ റിപ്പോർട്ട് കൊടുക്കുക, ഓഡിറ്റ് റിപ്പോർട്ടിൽ ഷെഡ്യൂൾസ് ആഡ് ചെയ്യുന്നത് എന്തിനെയൊക്കെ സംബന്ധിച്ചിട്ടാണ്, അങ്ങനെ ഒരു 4 പോയിന്റിൻ്റെ ടോപ്പിക് ഉണ്ട്, അതൊന്ന് നോക്കി വെക്കുക. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അത് നോക്കിയാൽ തന്നെ ഏതാണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഇസ് റിഗാർഡിംഗ് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതായത് സൊസൈറ്റിയുടെ തുടക്കത്തിലെ ആ ബേസിക് പോയിന്റ്സിൽ വരുന്നതാണ് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ക്വസ്റ്റ്യൻ. സൺമൂൺ ക്രെഡിറ്റ് സൊസൈറ്റി ഓപ്പറേറ്റ്സ് ഇൻ മഹാരാഷ്ട്ര. ഓക്കെ, അതെവിടെയെങ്കിലുമൊക്കെ ആവട്ടെ. The auditor observed that society maintains cash book and ledger but has not maintained separate register for loan disbursement. Management contends that they maintain the main cash book. There is no need to maintain any other subsidiary records. Okay. Explain whether the society's practice is appropriate. See, books of accounts ഒക്കെ ഒരു സൊസൈറ്റി എന്തൊക്കെയാണ് കീപ്പ് ചെയ്യേണ്ടത് സൊസൈറ്റിക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു ദ ഡിസ്കഷൻ ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി. കാരണം കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് 2 സെറ്റ് ഓഫ് ലോസ് ഉണ്ട്, സെൻട്രൽ ലോസും ഉണ്ട്, സ്റ്റേറ്റ് ലോസും ഉണ്ട്. ആൻഡ് റിഗാർഡിംഗ് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഡിഫറെൻറ്റ് ലോസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് ലോസ് ആണ് റിഗാർഡിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സോ ജനറലി യൂഷ്വലി എല്ലാ സൊസൈറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഇനി റെക്കോർഡ്സ് വിച്ച് ഷോസ് ദ ഡീറ്റെയിൽസ് ഓഫ് എത്ര പൈസ കിട്ടി, എത്ര പൈസ പോയി, എത്ര ഇൻകം, എത്ര എക്സ്പെൻസ്, എത്ര അസറ്റ്, എത്ര ലയബിലിറ്റി. ദീസ് ആർ ദ ജനറൽ തിങ്. മാനുഫാക്ചറിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ്സ്. These are the general records usually everyone will keep, but apart from this anything additional a society wants to keep, it can keep എന്ന് പല സ്റ്റേറ്റ് ലോസും പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ if the management contends of that they need not prepare subsidiary records, they maintain the main cash book മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, വേറെ റെക്കോർഡ്സിന് ആവശ്യമില്ല എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. Explain whether the society's practice is appropriate. Yes, it seems to be appropriate. Okay, in Maharashtra the societies are required to maintain books of accounts. മഹാരാഷ്ട്ര എന്നല്ല, അതായത് ഏത് സ്റ്റേറ്റ് ആണെങ്കിലും പൊതുവേ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് എനി റെക്കോർഡ്സ് വിച്ച് ഷോസ് ദ ഡീറ്റെയിൽസ് ഓഫ് നമ്മുടെ കമ്പനീസ് ആയിട്ടുള്ള 128 സിമിലർ, എത്ര പൈസ കിട്ടി, എത്ര പൈസ പോയി, എത്ര സെയിൽ, എത്ര പർച്ചേസ്, എത്ര അസറ്റ്, ലയബിലിറ്റി. ഇതിന് പുറമെ ആ സ്ഥാപനത്തിൻ്റെ പ്രോപ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആസ്പെക്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് the statutory or mandatory provisions provided that are not conclusive. Okay, in order to maintain proper financial accounting so as to disclose the financial result, the statutory or mandatory provisions provided directives only, but they are not conclusive. Society എന്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഡയറക്റ്റീവ്സ് ആയിട്ടേ പറയുന്നുള്ളൂ. Society is at a liberty to maintain such additional records it may feel so. Depending upon the nature and object of the society, different kinds of books will be maintained. ഇവിടെ ക്രെഡിറ്റ് സൊസൈറ്റി ആയതുകൊണ്ട് അവർക്ക് മറ്റേ ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, ജനറൽ ഡീറ്റെയിൽസ് മാത്രം കാണിച്ചാൽ മതി. Depending upon the nature and object of the society, different kinds of books will be maintained. In the case of large-scale cooperative organization, different subsidiary books shall be maintained and the daily summary totals will be transferred to main cash book. For example, daily cash എത്രയാണ്, register of collection from debtors എത്ര മാത്രമുണ്ട്, register of recovery of loans,
ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ്സിൻ്റെ ലിസ്റ്റ്, എനി അതർ കോളംനാർ സബ്സിഡീസ് ഡിപ്പെൻഡിങ്, ഇതൊക്കെ സബ്സിഡറീസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ സബ്സിഡറി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്നല്ല, ബേസിക്കലി മെയിനായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എനി റെക്കോർഡ്സ് വിച്ച് ഷോസ് ദീസ് ഡീറ്റെയിൽസ് ആണ്, അത് എഴുതാം. ആൻഡ് എന്തെല്ലാം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അഡീഷണലി കീപ്പ് ചെയ്യണം, ദാറ്റ് ഇസ് ലെഫ്റ്റ് ടു ദ ലിബർട്ടി ഓഫ് ദി സൊസൈറ്റി, ദാറ്റ് ഇസ് ദ മെയിൻ പോർഷൻ ഓഫ് ദി ആൻസർ. പിന്നെ ഇവർ ഇവിടെ ക്രെഡിറ്റ് സൊസൈറ്റി ആയതുകൊണ്ട് ഈ ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റ്സും ലോൺ തിരിച്ചു വാങ്ങിക്കുന്നതും റിക്കവറിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്റ്റേഴ്സും കൂടി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ദാറ്റ് ഇസ് ദിസ് ക്വസ്റ്റ്യൻ. ആ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് 1 ടൈം റീഡ് കൊടുത്താൽ മതി. ഈ ലിസ്റ്റ് ഒന്ന് ചോദ്യം ചോദിക്കാനൊക്കെ ചാൻസ് വളരെ കുറവാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് സിൻസ് ഇറ്റ് ഇസ് ദർ ഇൻ ദി MTP, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ 1 ടൈം. മെയിൻ പാർട്ട് ഓഫ് ദി ആൻസർ ഇസ് ദിസ് പോർഷൻ ഓൺലി. They have the liberty to maintain their own books of accounts. 5B. During the audit of PQR, auditor observed that the company has incurred several types of expenditures. These include site preparation, installation, or the AS10 question ആണ്. ഒരു പുതിയ മാനുഫാക്ചറിങ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൈറ്റ് പ്രിപ്പറേഷൻ, ഇൻസ്റ്റലേഷൻ, എക്യുപ്മെൻറ്റ് ടെസ്റ്റിംഗ് അങ്ങനത്തെ ഫീസ് ഉണ്ടായിട്ടുണ്ട്. ഓൾസോ ദ കമ്പനി ഹാസ് സ്പെൻഡ് amount on staff training for operating the machinery, advertising expenses, etc. Explain how you analyze these expenditures to determine whether they should be capitalized. ഇത് പ്രോപ്പർ സ്ട്രേറ്റ് ഫോർവേഡ് AS10 ക്വസ്റ്റ്യൻസ്. ഞാൻ പറയാറുണ്ട്, നമ്മുടെ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൽ 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. ഒന്നെങ്കിൽ അസേഷൻസ്, അത് MCQസിലെ ചോദിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അസേഷൻസിന് MCQs, അല്ലെങ്കിൽ ഈ AS ലോ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി ചോദിക്കും. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ഡിസ്ക്ലോഷേഴ്സിൻ്റെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ മറ്റേ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിലത്തെ ആദ്യത്തെ 10 ഐറ്റത്തിൻ്റെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ, എക്സിസ്റ്റൻസ്, വാല്യുവേഷൻ, പിന്നെ കംപ്ലീറ്റ്നെസ്സും കൂടി ഇപ്പോൾ ഒരു MTPയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നല്ലോ, അങ്ങനത്തെ സ്പെസിഫിക് അസേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതിലിപ്പോൾ AS ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അക്കൗണ്ടിങ്സ് 10ൽ നിങ്ങൾ പഠിക്കുന്നതാണ് ഏതൊക്കെ കോസ്റ്റ്, സ്ട്രേറ്റ് ഫോർവേഡ് ആൻസറാണ്, ഏതൊക്കെ കോസ്റ്റ് PPയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ഗിവൺ ഇൻ AS10 പ്രകാരം കോസ്റ്റ് ഓഫ് ഐറ്റം ഓഫ് PPയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. എനി കോസ്റ്റ് വിച്ച് ഇസ് അട്രിബ്യൂട്ടബിൾ ടു ബ്രിങ് ദി അസറ്റ് ടു ദ പ്രസന്റ് ലൊക്കേഷൻ, കണ്ടീഷൻ, നോൺ റീഫണ്ടബിൾ ടാക്സ്, അങ്ങനത്തെ ആഡ് ചെയ്യാം. ഇനീഷ്യൽ എസ്റ്റിമേറ്റ് ഓഫ് ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ്, അതൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ അതേസമയം മറ്റേ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റും അതൊന്നും പറ്റത്തില്ല. കോസ്റ്റ് ലൈക്ക് സ്റ്റാഫ് ട്രെയിനിങ്, അഡ്വർടൈസിംഗ് ചാർജ് ടു റവന്യൂ, അത് P&Lലോട്ടാണ് കൊടുക്കുക. ദേ ഷുഡ് നോട്ട് ബി പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് PP. അത് AS10 ടോപ്പിക്കാണ്, അത് പക്ക AS10 ടോപ്പിക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റൻസ് അണ്ടർ വിച്ച് എ പ്രൊഫഷണൽ അക്കൗണ്ടന്റ് മേ ഡിപ്പാർട്ട് ഫ്രം എ സ്പെസിഫിക് പ്രൊസീജിയർ. ഡിസ്ക്രൈബ് ദ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്സ്. അഗെയിൻ ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒരു സ്പെസിഫിക് ഏരിയയിൽ ലൈക്ക് SA 230 പറയുന്ന ഒരു റെഫറൻസ് മാത്രമാണ് അത്. അതായത് നമ്മൾ ഡോക്യുമെന്റേഷനിൽ പറയുന്നുണ്ട്, ഇഫ് an auditor could not achieve a specific SA objective or depart from an SA, the reasons for the same should also be documented. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ എല്ലാ SAസും എല്ലാ ഓഡിറ്റ് എൻഗേജ്മെന്റ്സിലും ആപ്ലിക്കബിൾ ആകത്തില്ല. ആപ്ലിക്കബിൾ ആകുന്നതും ചിലപ്പോൾ എല്ലാ സിറ്റുവേഷൻസിലും ഒരേപോലെ ആസ് റിട്ടേൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇഫ് യു deviate from a specific SA or you could not achieve a specific objective of an SA, then the reasons for the same should be properly documented എന്ന് മാത്രമേ as per 230 നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. സോ യെസ്, വാട്ട് ഈസ് ദിയർ ഡോക്യുമെന്റേഷൻ റെസ്പോൺസിബിലിറ്റി? അതായിരിക്കും ആൻസർ, ജനറൽ ആൻസർ ആണ്. ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ടു സീ ദാറ്റ് സ്റ്റാൻഡേർഡ്സ് ആർ യൂഷ്വലി ഫോളോഡ്. പക്ഷേ ഹൗ എ സിറ്റുവേഷൻ മേ അറൈസ് വെൻ സ്പെസിഫിക് പ്രൊസീജിയർ ആസ് റിക്വയർഡ് ഇൻ എ സ്റ്റാൻഡേർഡ് ചിലപ്പോൾ ഇനഫക്റ്റീവ് ആയിരിക്കും, ഒരു സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇൻ സച്ച് കേസ് വി ഹാവ് ടു ഡോക്യുമെന്റ് ഹൗ alternative procedures were performed, reasons for the departure, etc. has to be documented. Further, his report should draw attention to such departure. It is also to be noted that a mere disclosure does not absolve the accountant from complying with applicable standards. CA Rushil should have properly documented the alternative procedures, etc. അപ്പോൾ വെറുതെ ഒരു പെർസ്വേസീവ് എവിഡൻസ് കളക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രൊസീജിയർ ചെയ്യാതിരുന്നിട്ട് ഞാൻ ചെയ്തില്ല എന്ന് പറയുന്നത് പാടില്ല. ജെന്യൂൻ ആയിട്ടുള്ള റീസൺസിൽ ഇഫ് യു ഹാവ് ടു ഡിപ്പാർട്ട് ഫ്രം എൻ SA, എന്തുകൊണ്ട് ആ ഡിപ്പാർട്ട് ചെയ്യേണ്ടി വന്നു, പകരം എന്ത് ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയേഴ്സ് ചെയ്തു, എങ്ങനെയാണ് സിറ്റുവേഷൻ മാനേജ് ചെയ്തിട്ടുള്ളത്, ഓൾ ദീസ് തിങ്സ് ഹാസ് ടു ബി ഡോക്യുമെന്റഡ്. ജനറൽ ക്വസ്റ്റ്യൻ, ലോട്ട്സ് ഓഫ് ജനറൽ ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് MTP. Coming to last question, during an audit, auditor becomes aware that management has imposed a limitation on the scope of the auditor after the engagement was accepted. We should not accept or continue limited engagement. Explain the steps we should take and possible implications on the audit report if sufficient evidence cannot be obtained as per SS 705. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ദി എൻഗേജ്മെന്റ് മാനേജ്മെന്റ് ഇമ്പോസ് ചെയ്യുന്നു ലിമിറ്റേഷൻ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എന്താണ് ഓൺ ദി ഓഡിറ്റ് റിപ്പോർട്ട്? ഇത് SA 705 പറഞ്ഞ ടോപ്പിക്കാണ്. അതായത് നമ്മൾ വർക്ക് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഇഫ് ദ ക്ലയന്റ് ഇമ്പോസ് ലിമിറ്റേഷൻ വിച്ച് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ ഫോർ ദി ഓഡിറ്റർ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഷുഡ് ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ മാനേജ്മെന്റ്, ബിക്കോസ് ഇതൊരു സിഗ്നിഫിക്കൻറ്റ് ഡിഫിക്കൽട്ടിയാണ്. വി ഷുഡ് ഇൻഫോം ദ മാനേജ്മെന്റ് ആൻഡ് TCWG ടു റിമൂവ് ദാറ്റ് ലിമിറ്റേഷൻ. അത് മാറാത്ത പക്ഷം, ഓക്കെ,
പിന്നെ പറയുന്നുണ്ട് അൺലെസ് എവരി വൺ ഇൻ ദ മാനേജ്മെന്റ് ഇസ് ഓൾസോ ഇൻവോൾവ് ഇൻ ടി സി ഡബ്ല്യു ജി. ടി സി ഡബ്ല്യു ജിയിലത്തെ എല്ലാവരും മാനേജ്മെന്റിൽ ഉണ്ടെങ്കിൽ പിന്നെ ടി സി ഡബ്ല്യു ജിയുടെ പറയുന്നതിൽ അർത്ഥമില്ല. അല്ലാത്ത പക്ഷം ടി സി ഡബ്ല്യു ജിയുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഈ കാര്യം, ഈ ഡിഫിക്കൽട്ടി റിമൂവ് ചെയ്യാനായിട്ട്. എന്നിട്ടും റിമൂവ് ചെയ്യുന്നില്ല, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ലിമിറ്റേഷൻ ഉണ്ട്, സ്കോപ്പ് ഓഫ് ദി ഓഡിറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ദിസ് ഇസ് ദ ഫോളോയിങ്, ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു ഡു. ഈ ലിമിറ്റേഷൻ കാരണം if we are not going to get audit evidence, okay, if this limitation is going to result in auditor not getting audit evidence about a potential misstatement which could be material but not pervasive, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we can give a modified opinion, qualified opinion കൊടുക്കാം. If because of this limitation it is going to result in lack of audit evidence about a potential misstatement which could be material and pervasive, detail വ്യാപകമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള എവിഡൻസ് കിട്ടാതെ ആവുന്നുണ്ട് ഈ ലിമിറ്റേഷൻ കാരണമെങ്കിൽ വി ക്യാൻ ഔട്ട്റൈറ്റ് റിസൈൻ ഫ്രം ദി വിഡ്രോ ഫ്രം ദി എൻഗേജ്മെന്റ് എന്നാണ് ആദ്യം 705 പറഞ്ഞത്. ബട്ട് വേർ സച്ച് വിഡ്രോവൽ ഇസ് നോട്ട് സിംപ്ലി പെർമിറ്റഡ് വിത്തൗട്ട് ഗിവിംഗ് എ റിപ്പോർട്ട് കൊടുക്കാതെ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം ആ സിറ്റുവേഷൻസിൽ ഡിസ്ക്ലെയിമർ റിപ്പോർട്ട് കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ഇത് SS 705 നമ്മുടെ മെറ്റീരിയലിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് തിയറിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് MTPR ജനറൽ ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് ഒരു സമാധാനം പോലെ ഇങ്ങനത്തെ ഡയറക്റ്റ് തിയറിയും ഉണ്ട്. കോൺസിക്വൻസ് ഓഫ് ഇനബിലിറ്റി ടു ഒബ്റ്റെയിൻ എവിഡൻസ് ഡ്യൂ ടു മാനേജ്മെന്റ് ഇമ്പോസ് ലിമിറ്റേഷൻ. ഇഫ് ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ദി എൻഗേജ്മെന്റ് വി ബിക്കം അവെയർ ദാറ്റ് മാനേജ്മെന്റ് ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാളിഫൈഡോ ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ കൊടുക്കേണ്ടി വരും. ഇഫ് ദ മാനേജ്മെന്റ് refuses to remove the limitation, first we shall communicate with TCWG unless everybody in the TCWG is also in the management. If the auditor is unable to obtain any evidence, then we shall determine the implication as follows. If the auditor concludes that the possible effect on the FS because of the undetected misstatement is okay, ഈ undetected ആയിട്ടുള്ള because of the limitation we are not getting evidence of a potential possible misstatement which could be material പക്ഷെ pervasive അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്തിട്ട് ഇറങ്ങിപ്പോവാം. But if we conclude that the possible effect of the possible effect on the FS because of this limitation is going to be it is about a material misstatement which is material and pervasive. മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു മിസ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടുള്ള എവിഡൻസ് ആണ് ഇപ്പോൾ കിട്ടാതിരിക്കുന്നത് മാനേജ്മെന്റ് ലിമിറ്റേഷൻ വെക്കുന്നതുകൊണ്ട്. മെറ്റീരിയൽ പെർവേസീവ് ആണ്. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ വിഡ്രോ ഫ്രം ദി എൻഗേജ്മെന്റ് ഇഫ് പോസിബിൾ, ഓർ ഈ വിഡ്രോവൽ ഫ്രം ദി ഓഡിറ്റ് ബിഫോർ ഇഷ്യൂയിങ് ദ റിപ്പോർട്ട് ഇസ് നോട്ട് പ്രാക്ടിക്കൽ. റിപ്പോർട്ട് കൊടുക്കാണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ ഏത് റിപ്പോർട്ട് കൊടുക്കുക, ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ കൊടുത്തിട്ട് ഇറങ്ങിപ്പോവുക. ഇത് തന്നെയായിരിക്കും മിക്കവാറും ഡയറക്റ്റ് തിയറി അവിടെ ആൻസർ വന്നേക്കുന്നത്. MTP 1 ഓഫ് Jan 26 അത് തന്നെ സെയിം പോയിന്റ്സ് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഇഫ് ആഫ്റ്റർ ആക്സെപ്റ്റിംഗ് ദി എൻഗേജ്മെന്റ് വി ബിക്കം അവെയർ ആണെങ്കിൽ ഇത് ചെയ്യണം, ക്വാളിഫൈഡ് ഡിസ്ക്ലെയിമർ ഒപ്പീനിയൻ കൊടുക്കണം. മാനേജ്മെന്റ് റെഫ്യൂസ് ചെയ്യാൻ റിമൂവൽ ഈ ലിമിറ്റേഷൻ റിമൂവ് ചെയ്യാൻ റെഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ TCWG കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻഫർമേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട്, വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ പറ്റില്ല, സെയിം സംഭവം. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6B. ഹൻസ എയർവൈസ് ഹാസ് പർച്ചേസ്ഡ് എ ന്യൂ എയർക്രാഫ്റ്റ്. ദ എയർക്രാഫ്റ്റ് ഹാസ് എൻ എയർ ഫ്രെയിം and the engines both of which have significant cost. ഓക്കെ, ഒരു എയർക്രാഫ്റ്റ് മേടിച്ചു, ആ എയർക്രാഫ്റ്റിന് ഒരു ഫ്രെയിമും ഉണ്ട്, പിന്നെ എഞ്ചിൻസ് ഒക്കെ ഉണ്ട് ഒബ്വിയസ്ലി. ഡ്യൂറിംഗ് ദി ഓഡിറ്റ് ഓഫ് ദ കമ്പനീസ് FS, the auditor noticed that the company applied a single depreciation rate to the total cost of the aircraft. ഇതൊക്കെ നല്ല ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ആക്ച്വലി ഇതൊക്കെ CA ഫൈനലിൻ്റെ നമ്മുടെ ഇൻഡേഴ്സിലൊക്കെ ഇത് സബ്സ്റ്റൻസ് ഓഫ് ഫോമിൻ്റെ ഒക്കെ ഇംപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ടോപ്പിക്ക് പോകുന്നത്. നിന്റെ ക്ലയൻറ്റ് കമ്പനി ഒരു എയർക്രാഫ്റ്റ് മേടിച്ചിട്ടുണ്ട്, ആ എയർക്രാഫ്റ്റിന് അവരൊരു ഡിപ്രിസിയേഷൻ റേറ്റ് കണക്കാക്കിയിട്ടുണ്ട്, ലെറ്റ്സ് സേ 20%, 25%. ബട്ട് ഈ എയർക്രാഫ്റ്റിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന എൻജിൻസിന് സെപ്പറേറ്റ് യൂസ്ഫുൾ ലൈഫ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എയർക്രാഫ്റ്റിനെ മൊത്തത്തിൽ ഒരേ രീതിയിൽ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നത് കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ അപ്പോൾ കാർ മേടിച്ചു, മെഷീൻ മേടിച്ചു, ഒറ്റ ഡിപ്രിസിയേഷൻ അല്ലേ. ഇവിടെ പറയാണ് അവരൊരു എയർക്രാഫ്റ്റ് മേടിച്ചു, പക്ഷേ എയർക്രാഫ്റ്റിൻ്റെ ഡിപ്രിസിയേഷൻ മേ ബി 7 years ആയിരിക്കാം, അല്ലെങ്കിൽ 20% വെച്ചിട്ട് 5 years ആയിരിക്കാം. പക്ഷേ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന അസറ്റ് ചിലപ്പോൾ ഡിഫറെൻറ്റ്. ഈ എയർക്രാഫ്റ്റിന് അകത്ത് ഉപയോഗിക്കുന്ന എഞ്ചിൻ, എയർക്രാഫ്റ്റിലത്തെ സീറ്റുകൾ, അതിൻ്റെ ഫ്രെയിംസ്, അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ലൈഫ് ആണെങ്കിൽ ഈ എയർക്രാഫ്റ്റിനെ മൊത്തത്തിൽ ഒറ്റ റേറ്റിൽ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നത് കറക്റ്റാണോ? അല്ല, വി ഹാവ് ടു ഗിവ് ഇവിടെ മറ്റേ അതിൻ്റെ സബ്സ്റ്റൻസ് ഓഫ് ദ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ഈ അസറ്റിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സ്പെസിഫിക് കോമ്പണൻസിൻ്റെ ലൈഫ് ഡിഫറെൻ്റ് ആണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സ്പെസിഫിക് റേറ്റ്സ് ഓഫ് ഡിപ്രിസിയേഷൻ സിംഗിൾ ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. ഹിയർ വാട്ട് ഹാപ്പൻ ഡ്യൂറിംഗ് ദി ഓഡിറ്റ് ഓഫ് കമ്പനീസ് FS, the auditor noticed that the company applied a single depreciation rate without separating the airframe and engine. Also, the auditor observed that the company changed the amortization methods of a software
but did not disclose the same. Explain the attributes we would consider relating to depreciation amortization. ഇത് മറ്റേ ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്റർ. ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിൽ നമുക്ക് മൊത്തം 14 ഐറ്റംസ് ഉണ്ട്. ആ 14 ഐറ്റംസും അല്ലാതെ പിന്നെ ആദ്യത്തെ 10 ഐറ്റംസ് അല്ലാണ്ട് ലാസ്റ്റ് കുറച്ച് മറ്റേ അസേർഷൻ ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അതിൽ വരുന്നതാണ് ഈ ഡിപ്രിസിയേഷൻ അമോർട്ടൈസേഷൻ ഒക്കെ. നിങ്ങൾ ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. അവിടുത്തെ ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്റർ 10-16 മാർക്ക് അത് നോക്കാതിരുന്നു കഴിഞ്ഞാൽ യു ഹാവ് ദ റെസിപ്പി ഫോർ ഫെയിലിയർ. ആ ചാപ്റ്റർ പഠിക്കാതെ നിങ്ങൾ പോകരുത്. ആൻഡ് ദിസ് ഇസ് ദ മോസ്റ്റ് ചലഞ്ചിങ് പാർട്ട് ഓഫ് ദിസ് എൻ്റയർ ഓഡിറ്റ്. നമ്മളുടെ മറ്റേ ഡിപ്രിസിയേഷൻ അമോർട്ടൈസേഷൻ ഉള്ളത്. സോ വാട്ട് ആർ ദി ആട്രിബ്യൂട്ട്സ്? നമ്മുടെ ക്വസ്റ്റൻ എന്തായിരുന്നു? നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്നല്ലേ ക്വസ്റ്റൻ. ഇതാണ് ക്വസ്റ്റിൻ്റെ ആൻസർ. സ്പെസിഫിക് ക്വസ്റ്റൻ ആണ്, ഇത് റിപ്പീറ്റഡ്ലി വരുന്നതാണ് കേട്ടോ. Jan 26 MTP. ഒരു സെക്കൻഡ്, അത് പോയി. ഓക്കെ, എക്സ്പ്ലെയിൻ ദി ആട്രിബ്യൂട്ട്സ്. യാ, വാട്ട് ആർ ദി ആട്രിബ്യൂട്ട്സ് വി വുഡ് കൺസിഡർ റിഗാർഡിംഗ് ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഡിപ്രിസിയേഷൻ അമോർട്ടൈസേഷൻ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? സ്ട്രൈറ്റ് ഈ ആട്രിബ്യൂട്ട്സ്. ഓട്ട് നീഡ് ടു കൺസിഡർ ഫോളോയിങ് ആട്രിബ്യൂട്ട്സ്. അക്കൗണ്ടിങ് പോളിസി എന്താണ് അവർ ഉപയോഗിച്ചേക്കുന്നത് ഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ? അത് കമ്പനീസ് ആക്ട് പ്രകാരമാണോ? അത് കൺസിസ്റ്റൻ്റ്ലി എല്ലാ വർഷവും അപ്ലൈ ചെയ്തിട്ടുണ്ടോ? റെസിഡൽ വാല്യൂ എല്ലാം കൃത്യമായിട്ട് കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഡിപ്രിസിയേഷൻ അമോർട്ടൈസേഷൻ ചാർജ് ആക്യുറേറ്റ്ലി കാൽക്കുലേറ്റഡ് ആണോ? ആൻഡ് അമൗണ്ടിൻ്റെ ആക്യുറസി നോക്കുക. അത് അപ്രോപ്രിയേറ്റ് പീരീഡിലോട്ട് റെലവൻ്റ് ആണോ? ലൈക്ക് ദിസ് ഇസ് എ ലൈക്ക് പാസ്റ്റ് എക്സാം ക്വസ്റ്റൻ. ഓഡിറ്റ് പ്രൊസീജിയർ ടു വെരിഫൈ ദി ആക്യുറസി ഓഫ് അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞിട്ടും ഈ ക്വസ്റ്റൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. സോ സ്ഥിരം വാട്ട് ആർ ദി ആട്രിബ്യൂട്ട്സ് വി ഹാവ് ടു ചെക്ക്. ലൈക്ക് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ഇത്. ഇത് മറ്റേ അല്ലല്ലോ, ഓർഡർ ഡിഫറെൻറ്റ് ഐറ്റംസ് ചാപ്റ്ററിലത്തെ ഡയറക്റ്റ് ക്വസ്റ്റൻ. അത് തന്നെയാണ് ഇവിടെ വന്നേക്കുന്ന ആ ആട്രിബ്യൂട്ട്സ് തന്നെയാണ് സ്ട്രേറ്റ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ആൻഡ് വി ഹാവ് റീച്ച് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ 6C എത്തിക്കഴിഞ്ഞു. 6C അല്ലേ ഉള്ളൂ. 6Cയിൽ പൊതുവേ തീർന്നതാണ്. 6C ചോയ്സ്. 6C ഈസ് ഓൾവേസ് വെരി ഗുഡ്. ഇഫ് യു നോ യു നോ. XYZ Limited finalized the FS for the year. Audit is in progress. Auditors expected to issue the report on July 25. ഓക്കെ, ഡോക്യുമെൻറ്റേഷൻ്റെ ഒരു കാര്യമാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. മറ്റേ ഓഡിറ്റ് ഫയൽ 60 ദിവസത്തിനകത്ത് ഫയൽ ചെയ്യണം അല്ലേ? ഓഡിറ്റേഴ്സ് ഇൻ പ്രോഗ്രസ് ആൻഡ് എക്സ്പെക്ടഡ് ടു ഇഷ്യൂ ദ റിപ്പോർട്ട് ബൈ July 25. ഓക്കെ, സബ്സിക്വൻസും സംഭവിക്കാം. ഇൻ 10th April എ മേജർ ഡെറ്റർ. അപ്പോൾ ഇത് സബ്സിക്വൻസിലോട്ടാണ് പോകുന്നത്. AS4 ആ ഒരു കോണ്ടക്സ്റ്റോട്ടാണ് പോകുന്നത്. എ മേജർ ഡെറ്റർ ഓഫ് ദ കമ്പനി വാസ് ഡിക്ലെയർഡ് ഇൻസോൾവെന്റ്. 10th April എന്ന് പറയുമ്പോൾ ആഫ്റ്റർ 31st March ബട്ട് ബിഫോർ ഇഷ്യൂ ദ ഓഡിറ്റ് റിപ്പോർട്ടാണ്. അപ്പോൾ SA ഓഡിറ്ററിനെ സംബന്ധിച്ചിട്ട് ഇത് സബ്സിക്വന്റ് പീരീഡ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 4 ഇതൊരു ഇവന്റ്സ് ഒക്കറിംഗ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് പീരീഡ് ആയിട്ട് മാറും. ഡെറ്റർ ഇൻസോൾവെന്റ് ആയിട്ട് പോകുന്നു എന്നുള്ള കാര്യം. സോ അത് അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണോ നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണോ എന്ന് നോക്കിയിട്ട് അത് അഡ്ജസ്റ്റഡ് ഓർ ഡിസ്ക്ലോസ് ആയിട്ടുണ്ടോ എന്നൊക്കെ ഓഡിറ്റ് ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്. ദ കമ്പനി റിയലൈസ് ദി എമൗണ്ട് ഡ്യൂ ഫ്രം ദിസ് ഡെറ്റർ ആസ് ഓഫ് 31st March വാസ് നോട്ട് റിക്കവർ. ആൻഡ് ദ കമ്പനി റിയലൈസ്ഡ് ദാറ്റ് ദ ഓക്കെ, കമ്പനിക്ക് March 31st March FSലെ സമയത്തെ അറിയാമായിരുന്നു ഈ എമൗണ്ട് റിക്കവർ ചെയ്യാൻ ചാൻസ് ഇല്ലാന്ന്. അപ്പോൾ ഓൾറെഡി 31st March കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് സബ്സിക്വൻ്റ്ലി ഇപ്പോൾ 10 ദിവസത്തിനകത്ത് സംഭവിച്ചേക്കുന്നത്. ഇൻ ദി മന്ത് ഓഫ് May മാനേജ്മെന്റ് ഓൾസോ ഇനിഷ്യേറ്റഡ് ഡിസ്കഷൻസ് ഫോർ എ പോസിബിൾ മെർജർ. ഓക്കെ, മെയ് മാസം മർജറിന് വേണ്ടി ശ്രമിക്കുന്നത് ഒരു നോൺ അഡ്ജസ്റ്റിംഗ് ഫിഗറാണ്. 31st March അവർക്ക് അങ്ങനത്തെ തീരുമാനമില്ല. 31st March കഴിഞ്ഞിട്ട് May ആയപ്പോഴാണ് അവർ മർജറിൻ്റെ ടോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ അത് ഡിസ്ക്ലോസ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഈ ഇൻസോൾവൻസി 31st March കണ്ടീഷൻ എക്സിസ്റ്റിംഗ് ആണ്. അവർക്ക് സംശയമുള്ള കാര്യമാണ്. സോ അത് അഡ്ജസ്റ്റിംഗ് ഫിഗർ ആണ്. ഇത് പ്രോപ്പർ AS4 ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ അറ്റംപ്റ്റിലുണ്ടായിരുന്നു AS4 ക്വസ്റ്റ്യൻ. Auditors of XYZ Limited considers the financial reporting framework only identify 2 types of events. Explain how you will classify and deal with this. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മറ്റേ ഇവന്റ്സ് ഒക്കറിംഗ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ്? 2 ടൈപ്പ് ഉണ്ട്. അഡ്ജസ്റ്റിംഗ് ഇവന്റ് എന്നാണ്, നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണെന്നാണ്. വാട്ട് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ആസ് പെർ 560 പ്രകാരം നമ്മുടെ റെസ്പോൺസിബിലിറ്റി വി ഹാവ് ടു ഒബ്റ്റെയിൻ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ദാറ്റ് ഇതുപോലെ എനി സിഗ്നിഫിക്കന്റ് ഇവന്റ്സ് വിച്ച് ഹാപ്പൻ ബിറ്റ്വീൻ ഡേറ്റ് ഓഫ് FS ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട്. SA 560 പറയുമ്പോൾ ബിറ്റ്വീൻ ഡേറ്റ് ഓഫ് FS ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മതി. SAയുടെ ഭാഷയിൽ പറഞ്ഞാൽ മതി. We have to obtain evidence that any significant events which happen between this period which requires adjustments or disclosure has been properly adjusted or disclosed എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. ആസ് പെർ SA 560 financial statements may be affected by certain events. Those that provide evidence that existed on the date of FS, those that provide evidence of condition that arose after the date of FS. I still remember നമ്മുടെ തൊട്ട് മുന്നത്തെ സെപ്റ്റംബർ അറ്റംപ്റ്റിൽ ഈ AS4 ഒരു MCQ ചോദിച്ചായിരുന്നു. വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ ഈ താഴെ പറയുന്നതിൽ അഡ്ജസ്റ്റിംഗ് ഇവന്റ് അല്ലാത്തത് ഏത് എന്ന് ചോദിക്കുന്നതിന് പകരം ഈ താഴെ പറയുന്നതിൽ 31st Marchത്തെ കണ്ടീഷൻസ് ആണ് എന്ന് തോന്നിപ്പിക്കാത്തത് ഏത്, അങ്ങനെ എന്തൊക്കെയോ ഒരു തിരിച്ച മറ്റത്. ഇഫ് യു ക്യാൻ ജസ്റ്റ് ലുക്ക് അറ്റ് ദ September 25 question paper, you can see this question.
4 ഇവൻറ്റ്സ് കാണിച്ചിട്ട് അഡ്ജസ്റ്റിംഗ് ഇവന്റ് ഏത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് അഡ്ജസ്റ്റിംഗ് ഇവന്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അഡ്ജസ്റ്റിംഗ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ AS4 ഇപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ IC ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ICക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ യെസ്, അപ്പോൾ SA 560 പ്രകാരം ഇങ്ങനെ 2 ഇവൻറ്റ്സ് വന്നാൽ നമ്മൾ അതിനെപ്പറ്റി എന്ത് ചെയ്യും? ഓട്ടോ ഷാൽ പെർഫോം ഓഡിറ്റ് പ്രൊസീജിയർ ഡിസൈൻ ടു ഒബ്റ്റെയിൻ എവിഡൻസ് ദാറ്റ് ഓൾ ദ ഇവൻറ്റ്സ് ബിറ്റ്വീൻ the date of FS and audit report that requires adjustments has been identified. We are not expected to perform any procedures on matters which was previously applied. The insolvency of the major debtor provides conditions, so it has to be adjusted in the FS. അതേസമയം planned merger is something which arose after date of FS. There is no condition. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യുക? ഡിസ്ക്ലോസ് ചെയ്യുക. That should be disclosed. Hence, auditor should ensure that appropriate adjustments of these are made. Adjustments ചെയ്യേണ്ട കാര്യം അഡ്ജസ്റ്റും, ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യം ഡിസ്ക്ലോസും ചെയ്തിട്ടുണ്ടോ? AS4ൻ്റെ നോളജ് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. 6C ചോയ്സ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ദ ഫോം കണ്ടന്റ് എക്സ്റ്റെൻഡ് ഓഫ് ഡോക്യുമെന്റേഷൻ. SA 230 സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ. അതായത് എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ MTPയിലത്തെ ട്രെൻഡ് എങ്ങനെയാണ് കാണുന്നത്, ഈ ചോയ്സ്, ഈവൻ പാസ്റ്റ് എക്സാംസിലും ഈ ട്രെൻഡ് കണ്ടിട്ടുണ്ട്. ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല നമ്മുടെ ലാസ്റ്റ് വരുന്ന 6C ക്വസ്റ്റ്യൻസ്. 6C ക്വസ്റ്റ്യൻസിൽ ചോയ്സിൽ ഒരെണ്ണം എപ്പോഴും ഭയങ്കര ഡയറക്റ്റ് ആയിരിക്കും, ഒരെണ്ണം ഭയങ്കര കൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ റീഡിങ് ടൈമിൽ തന്നെ വായിക്കുമ്പോൾ നമുക്കറിയാം കൈ പൊള്ളാൻ പോകുന്നത് ഏതാണ്, കൺസെപ്റ്റ് വെറുതെ. ഡയറക്റ്റ് നിങ്ങൾ മെറ്റീരിയൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും ആൻസർ ചെയ്യും, അതാണ് സ്കോർ ചെയ്യാൻ എളുപ്പം. കാരണം ഈ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ഗിവൺ കേസ് കൺസെപ്റ്റ് എന്ന് AS4 നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് എഴുതാം. പക്ഷേ SA 560യുടെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നേക്കാൾ കുറച്ചും കൂടി പൊലിപ്പിച്ച് നല്ല ബെറ്റർ ആയിട്ട് എഴുതി ഷോ കാണിക്കാൻ പറ്റുന്നത് 230 ആണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇൻ ദ ഗിവൺ സിറ്റുവേഷൻ. ജസ്റ്റ് സെക്കൻഡ്, SA 230 എന്ന് എടുത്തോട്ടെ. SA 230 പറയുന്നുണ്ട് ദ ഫോം കണ്ടന്റ് എക്സ്റ്റെൻഡ് ഓഫ് ഡോക്യുമെന്റേഷൻ എഫക്ട് ചെയ്യുന്നത്. ദ ഡിസിഷൻ റിഗാർഡിംഗ് ദ ഫോം കണ്ടന്റ് ഓഫ് ഡോക്യുമെന്റേഷൻ ഇസ് എ മാറ്റർ ഓഫ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്. We have to prepare documentation to such an extent. SA 230 പ്രകാരം we have to prepare documentation to such an extent that will enable an experienced auditor to understand the nature, timing, extent of the procedures performed, significant procedures എന്തൊക്കെ ചെയ്തു, conclusions reached എന്തൊക്കെയാണ്, ആൻഡ് റിസൾട്ട്സ് ഓഫ് ദ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ആൻഡ് ദാറ്റ് ഇസ് അഫക്റ്റഡ് ബൈ certain factors such as എന്നും പറഞ്ഞിട്ട് ഈ 6 ഫാക്ടർ ദ ഫോം കണ്ടന്റ് എക്സ്റ്റെൻഡ് ഓഫ് ഡോക്യുമെന്റേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ. ആ 6 ഫാക്ടേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ആൻസർ. സൈസ് ഓഫ് ദി എൻറ്റിറ്റി, നേച്ചർ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. സ്ട്രേറ്റ് ഫോർവേഡ് തിയറി. Jan 26 MTP1 ആൻസർ ഇത് തന്നെയാണ്. ദ ഓഡിറ്റ് മെത്തഡോളജി ടൂൾസ് യൂസ് സൈസ് ഓഫ് എൻറ്റിറ്റി, സെയിം തിങ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ പ്രത്യേകിച്ച് വേറെ കഥയൊന്നുമില്ല. അപ്പോൾ യെസ്, ദാറ്റ് ഈസ് ദ MTP1 ഡിസ്കഷൻ. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ഫോർ MTP2 ഓൾസോ. MTP2ൻ്റെയും കൂടി ഡിസ്കഷനൊക്കെ നടത്തിയതിന് ശേഷം ബിഫോർ ദി എക്സാംസ് നമുക്ക് കോസ്റ്റിംഗ് എക്സാമിന് ശേഷം ഇത്തവണ 2 ഡേയ്സിൻ്റെ ലീവ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 ഡേയ്സ് എങ്ങനെ മാക്സിമം ബെറ്റർ ആയിട്ട് നല്ല ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, വാട്ട് ആർ ദ മെയിൻ ടോപ്പിക്സ് ടു ബി കവർ ചെയ്യുക, അതൊക്കെ ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ വീഡിയോ പോലെ നമ്മൾ ഇടുന്നുണ്ടാവും, ആസ് ഓൾവേസ് ഇടുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ടീവ് സ്റ്റഡിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. MTP1 ഓക്കെ, ഒരു പ്രട്ടി RTPനേക്കാളും സ്റ്റാൻഡേർഡ് ഉണ്ട്, കുറേ ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് ശേഷം നിങ്ങൾ ഒരു ആഫ്റ്റർ 2 ഡേയ്സ് ഒന്ന് റിവിഷൻ്റെ പാർട്ടായിട്ട് ഒരു 1 hour എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ക്വിക്ക് നോക്കുന്നത് നല്ലതായിരിക്കും, ഒന്ന് ബ്രഷപ്പ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഗെറ്റ് ഫെമിലറൈസ്ഡ് വിത്ത് ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓൾസോ. ജനറിക് ക്വസ്റ്റ്യൻസ് ICA ചോദിക്കുന്നത് MTP1 അപ്പോൾ അവരിന്ന് കാണിച്ചിരിക്കുകയാണ്, അതൊന്ന് നോക്കി വയ്ക്കുക. ആൻഡ് ട്രൈ ടു കവർ ദ മാക്സിമം സിലബസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഫോക്കസ് കൊടുക്കുക. ലാസ്റ്റ് 2 ദിവസം എന്ത് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് ആ സമയത്തുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. റൈറ്റ് നൗ അതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കേണ്ട, ജസ്റ്റ് ഫോക്കസ് ഓൺ സിലബസ് മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ വീണ്ടും വായിച്ച് ഒരുപാട് എനർജിയും ടൈമും വേസ്റ്റ് ചെയ്യേണ്ട. ഇഫ് യു ഫീൽ സ്റ്റക്ക്, ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്, ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. സിലബസ് മാക്സിമം ഏരിയ കവർ ചെയ്യുന്നതിന് ഫോക്കസ് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിനുള്ള സമയം കഴിഞ്ഞു. എക്സാമിന് ലാസ്റ്റ് 2 weeks റിസർച്ചിന് വേണ്ടിയിട്ടുള്ളതല്ല. ഗിവ് ഇമ്പോർട്ടൻസ് ടു വാട്ട് ഫിനിഷിംഗ് ദി എൻറ്റയർ തിങ്. സോ യെസ്, വിത്ത് ദാറ്റ് സെഡ് നമ്മളുടെ MTP1 വീഡിയോ തൽക്കാലം ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. We'll continue. We'll see again in the MTP2 discussions. Okay, study well. Thank you.